മനസ്സിന് പ്രശ്നമുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥയെ ഗുരുതരമാക്കാനുള്ള സാധ്യത 7 മുതൽ 50% വരെ കൂടുതലാണ് എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. ഡോക്ടർ സിംറ്റത്തിന് വേണ്ടിയുള്ള ചികിത്സ നൽകുന്നുണ്ട്. പക്ഷേ ഒന്ന് ആന്തരികമായി പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും, ഈ അസുഖത്തിൻ്റെ തുടക്കമെന്ന് പറയുന്നത് മനസ്സിൻ്റെ എവിടെയോ ഉണ്ടായിട്ടുള്ള ഒരു അബറേഷനോ ട്രോമയോ ആണ് എന്നുള്ളത്. കുട്ടികൾ ധാരാളം, ഏകദേശം 60 മുതൽ 70% കുട്ടികൾ വളരെ കടുത്ത മാനസിക സംഘർഷത്തിലാണെന്നുള്ളതാണ്. അതായത് ഒരു ദേഷ്യം വരിക എന്ന് പറയുന്നത് വളരെ പെട്ടെന്നായിരിക്കും വരുന്നത്. ഇപ്പോൾ നമുക്ക് പോലും ചിന്തിക്കാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ ദേഷ്യം വരും. അപ്പോൾ ആ സമയത്ത് നമുക്കതിനെ നിയന്ത്രിക്കാൻ കഴിയില്ലല്ലോ. ഞാൻ 100% ഉറപ്പ് പറയുന്നു, ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ ആർജിക്കേണ്ട ഏറ്റവും വലിയ കഴിവെന്ന് പറയുന്നത് മനസ്സിന് ശക്തി ഉണ്ടാകുക എന്നുള്ളതാണ്. ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ പ്ലഷർ, ഇതിനൊക്കെ പിന്നാലെ പുതിയ കാലത്ത് ആളുകൾ ഓടാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. മദ്യം സുഖം തരും, സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ സുഖം തരും, ലൈംഗികത സുഖം തരും, കഞ്ചാവ് സുഖം തരും, ഇതെല്ലാം ശ്രദ്ധിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൻ്റെ പർപ്പസ് കണ്ടെത്തി ആ മേഖലയിൽ റിസൾട്ട് ഉണ്ടാക്കി മുന്നേറുന്നതിനേക്കാൾ അധികം സന്തോഷം നൽകുന്ന, സമാധാനം നൽകുന്ന, സ്വസ്ഥത നൽകുന്ന, ആശ്വാസം നൽകുന്ന, ആനന്ദം നൽകുന്ന വേറൊരു കാര്യമില്ല എന്നുള്ളതാണ്. പലരും പറയുന്നത് കേൾക്കാറുണ്ട്, എനിക്കിപ്പോൾ സമാധാനമുണ്ട്. അതെ, അതൊരു ഒളിച്ചോട്ടമാണ് സത്യത്തിൽ ആ ഒരു പ്രയോഗം തന്നെ. പക്ഷേ സന്തോഷവും ആനന്ദവുമാണ് ജീവിതത്തിൽ ഉണ്ടാക്കേണ്ടത്. ഹാപ്പിനെസ് ഈസ് നോട്ട് എ ഡെസ്റ്റിനേഷൻ ബട്ട് എ ജേർണി. ഹാപ്പിനെസ് ഈസ് എ ചോയ്സ്. വേറെ ആരും കൊണ്ടുപോയി തരുന്ന കാര്യം സ്വന്തമായി കണ്ടെത്താനായിട്ട് ഇൻറ്റൻഷനലായി, ഡെലിബറേറ്റായി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും. മനസ്സും ശരീരവും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഒരു പക്ഷേ ഒരിക്കലും രണ്ടായിട്ട് പോലും കാണാൻ കഴിയാത്ത ഒരു സമീപനം എന്ന നിലയിൽ പുതിയ കാലത്ത് ചർച്ചയ്ക്ക് വിധേയമായിട്ടുണ്ട്. പ്രത്യേകിച്ച് മനസ്സിലാണ് ശരീരം നിലനിൽക്കുന്നത് എന്ന് പറയുന്ന ചില സമീപനങ്ങൾ അടുത്ത കാലത്ത് ഞാൻ കേട്ടിട്ടുണ്ട്. മനസ്സാണ് ശരീരത്തെ തന്നെ പ്രവർത്തിപ്പിക്കുന്നത്. അപ്പം മനസ്സും ശരീരവും തമ്മിലുള്ള ബന്ധം ശരീരത്തെ എത്രമാത്രം ബാധിക്കുമെന്നും ശരീരത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ മനസ്സിനെ എത്രമാത്രം ബാധിക്കുമെന്നുമുള്ള ധാരാളം പഠനങ്ങൾ അടുത്ത കാലത്ത് നടക്കുകയും ചെയ്തിട്ടുണ്ട്. മനസ്സാണ് ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്നത്, മനസ്സാണ് ശരീരത്തെ സ്വാധീനിക്കുന്നത് എന്നുള്ളത് കൊണ്ട് മനസ്സിൻ്റെ ആരോഗ്യം എത്രമാത്രം ശരീരത്തിൻ്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഈ കാലഘട്ടത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ് മനസ്സിൻ്റെ ആരോഗ്യം. മനസ്സിൻ്റെ ആരോഗ്യം, മനസ്സിൻ്റെ ശക്തി, വൈകാരിക ക്ഷമത. ഇപ്പോൾ ഇതിനെ പൊതുവെ പറയുന്നത് മെൻ്റൽ സ്ട്രെങ്ത്, ഇമോഷൻ ഇൻ്റലിജൻസ് എന്നുള്ളതാണ്. പിന്നെ എന്തുകൊണ്ട് പറയണമെന്നുള്ളതിൻ്റെ കാരണം, മനുഷ്യൻ്റെ പല രോഗങ്ങൾക്കും കാരണമെന്ന് പറയുന്നത് തന്നെ മനസ്സിൻ്റെ അവസ്ഥയാണ്, മനസ്സിൻ്റെ ദൗർലഭ്യമാണ്. അതല്ലെങ്കിൽ മനസ്സിൻ്റെ ശക്തി കുറവ്, വികാരങ്ങൾ നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയെല്ലാമാണ് മനുഷ്യർക്ക് പലപ്പോഴും പല അസുഖങ്ങളും ഉണ്ടാക്കുന്നത്. ഇതിനെക്കുറിച്ച് പല സ്റ്റഡീസും തന്നെ പറയുന്നത് മെഡിക്കൽ സയൻസ് വിത്തൗട്ട് ഇമോഷൻ ഇൻ്റലിജൻസ്. പല അസുഖങ്ങളും ഡോക്ടേഴ്സ് ചികിത്സിക്കും, സിംറ്റംസിനെയാണ് ചികിത്സിക്കുന്നത്. ഒരാൾ പനിയായി വരുന്നു, ഒരാൾ നടുവേദനയായി വരുന്നു, ഒരാൾ എന്തെങ്കിലും അസുഖങ്ങൾ പറയുന്നു, ഡോക്ടർ സിംറ്റത്തിന് വേണ്ടിയുള്ള ചികിത്സ നൽകുന്നുണ്ട്. പക്ഷേ ഒന്ന് ആന്തരികമായി പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും, ഈ അസുഖത്തിൻ്റെ തുടക്കമെന്ന് പറയുന്നത് മനസ്സിൻ്റെ എവിടെയോ ഉണ്ടായിട്ടുള്ള ഒരു അബറേഷനോ ട്രോമയോ ആണ് എന്നുള്ളത്. ഇതിനെ പൊതുവെ പറയുന്നത് സൈക്കോസൊമാറ്റിക് ഡിസോർഡേഴ്സ് എന്ന് പറയാറുണ്ട്. ചിലപ്പോൾ PNI, സൈക്കോ ന്യൂറോ ഇമ്മ്യൂണോളജി എന്ന് പറയാറുണ്ട്. ഇതൊരു ഡിബേറ്റിംഗ് ആയിട്ടുള്ള വിഷയമാണ്. എന്ന് വെച്ചാൽ എല്ലാ അസുഖങ്ങളും വരുന്നത് മനസ്സിൽ നിന്നാണ് എന്നുള്ളതല്ല. പക്ഷേ മനസ്സിന് പ്രശ്നമുണ്ടെങ്കിൽ തീർച്ചയായും അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. മാത്രമല്ല, മനസ്സിന് പ്രശ്നമുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥയെ ഗുരുതരമാക്കാനുള്ള സാധ്യത 7 മുതൽ 50% വരെ കൂടുതലാണ് എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് മനസ്സിൻ്റെ ചിന്താഗതികൾ, മനസ്സിൻ്റെ വിഷമങ്ങൾ, ഇവയെല്ലാം ശാരീരികമായിട്ടുള്ള പ്രതിസന്ധികൾ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഓഫ് നോർത്ത് കരോലിന, ഇങ്ങനെയുള്ള യൂണിവേഴ്സിറ്റികളിലൊക്കെ ധാരാളം പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ പഠനങ്ങളിലൊക്കെ കണ്ടെത്താൻ സാധിച്ചത് മനസ്സിൻ്റെ അവസ്ഥ മനുഷ്യൻ്റെ ആരോഗ്യത്തെ സ്വാധീനിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നാം കഴിഞ്ഞ തവണ ചെയ്തൊരു വീഡിയോ ആയിരുന്നു എങ്ങനെ മനഃശക്തി കൊണ്ടുവരാം. അപ്പോൾ അതിനുശേഷം ധാരാളം ആളുകൾ വിളിക്കുകയും ഒപ്പം തന്നെ കമൻറ്റ് ചെയ്യുകയും ചെയ്ത കാര്യമാണ്, എനിക്ക് മനസ്സിന് ശക്തിയില്ല. നിങ്ങൾ പറയുന്ന ഈ കാര്യങ്ങളെല്ലാം വളരെ സത്യമായിട്ടുള്ള കാര്യം തന്നെയാണെന്ന് അനുഭവിക്കുന്ന പല ആളുകളും പറയുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മളറിയുന്ന പല ഡോക്ടേഴ്സും പറയാറുണ്ട്, അല്ലെങ്കിൽ ചില പേഷ്യൻസും പറയാറുണ്ട്, ഞങ്ങൾ ആശുപത്രിയിൽ പോയി ഇന്നതാണ് പ്രശ്നം, ഡോക്ടർ പരിശോധിച്ചു, കുറേ ചികിത്സകൾ നടത്തി, പക്ഷേ എന്താണ് രോഗമെന്ന് കണ്ടുപിടിക്കാൻ സാധ്യതയില്ല എന്നുള്ളത്. ഇത് 2 ആസ്പെക്റ്റാണ് ഇതിനകത്തുള്ളത്. ഒന്ന്, ഒരു രോഗവുമായി ഹോസ്പിറ്റലിൽ ചെല്ലുന്നയാൾ
അയാൾ ചികിത്സിക്കപ്പെടുന്നത് യഥാർത്ഥത്തിൽ ആ രോഗത്തിന് വേണ്ടി തന്നെ ആകണമെന്നില്ല. എന്ന് വെച്ചാൽ റൂട്ട് കോസ്, ഈ രോഗമുണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം മനസ്സാണ്, അത് ചികിത്സിക്കപ്പെടുന്നില്ല. രണ്ടാമത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റഡി ആയിട്ട് കാണാൻ സാധിച്ചത്, ചില ആളുകൾ ഇപ്പോൾ കീമോതെറാപ്പി ചെയ്യുന്നവർ, അല്ലെങ്കിൽ ഡിപ്രഷനിലൂടെ കടന്നു പോകുന്നവർ, അതല്ലെങ്കിൽ ഡയാലിസിസ് ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ റീസെൻ്റ്ലി ഡിവോഴ്സ് ആയിട്ടുള്ള ആളുകൾ, ഇവരെല്ലാം വളരെയധികം മെൻ്റൽ ആഗണിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ ഒരു അവസ്ഥയുടെ കടന്നു പോകുമ്പോൾ ഇവർ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അവിടെ ലഭിക്കുന്ന ആ ഒരു കെയർ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ഇമോഷണൽ ഇൻ്റലിജൻസ് ഇല്ലാത്തതാണെങ്കിൽ അവർ രോഗാവസ്ഥയെ അത് കൂടുതൽ കഠിനമാക്കുകയും ഇവൻ മരണത്തിലേക്ക് തള്ളി പോകാനും എത്തിച്ചേരാനും സാധ്യത വളരെ കൂടുതലാണ്. ഇവിടെയാണ് മനസ്സിൻ്റെ ശക്തി. ഇപ്പോൾ ഇത് ഡാനിയൽ ഗോൾമാൻ എന്ന് പറയുന്ന ആൾ വളരെ റെവല്യൂഷണറീസ് ആയിട്ടുള്ള പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേര് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്നാണ്. ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൽ മനുഷ്യന് വേണ്ട ഏറ്റവും വലിയ നൈപുണി അല്ലെങ്കിൽ സ്കില്ലെന്ന് പറയുന്നത് ഇമോഷണൽ ഇൻ്റലിജൻസ് ആണ്. എങ്ങനെ ഇമോഷൻസ് നിയന്ത്രിക്കാൻ സാധിക്കും? ഇപ്പോൾ നമുക്കറിയാം, ഈ പല അസുഖങ്ങളെക്കുറിച്ചും അതിൻ്റെ സോഴ്സായിട്ട് പറയുന്നുണ്ട്. പെർസിസ്റ്റൻറ്റ് സാഡ്നെസ്, ഡിപ്രഷൻ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ആങ്ഷൈറ്റി, അല്ലെങ്കിൽ ആങ്കർ, സാഡ്നെസ്, ഇതെല്ലാം ഒരു വിധത്തിലുള്ള അസുഖങ്ങളിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഇതിൽ പറയുന്നത് 3 ബിഗ് ഇമോഷൻസ് എന്ന് പറയും. ഏറ്റവും അധികം രോഗങ്ങൾ കൊണ്ടുവരുന്ന, ഏറ്റവും കഠിനമായ ജീവിത പ്രതിസന്ധി ഉണ്ടാക്കുന്ന 3 ഇമോഷൻസ്. 1 ആങ്കർ, 2 ആങ്ഷൈറ്റി, 3 ഡിപ്രഷൻ. ഈ 3 മാനസിക അവസ്ഥകളാണ് മനുഷ്യൻ്റെ ശാരീരികമായിട്ടുള്ള ആരോഗ്യകരമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് പലപ്പോഴും നയിക്കാറുള്ളത്. വളരെ വേദനാജനകമായ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ തീർച്ചയായും പരിഹരിക്കാൻ സാധിക്കും. ആങ്ഷൈറ്റി, സ്ട്രെസ്സ്, ഡിപ്രഷൻ, സാഡ്നെസ്, ഇതിനെല്ലാം നമുക്ക് വളരെ സിമ്പിളായ ടെക്നിക്കുകളിലൂടെ നമുക്ക് തീർച്ചയായും പരിഹരിക്കാൻ സാധിക്കും. കുറേ ആളുകളൊക്കെ നമ്മൾ വിളിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. ഇവരുടെ പ്രശ്നങ്ങൾ കേട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവർക്ക് ഒരു ബേസിക് ആയിട്ടുള്ള ശരിയായ ഒരു ആക്ഷൻ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ഇവർക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ അവിടെ റൈറ്റ് ആയിട്ടുള്ള ഇൻ്റർവെൻഷൻ നമുക്ക് ആവശ്യമാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ കീമോതെറാപ്പി അണ്ടർഗോ ചെയ്യുന്നയാൾ, അല്ലെങ്കിൽ ഡയാലിസിസ് അണ്ടർഗോ ചെയ്യുന്നയാൾ, അതല്ലെങ്കിൽ ഡിപ്രഷന് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നയാൾ, ഇവർ കടന്നു പോകുന്ന മാനസികമായൊരു അവസ്ഥയുണ്ട്. പലപ്പോഴും ഡോക്ടേഴ്സ് മെഡിസിൻസ് കൊടുക്കുക, നേരെ കാര്യങ്ങൾ പറയുന്നു, മരുന്ന് എഴുതുന്നു, ആ ഒരവസ്ഥയാണ്. പക്ഷേ ഇതോടെ അറ്റാച്ച്ഡ് ആയിട്ട് വേണ്ടൊരു കാര്യമാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മെൻ്റൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ മാനേജ്മെൻറ്റിലൊക്കെ പഠിക്കുന്നൊരു തിയറിയാണ് മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി. അപ്പോൾ ബേസിക് നീഡ് മുതൽ സെൽഫ് ആക്ച്വലൈസേഷൻ വരെ ആ നീഡിനകത്ത് പറയുന്നുണ്ട്. ബേസിക് നീഡ് എന്ന് വെച്ചാൽ ആഹാരം, വസ്ത്രം, പാർപ്പിടം, സേഫ്റ്റി. പിന്നെ വലിയ മുകളിലേക്ക് പോയിട്ടാണ് സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ് എല്ലാം വരുന്നുണ്ട്. അതിൻ്റെ മുകളിലാണ് സെൽഫ് എസ്റ്റീമിന് ശേഷം സെൽഫ് ആക്ച്വലൈസേഷൻ. അപ്പോൾ മെറ്റീരിയലായിട്ട് പല ആഗ്രഹങ്ങൾ നമുക്കുണ്ടാവും. വലിയ വീട് വാങ്ങണം, വാഹനം വാങ്ങണം, അല്ലെങ്കിൽ വലിയ എംപററായിട്ടുള്ള ബിസിനസ്സുകൾ സെറ്റ് ചെയ്യണം. പക്ഷേ ഒരു വ്യക്തി യഥാർത്ഥത്തിൽ തൻ്റെ ജീവിത കാലഘട്ടത്തിൽ ആഗ്രഹിക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് മെൻ്റലി സ്ട്രോങ് ആകുക, ഇമോഷണൽ ഇൻ്റലിജൻ്റ് ആകുക. എന്ന് വെച്ചാൽ ഏത് ഇമോഷൻ സാഹചര്യം വന്നാലും, ഏത് പ്രതിസന്ധി വന്നാലും അതിനെ മറികടക്കുവാനായി എൻ്റെ മനസ്സ് തയ്യാറുള്ളതാണോ, എൻ്റെ മനസ്സ് എത്ര ശക്തമായിട്ടുള്ളതാണോ എന്നുള്ള ചിന്ത. പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും, ചില ആളുകളൊക്കെ ഇപ്പോൾ ഭാര്യയോ അല്ലെങ്കിൽ ഭർത്താവോ, ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ ഭർത്താവിന് ജീവിക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല. ഈ കാലഘട്ടങ്ങളിലൊക്കെ പല ആളുകളുടെ അനുഭവങ്ങൾ കാണാറുണ്ട്. ചങ്കത്തടിച്ച് നിലവിളിക്കുകയാണ്, ഇനി എന്ത് ചെയ്യും, ഇനി ജീവിക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ബന്ധങ്ങൾ വേർപിരിഞ്ഞാൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. അല്ലെങ്കിൽ ചില ആളുകൾ പറയും, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല. അല്ലെങ്കിൽ ചില പ്രശ്നങ്ങൾ വരുന്നു, പെട്ടെന്ന് തന്നെ ഡൗൺ ആയി പോകുന്നു. പല ആളുകളും വിളിക്കുകയും അല്ലെങ്കിൽ മെസ്സേജ് അയക്കുകയും ചെയ്യാറുണ്ട്. പരീക്ഷ സമയത്ത് അവരുടെ ജീവിതം തകർന്നു, ഒരു ജോലി നഷ്ടപ്പെട്ടു, ജീവിതം തകർന്നു, ഒരു കടം വന്നു, ജീവിതം തകർന്നു, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നു. നിസ്സാര കാരണങ്ങളെ പോലും അതിജീവിക്കാൻ കഴിയാത്ത മാനസികാവസ്ഥ. അപ്പോൾ അത് വിദ്യാഭ്യാസം എത്ര കൂടിയിട്ടോ സമ്പത്ത് എത്ര കൂടിയിട്ടോ ഇതിനൊന്നും ബാധകമല്ല എന്നുള്ളതാണ്. നമ്മളറിയാം, ഇതൊരു എക്സെപ്ഷണൽ കേസായിട്ട് എടുക്കാൻ വേണ്ടിയല്ല. വളരെ ഉയർന്ന ഉദ്യോഗസ്ഥൻ, നമ്മളെല്ലാം പേപ്പറിൽ വായിച്ചതാണ്, ഒരാൾ ഒന്ന് പരസ്യമായി കളിയാക്കി എന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്തു. ഒരു വളരെ പ്രശസ്തനായ ലക്ഷക്കണക്കിന് ശമ്പളം മേടിക്കുന്ന ഒരു ഡോക്ടർ അദ്ദേഹത്തിന് ജോലി ചെയ്യാൻ കഴിയുന്നില്ല എന്ന് തോന്നിയ സമയത്ത് ആത്മഹത്യ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ പണം എത്രയുണ്ട് എന്നുള്ളതോ പ്രശസ്തി എത്രയുണ്ട് എന്നുള്ളതോ, അല്ലെങ്കിൽ നാം എത്രമാത്രം വലിയ കുടുംബത്തിൽ ജനിച്ചവരാണ് എന്നുള്ളതോ ഒന്നുമല്ല പ്രധാനപ്പെട്ട കാരണം. മനസ്സിന് ശക്തിയുണ്ടോ, എൻ്റെ ഉള്ളിൽ തിളച്ചു മറിയുന്ന ഇമോഷൻസിനെ നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടോ? എവരി മാൻ ഈസ് എ വാക്കിംഗ് വോൾക്കാനോ എന്നാണ് വോൾട്ടയർ പറഞ്ഞത്. ഓരോ മനുഷ്യനും ഒരു തിളച്ചു മറിയുന്ന
ഒരു അഗ്നിപർവ്വതമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. വളരെയധികം ഫ്രസ്ട്രേഷനിലൂടെ മനുഷ്യൻ കടന്നു പോവുകയാണ്. അപ്പോൾ ഈ സൈക്കോസൊമാറ്റിക് മനസ്സിൻ്റെ അവസ്ഥ ശരീരത്തെ ബാധിക്കുന്നു. അല്ലെങ്കിൽ PNI സൈക്കോ ന്യൂറോ ഇമ്മ്യൂണോളജി, അത് പഠന വിഷയം തന്നെയാണ്. ഇതെല്ലാം പറഞ്ഞു വെക്കുന്നത് മനസ്സിൻ്റെ അസ്വസ്ഥത ഉണ്ടെങ്കിൽ അത് രോഗമായി മാറും. പല അസുഖങ്ങൾ, ആസ്മ അല്ലെങ്കിൽ ആർത്രൈറ്റിസ്, ഹെഡ് ഏക്ക് അല്ലെങ്കിൽ സൈനിസം, ബാക്ക് പെയിൻ, പിന്നെ ഹാർട്ട് ഡിസോർഡേഴ്സ്, കാർഡിയോ വാസ്കുലർ ഡിസീസസ്, ബ്ലഡ് കൊയാഗുലേഷൻ ബന്ധപ്പെട്ട ഡിസീസസ്, ഇതിൻ്റെ പലതിൻ്റെയും റൂട്ട് കോസ് എന്ന് പറയുന്നത് ഈ മനസ്സിന് ശക്തിയില്ലാത്ത അല്ലെങ്കിൽ മനസ്സിൻ്റെ ഞാൻ പറഞ്ഞ 3 ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കാത്ത ആങ്ഷൈറ്റി, ആങ്കർ, ഡിപ്രഷൻ, ഇത് ഉണ്ടാകുന്നുണ്ട്. എന്തുകൊണ്ടാണ് ആങ്കർ ഉണ്ടാകുന്നത്? ഒരു മനുഷ്യൻ ദേഷ്യപ്പെടാനുള്ള കാരണം എന്താണ്? അല്ലെങ്കിൽ സങ്കടപ്പെടാനുള്ള കാരണം എന്താണ്? നിരാശയിലേക്ക് പോകാനുള്ള കാരണം എന്താണ്? കാരണം സ്വന്തമായി തൻ്റെ വികാരത്തെ നിയന്ത്രിക്കാനായിട്ട് ആ മനുഷ്യന് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ സെനക്ക എന്ന് പറയുന്ന അല്ലെങ്കിൽ മാർക്കസ് ഒറീലിയസ് എന്ന് പറയുന്ന റോമിലൊക്കെ ഗ്രീക്കൊക്കെ ഫിലോസഫേഴ്സായിട്ട് ആളുകൾ ഇതിനെക്കുറിച്ച് ധാരാളം പറയുന്നുണ്ട്. ഇത് തീർച്ചയായും പറ്റും. പക്ഷേ മനസ്സിന് ശക്തി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഒരു ജീവിതകാലത്ത് മനുഷ്യന് ആർജിക്കേണ്ട ഏറ്റവും വലിയ നൈപുണ്യങ്ങളിൽ ഒന്നാണ് ഇമോഷൻ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മെൻ്റൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അത് വളരെ ചെറുപ്പത്തിൽ തന്നെ നാം പ്രാക്ടീസ് ചെയ്ത് തുടങ്ങേണ്ടതാണ്. ഇനി ചെറുപ്പത്തിൽ തുടങ്ങിയില്ലെങ്കിൽ കൂടെ നമുക്ക് ഇനിയും സ്റ്റാർട്ട് ചെയ്യുക. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഹോസ്പിറ്റലിൽ പോകണം, മരുന്ന് കഴിക്കണം, അന്ന് ലീവ് എടുക്കണം. നമ്മൾ കുട്ടികളാണെങ്കിൽ അല്ലെങ്കിൽ മുതിർന്നവരാണെങ്കിൽ നമ്മളെ സഹായിക്കാൻ ആരെങ്കിലും വേണം. ഇനി മരുന്ന് കഴിച്ചാലോ? മരുന്ന് കൊണ്ടുണ്ടാകുന്നത്, കാരണം ശരിയായ അസുഖം എന്ന് പറയുന്നത് അതല്ല, മനസ്സാണ്. ഇപ്പോൾ കുടുംബത്തിൽ വഴക്കുള്ളയാൾ, അല്ലെങ്കിൽ ഓഫീസിൽ സ്ട്രെസ് ഉള്ളയാൾ, ഭാര്യയും ഭർത്താവും വഴക്കുള്ളയാൾ, അല്ലെങ്കിൽ വീട്ടിൽ പ്രതിസന്ധി ഉള്ളയാൾ, അല്ലെങ്കിൽ ജോലി പോകുമോ എന്ന് പേടിക്കുന്നയാൾ, ഓഫീസിൽ ബോസ് പ്രശ്നക്കാരനാകുന്നയാൾ, പരീക്ഷയെ പേടിക്കുന്നയാൾ, ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് റീസെൻ്റ് പഠനങ്ങളിൽ കാണുന്ന ഈവൻ കുട്ടികൾ ധാരാളം, ഏകദേശം 60 മുതൽ 70% വരെ കുട്ടികൾ വളരെ കടുത്ത മാനസിക സംഘർഷത്തിലാണെന്നുള്ളതാണ്. യങ് പ്രൊഫഷണൽസ് ആയിട്ടുള്ള ജെൻസീസ് ആയിട്ടുള്ള ആളുകൾ വളരെയധികം എബോവ് 50% ആളുകൾ കടുത്ത മാനസിക സംഘർഷം അനുഭവിക്കുന്നു എന്നുള്ളതാണ്. ഈ മാറി വരുന്ന സാമൂഹിക അന്തരീക്ഷത്തിന് വലിയ പങ്കുണ്ട് ഇതിലല്ലേ? തീർച്ചയായിട്ടും. കാരണം ചെറിയ ചെറിയ സാഹചര്യങ്ങളെ പോലും നേരിടാൻ കഴിയാതെ വരുന്ന ഒരു തലമുറയാണ് വളർന്നു വരുന്നത്. പക്ഷേ ഈ തലമുറയിൽ മാത്രമല്ല, കാലാതീതമായി മനുഷ്യൻ ഉള്ള ഒന്നാണ് മാനസിക സംഘർഷം എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പോൾ കുറേ കൂടി കൂടിയിട്ടുണ്ട്. കാരണം നേരത്തെ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഭക്ഷണം കഴിക്കുക, കിടന്നുറങ്ങുക. ഇപ്പോൾ അങ്ങനെയല്ല. ജോലി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സമ്പത്തുണ്ടാക്കണം, പിന്നെ എൻ്റെ കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി അദ്ദേഹം ആർഭാടമായി ജീവിക്കുന്നു, സന്തോഷമായി ജീവിക്കുന്നു, എനിക്ക് ജീവിക്കാൻ കഴിയുന്നില്ല. പിന്നെ മത്സരം, അവർക്ക് ജോലി കിട്ടി, എനിക്ക് ജോലി കിട്ടിയില്ല. പിന്നെ ഇത്തരം പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഫാമിലിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, മക്കളെ മാനേജ് ചെയ്യാനുള്ള പ്രശ്നങ്ങൾ, സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം മൂലം മനുഷ്യൻ വിചാരിക്കുന്നതെല്ലാമാണ് യഥാർത്ഥത്തിലുള്ള ജീവിതം ചിന്തിക്കുന്നു, അല്ലേ? സോഷ്യൽ മീഡിയ കാണുന്നത് എന്താ? ഒന്നുകിൽ ഏറ്റവും സന്തോഷകരമായ കാര്യങ്ങൾ കാണുന്നു, അല്ലെങ്കിൽ ഏറ്റവും മോശകരമായ കാര്യങ്ങളെല്ലാം കാണുന്നു. ഇതെല്ലാം കണ്ട് ഇതാണ് ജീവിതത്തിലെ യഥാർത്ഥ റിയാലിറ്റി എന്ന് മനുഷ്യൻ ചിന്തിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് റീസെൻ്റ് നമുക്ക് എത്രയോ കൊലപാതകങ്ങളും ഭീകരമായിട്ടുള്ള കാര്യങ്ങളുമാണ് സ്കൂളുകളിൽ തന്നെ നടക്കുന്നത്. എത്രയോ നിഷ്ഠൂരമായ കൊലപാതകങ്ങളാണ് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും ഉണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഇപ്പോൾ നമുക്ക് ഡാനിയൽ ഗോൾമാൻ്റെ പുസ്തകം ആരംഭിക്കുന്നതിന് ഇങ്ങനത്തെ ഇൻസിഡൻറ്റുകളിലൂടെയാണ്. ആളെ കൊല്ലുന്നു, അല്ലെങ്കിൽ വാഹനം ഓടിച്ചുമ്പോൾ ദേഷ്യം വന്നിട്ട് വാഹനം ഇടിപ്പിച്ച് കൊല്ലുന്നു, അല്ലെങ്കിൽ ദേഷ്യം വന്നിട്ട് ഭാര്യയോ ഭർത്താവിനെ അടിച്ചു വീഴ്ത്തുന്നു, അല്ലെങ്കിൽ സുഹൃത്തിനെ അടിച്ചു വീഴ്ത്തുന്നു. കാരണം വികാരം നിയന്ത്രിക്കാനായിട്ട് കഴിയുന്നില്ല. വികാരം നിയന്ത്രിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങളിൽ മാത്രമാണ് മനുഷ്യന് യഥാർത്ഥത്തിലുള്ളൊരു വികസനം അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് നമുക്ക് സാധ്യമാകുകയുള്ളൂ. ഇപ്പോൾ ഇത് തന്നെ ഇപ്പോൾ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി നടത്തിയൊരു പഠനമുണ്ട്. അപ്പോൾ ആ പഠനത്തിൽ ടി സെൽസ് എന്ന് പറയുന്നത് ഇമ്മ്യൂണിറ്റിയെ സപ്രസ് ചെയ്യുന്ന ഒരു സെല്ലാണ്. അത് ഒരു റാറ്റിൽ ഇഞ്ചെക്റ്റ് ചെയ്യുകയാണ്, കൂടെ ഒരു പഞ്ചസാര ലായനി കൊടുക്കുന്നു. ആ സമയത്ത് ഈ റാറ്റിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റം താഴേക്ക് പോവുകയാണ്. കുറച്ച് കഴിഞ്ഞിട്ട് ഈ സാക്രിൻ അല്ലെങ്കിൽ പഞ്ചസാര വെള്ളം മാത്രം കൊടുക്കുകയാണ്. അപ്പോഴും ഇമ്മ്യൂൺ സിസ്റ്റം താഴേക്ക് പോവുകയാണ്. എന്ന് വെച്ചാൽ ഇതൊരു മനസ്സിൻ്റെ അവസ്ഥ ശരീരത്തിലേക്ക് ബാധിക്കുന്നതിൻ്റെ ഒരു അവസ്ഥ. അപ്പോൾ ഇതത് ഏറ്റവും ഫണ്ടമെൻ്റലായി സംഭവിക്കുന്നത്, ഞാൻ പറഞ്ഞ ഈ വിഷയം ഡിബേറ്റിംഗ് ആണെന്നുള്ളത്. മനസ്സിൻ്റെ പ്രശ്നം കൊണ്ടാണ് എല്ലാ രോഗങ്ങളും ഉണ്ടാകുന്നത്. പലരും ചോദിക്കുന്നു, എനിക്ക് ജന്മനാ ഇതുണ്ട് അല്ലെങ്കിൽ പാരമ്പര്യമായിട്ടിതുണ്ട്. പക്ഷേ ഈ എല്ലാ പഠനങ്ങളും പറയുന്നത് സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. ഈ മാനസികമായിട്ടുള്ള അവസ്ഥ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുള്ളതാണ്. ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് തന്നെ
ഈ മനസ്സിൻ്റെ അവസ്ഥയിൽ നിന്നാണെന്നുള്ളതാണ് പഠനങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ ചെറിയ ആക്ഷൻസ്, ധാരാളം ആക്ഷൻസ് നമുക്ക് ചെയ്യാൻ സാധിക്കും. മൈൻഡിനെ സ്ട്രെങ്തൻ ആക്കാൻ, ഇമോഷണലി സ്ട്രോങ് ആക്കാനുള്ള ധാരാളം ആക്ഷൻസ് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമ്മളൊക്കെ നടക്കുന്ന മെൻറ്റൽ സ്ട്രെങ്ത്തിൻ്റെ കോഴ്സുകൾ, ഇമോഷൻ ഇൻ്റലിജൻസിൻ്റെ കോഴ്സുകളെല്ലാം എങ്ങനെ മനസ്സിന് ചെറിയ ചെറിയ ആക്ടിവിറ്റികളിലൂടെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും, അതിലൂടെ അസുഖങ്ങൾ എങ്ങനെ മറികടക്കുവാൻ സാധിക്കും, സന്തോഷകരമായ ജീവിതം എങ്ങനെ നമുക്ക് കൊണ്ടുവരുവാൻ സാധിക്കും എന്നുള്ളതെല്ലാം നമുക്ക് കാണുവാൻ സാധിക്കും. നമുക്കറിയാം മനുഷ്യൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ സാമ്പത്തിക പ്രശ്നം മാത്രമല്ല മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ, അല്ലേ? സാമ്പത്തികമല്ലാത്ത പ്രശ്നങ്ങൾ മനുഷ്യർക്ക് ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളുടെയും കാരണം എന്ന് പറയുന്നത് അത് ഇമോഷൻസ് ബന്ധപ്പെട്ടത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പഠനങ്ങളിലെല്ലാം തന്നെ പറഞ്ഞു വയ്ക്കുന്നത് മനസ്സും ശരീരവും തമ്മിൽ വളരെ ബന്ധപ്പെട്ടാണ്. പൊതുവേ നാം പറയാറുണ്ട് മനസ്സിൻ്റെ മുഖം മനസ്സിൻ്റെ കണ്ണാടിയാണെന്നെല്ലാം പറയാറുണ്ട്. അതുപോലെ തന്നെ ശരീരത്തിലും ഇത് വളരെയധികം ദുർവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാക്കുന്ന തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ വളരെ സ്വാസ്ഥ്യമുള്ള ജീവിതം നമുക്ക് നയിക്കാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. അതുപോലെ തന്നെ കോപം, ദേഷ്യം, ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ആങ്കർ മാനേജ്മെൻറ്റ് എത്രമാത്രം ഫലപ്രദമായി നടപ്പാക്കാൻ കഴിയുമെന്നുള്ളതിനെ പറ്റി കുറച്ച് വിശദമായിട്ട് നമുക്ക് സംസാരിക്കാം. ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ്. കാരണം ചർച്ച ചെയ്യണമെന്ന് പറയാൻ കാരണം നമ്മൾ വിചാരിക്കുന്ന ദേഷ്യപ്പെടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ, അല്ലേ? പക്ഷെ ദേഷ്യമുണ്ടാക്കുന്ന ഒരു ദുർവ്യാപകമായ സൈക്കോസൊമാറ്റിക് എഫക്റ്റ് വളരെ വളരെ സ്ട്രോങ് ആണ്. അതെ, ദേഷ്യം ഡയറക്റ്റ്ലി ഹൃദയത്തെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത്, അല്ലേ? ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് ഹൃദയത്തെയാണ്. ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യത 7 ഇരട്ടിയാണ്. പഠനങ്ങൾ നടന്നിട്ടുണ്ട്, ധാരാളം പഠനങ്ങളുണ്ട്. ഇപ്പോൾ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി മെഡിക്കൽ യൂണിവേഴ്സിറ്റി നടത്തിയ ഒരു പഠനമുണ്ട്. അത് ശരിക്കും ഈ ഹാർട്ട് അറ്റാക്ക് വന്ന ആളുകൾക്ക് അവർ 2 കണ്ടീഷനിലായിട്ട് അവരെ ട്രീറ്റ് ചെയ്തു. ഒന്ന്, ഹാർട്ട് അറ്റാക്ക് വന്ന ആളുകൾക്ക് ആങ്കർ മാനേജ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യിപ്പിച്ചു. മറ്റേ ആൾക്കാരെ ഒന്നും ചെയ്യിപ്പിച്ചില്ല. ഈ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായ ആളുകൾ ഈ ആങ്കർ മാനേജ്മെൻറ്റ് പ്രോഗ്രാമിലൂടെ കടന്നുപോയ ആളുകൾക്ക് പിന്നീട് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിട്ടുള്ള സാഹചര്യം വളരെ വിരളമായിരുന്നു, കുറഞ്ഞു. പക്ഷേ ഇത് ആങ്കർ മാനേജ് ചെയ്യാൻ ഉള്ള ട്രെയിനിങ് കിട്ടാത്ത ആളുകളിൽ 46% ആളുകളിലും രണ്ടാമത് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി എന്നാണ് പഠനം പറയുന്നത്. ഇതിനകത്ത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞു 3 ബിഗ് ഇമോഷൻസ്: ആങ്കർ, ആങ്സൈറ്റി, ഡിപ്രഷൻ. ഇതിൽ ആങ്കർ എന്ന് പറയുന്നത് ധാരാളം ആളുകൾക്കുള്ളതാണ്. ഓരോ പ്രാവശ്യവും ദേഷ്യപ്പെടുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ഇടിപ്പ് കൂടുന്നു, ബ്ലഡ് പ്രഷർ കൂടുന്നു. അത് ഹൃദയത്തെ താങ്ങാനായിട്ട് സാധിക്കുന്നില്ല. അതാണ് യഥാർത്ഥ ഹൃദയത്തിൻ്റെ കപ്പാസിറ്റി ഓരോ പ്രാവശ്യം ദേഷ്യപ്പെടുമ്പോഴും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. അതായത് ഈ ദേഷ്യത്തെ കൈകാര്യം ചെയ്യാൻ ശരിക്കും പറഞ്ഞാൽ ഹൃദയമാണ് ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുക്കുന്നത്, അല്ലേ? ഹൃദയമാണ് ഏറ്റവും കൂടുതൽ എഫേർട്ട് ഇടുന്നതും ഹൃദയമാണ് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യപ്പെടുന്നത്. ഒരാൾ ദേഷ്യപ്പെടുമ്പോൾ ഹൃദയത്തിലേക്കാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വേവുകൾ കടന്നു വരുന്നതും. അത് ഹൃദയത്തിന് ശക്തി ഇല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാവില്ലേ? ഹൃദയത്തിന് ശക്തിയാണ് നമുക്ക് ജീവിക്കാനായിട്ട് സഹായിക്കുന്നത് തന്നെ. നമ്മുടെ ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യപ്പെടാൻ കാർഡിയോ വാസ്കുലർ സിസ്റ്റം ഫങ്ഷൻ ചെയ്യണമെങ്കിൽ ഹൃദയത്തിന് ഇടിപ്പ് വളരെ ആവശ്യമാണ്. ഇതിനകത്ത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ വികാരങ്ങൾ എപ്പോഴും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഇതിനെ അലോസ്റ്റാറ്റിക് ലോഡ് എന്ന് പറയും. എന്നുവെച്ചാൽ ഇമ്മ്യൂൺ സിസ്റ്റത്തെ വിയർ ആൻഡ് ടിയർ ചെയ്യിക്കാനായിട്ട് ഇടയാക്കുന്നൊരു കാര്യമാണ് ഈ പറയുന്ന ഇമോഷൻസ്. ഈ ഇമ്മ്യൂൺ സിസ്റ്റത്തെ മാനേജ് ചെയ്യാനായിട്ട് നമ്മെ സഹായിക്കുന്നതാണ്, അല്ലെങ്കിൽ നമ്മെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ പറയുന്ന വികാരങ്ങളെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത്. നാം ദേഷ്യപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ഡിപ്രസ്ഡ് ആകുമ്പോൾ, സാഡ്നെസ് ആകുമ്പോൾ, ആങ്സൈറ്റി ആകുമ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം വീക്കാകുകയാണ്, അല്ലെങ്കിൽ വിയർ ആൻഡ് ടിയർ തേഞ്ഞ് തീർന്നുകൊണ്ടിരിക്കുകയാണ്. ദേഷ്യപ്പെടുമ്പോൾ ഹൃദയം തേഞ്ഞ് തീരുകയാണ്. ഈ ദേഷ്യപ്പെടുമ്പോൾ ഹൃദയത്തിൻ്റെ ശക്തി കുറയുകയാണ്. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഓക്സ്ഫോർഡിലൊക്കെ യൂണിവേഴ്സിറ്റിയിലെ അല്ലെങ്കിൽ മെഡിക്കൽ സയൻസിലെ ഡോക്ടേഴ്സ് ചില എക്സാമ്പിൾസ് ഒക്കെ പറയാറുണ്ട്. അപ്പോൾ അവർ രോഗികളോട് ചോദിക്കും, ചില ഓപ്പറേഷൻസ് ചെയ്യുന്ന സമയത്ത് ചോദിക്കും, നിങ്ങൾ ഓപ്പറേഷന് തയ്യാറാണോ? നിങ്ങൾ ടെൻഷൻ ഇല്ലാതെയാണോ, അല്ലെങ്കിൽ കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടാണോ ഈ ഓപ്പറേഷൻസിന് വന്നിരിക്കുന്നത്? ചില ആൾക്ക് വളരെയധികം വെപ്രാളം കാണിക്കും, ചില ആൾക്ക് ശാന്തമായിട്ട് അവർ തയ്യാറായിട്ട് വരും. അപ്പോൾ ഈ വെപ്രാളം കാണിക്കുന്ന അല്ലെങ്കിൽ ടെൻസ്ഡ് ആയിട്ടുള്ള ആളുകളെ അവരന്ന് ഓപ്പറേറ്റ് ചെയ്യില്ല. കാരണം അന്ന് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലീഡിങ് വളരെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുവഴി മരണം ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്. കാരണം ടെൻഷൻ കൂടുമ്പോൾ, അല്ലെങ്കിൽ ആങ്സൈറ്റി കൂടുമ്പോൾ ബ്ലഡ് കൂടുതൽ സർക്കുലേറ്റ് ചെയ്യപ്പെടുകയും ബ്ലഡ് പ്രഷർ കൂടുകയും അല്ലെങ്കിൽ ഹൃദയമിടിപ്പ് കൂടുകയും ചെയ്യുന്നത് വഴി ബ്ലീഡിങ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ അത് വൂണ്ട് ഹീൽ ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്.
അപ്പം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞ ഇമ്മ്യൂൺ സിസ്റ്റത്തെയാണ് നേരിട്ട് അല്ലെങ്കിൽ അല്ലോസ്റ്റാറ്റിക് ലോഡ് കൂടുകയും അല്ലെങ്കിൽ ആ വിയർ ആൻഡ് ടിയർ കൂടുകയും ചെയ്യുന്ന വഴി ഹൃദയത്തെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ദേഷ്യമാണ് ഏറ്റവും കൂടുതൽ ഹൃദയത്തെ അഫക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ദേഷ്യമുള്ളവർ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. മാത്രമല്ല രണ്ടാമത് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ പഠനങ്ങളിലെല്ലാം ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഓഫ് ഡ്യൂക്ക് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഓഫ് നോർത്തേൺ കരോലിന ഇവരെല്ലാം ധാരാളം പഠനം നടത്തിയതിൽ 7 മുതൽ 10% വരെ സാധ്യത ഇരട്ടിയാണ് ഈ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ ബാധിക്കുന്ന ഈ ദേഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ പ്രാവശ്യവും ദേഷ്യപ്പെടുമ്പോൾ നാം ചിന്തിക്കുക, എൻ്റെ ഹൃദയത്തെയാണ് ഞാൻ തകർത്തുകൊണ്ടിരിക്കുന്നത്, എൻ്റെ ശരീരത്തെയാണ് ഞാൻ തകർത്തുകൊണ്ടിരിക്കുന്നത്, ഞാൻ മരണത്തിലേക്ക് പതിയെ നടക്കുകയോ ഓടുകയോ ചെയ്യുകയാണ് ഓരോ പ്രാവശ്യവും ദേഷ്യം കൂടുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു, ഈ സ്റ്റാൻഫോർഡ് മെഡിക്കൽ സർവകലാശാലയിൽ ഹൃദയാഘാതമുണ്ടായ ആളുകൾക്ക് ഒരു പ്രോഗ്രാം കൊടുത്തു. ആ പ്രോഗ്രാം ആങ്കർ മാനേജ് ചെയ്യാൻ, ദേഷ്യത്തെ മാനേജ് ചെയ്യാനുള്ള പ്രോഗ്രാമായിരുന്നു. ആ പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ആ വ്യക്തികളുടെ പിന്നീട് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കുറയുകയും ഉണ്ടാകാതിരിക്കുകയും ചെയ്തു. അപ്പോൾ ഞാനിത് സ്റ്റാൻഫോർഡിലെ കാര്യം മാത്രമല്ല, എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന പല ആളുകളുമുണ്ട്. അവരിൽ പലർക്കും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇൻ്റർവെൻഷൻസിലൂടെ അവരുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുവാൻ നമുക്ക് സാധിച്ചു എന്നാണ് ആങ്കർ മാനേജ്മെൻറ്റ് കോഴ്സ്. പലരും പറയും എനിക്ക് ദേഷ്യത്തെ അടക്കാൻ സാധിക്കുന്നില്ല, ദേഷ്യം വന്നു കഴിയുമ്പോൾ പാത്രം വലിച്ചെറിയുക, അല്ലെങ്കിൽ മൊബൈൽ അടിച്ചു പൊട്ടിക്കുക, ഗ്ലാസ് അടിച്ചു പൊട്ടിക്കുക, ഭാര്യയോ ഭർത്താവിനെയും മക്കളെയും തല്ലുക, ഇതെല്ലാം ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷേ ഒരു പീരീഡ് ഓഫ് ടൈമിലെ മൈൻഡ്ഫുള്ളായ ഇൻ്റർവെൻഷൻസിലൂടെ നമുക്ക് ദേഷ്യത്തെ മാറ്റുവാൻ സാധിക്കും. അതായത് ഒരു ദേഷ്യം വരിക എന്ന് പറയുന്നത് വളരെ പെട്ടെന്നായിരിക്കും വരുന്നത്. ഇപ്പോൾ നമുക്ക് പോലും ചിന്തിക്കാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ ദേഷ്യം വരും. അപ്പോൾ ആ സമയത്ത് നമുക്കതിനെ നിയന്ത്രിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ അവിടെയാണ് ഈ പറയുന്ന ശാസ്ത്രീയമായ സമീപനം നാം സ്വീകരിക്കുന്നതും ഈ മെഡിക്കൽ സയൻസിൽ അവരും സ്വീകരിച്ച അതേ സമീപനം തന്നെയായിരുന്നു. ഇപ്പോൾ പറഞ്ഞു, ദേഷ്യം വരുമ്പോൾ പെട്ടെന്ന് വരികയാണ്, എനിക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നതിന് മുമ്പ് ഞാൻ ആക്ട് ചെയ്ത് പോവുകയാണ്, ഞാൻ വാക്ക് പറഞ്ഞ് പുറത്തെൻ്റെ വായിൽ നിന്ന് പോകുന്നു, അല്ലെങ്കിൽ ആക്ഷൻസ് ഉണ്ടായി പോകുന്നു. പക്ഷേ ഈ കുറേ മൈൻഡ്ഫുൾനെസ് അല്ലെങ്കിൽ കൊഗ്നിറ്റീവ് CBT പോലുള്ള ചില ചെറുതും വലുതുമായ തെറാപ്പി ആളുകൾക്കനുസരിച്ച് കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഞാൻ ദേഷ്യപ്പെടാനായിട്ട് പോവുകയാണ് അല്ലേ. അത് തിരിച്ചറിയുമ്പോൾ ആൾക്ക് ട്യൂൺ ചെയ്യാൻ സാധിക്കും, ഞാൻ ദേഷ്യപ്പെടാനുള്ള സാധ്യത വന്നിരിക്കുന്നു, ഞാൻ ദേഷ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്, ദേഷ്യപ്പെട്ടത് ഇങ്ങനെയെല്ലാം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അല്ലാതെ ഒരിക്കലും ദേഷ്യം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കില്ല. ദേഷ്യം എന്ന് പറയുന്നത് നല്ലൊരു വികാരം തന്നെയാണ്. പണ്ടങ്ങ് പറയുന്ന മോഡറേറ്റ് ആയിട്ടുള്ള ദേഷ്യം എപ്പോഴും നല്ലത് തന്നെ, അതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള ദോഷവുമില്ല. പക്ഷേ ഈ ദേഷ്യം പുറത്ത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയാതെ ഔട്ട് ബേസ്റ്റ് ആകുകയും അത് മറ്റുള്ളവർക്ക് ദോഷമാകുകയും അതുവഴി ബന്ധങ്ങൾ തകരുകയും മാത്രമല്ല, ദേഷ്യം വരുമ്പോൾ 2 വിധത്തിൽ സംഭവിക്കുന്നത്. ഒന്ന്, മറ്റേയാൾക്കും പ്രശ്നം ഉണ്ടാകുന്നു, സ്വന്തമായിട്ടും പ്രശ്നം ഉണ്ടാകും അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇതൊരു ആങ്കർ എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ഇമോഷൻ തന്നെയാണ്. അത് മരണത്തിലേക്ക് നമ്മെ പതിയെ നയിക്കുന്ന ഒരു കാര്യം. പലരും ചോദിക്കും, ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്ന എല്ലാവർക്കും ദേഷ്യമുണ്ടോ എന്ന്. ഇവിടെ ഞാൻ എക്സെപ്ഷൻ പറയുകയാണ്. ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്ന എല്ലാവരും ദേഷ്യം കൊണ്ടല്ല ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത്, പല പല കാരണങ്ങളുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ദേഷ്യമുണ്ടെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. കുറേ അധികം ആളുകൾ അതിൽ ദേഷ്യമുള്ള ആളുകളാണ്. കാരണം പല ആളുകളും വിളിക്കുമ്പോൾ നമുക്കറിയാം ദേഷ്യം നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല, ഇമോഷൻസ് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല, ആഗ്രഹമുണ്ട് എന്നെല്ലാം പറയുന്നുണ്ട്. നിങ്ങൾ ഹൃദയാഘാതമായി ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? നിങ്ങളുടെ സമയം കുറേ പോകുന്നു, നിങ്ങളുടെ പണം കുറേ നഷ്ടപ്പെടുന്നു, നിങ്ങളുടെ ബന്ധുക്കളും മിത്രാദികളും എല്ലാം ദുഃഖിക്കുന്നു, വിഷമിക്കുന്നു, മനസ്സ് തളർന്നു പോകുന്നു. ഓരോ പ്രാവശ്യം ഹാർട്ട് അറ്റാക്ക് ഉണ്ടായാൽ പിന്നീട് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാകുന്നു. ആത്മവിശ്വാസം പിന്നീട് അതിനെ പേടിച്ച് ജീവിക്കേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ ഇതിനെല്ലാം പരിഹാരമായി ദിവസവും അതല്ലെങ്കിൽ ആഴ്ച 2-3 ദിവസമോ 15 മിനിറ്റ് 20 മിനിറ്റ് ഒന്ന് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ മാത്രമല്ല ഇമോഷൻസിനെ മൊത്തം നിയന്ത്രിക്കാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ എത്രമാത്രം മനോഹരമായിരിക്കും ജീവിതം. ഇമോഷൻസ് നിയന്ത്രിക്കാൻ സാധിക്കും തീർച്ചയായിട്ടും. അത് ആങ്കർ മാത്രമല്ല, സ്ട്രെസ്സ് മാത്രമല്ല, ആങ്സൈറ്റി മാത്രമല്ല, ഈവൻ സെക്ഷൽ ഡ്രൈവ് മാത്രമല്ല. ഇപ്പോൾ ചില ആൾക്കാർ പറയും എനിക്ക് പോൺസ് കാണണം, പോൺ കണ്ടേ പറ്റത്തുള്ളൂ, എനിക്ക് സെക്സ് ചെയ്യാൻ വളരെയധികം ഇമ്പൾസീവായിട്ട് വരുന്നു, അതല്ലെങ്കിൽ എനിക്ക് പണത്തോട് വളരെ ഗ്രീഡുണ്ട്, അല്ലെങ്കിൽ ദേഷ്യം നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല, അസൂയ ഭയങ്കരമാണ്. ഇതെല്ലാം ഇമോഷനെ ബന്ധപ്പെട്ട കാര്യം. പക്ഷേ ഏത് ഇമോഷൻസിനെയും നമുക്ക് നമ്മുടെ കയ്യിൽ കൊണ്ടുവരുവാൻ സാധിക്കും. ഇത് ഇൻറ്റേർണൽ ലോക്കസ് ഓഫ് കൺട്രോൾ എന്നും സയൻസിൽ പറയാറുണ്ട്. എനിക്ക് എൻ്റെ വികാരത്തെ നിയന്ത്രിക്കാൻ കഴിയുക. പലപ്പോഴും മറ്റുള്ളവരാണ് നിയന്ത്രിക്കുന്നത്. ഇല്ല, ഒരാൾ എന്നെ ചീത്ത പറഞ്ഞു, അപ്പോൾ ഞാൻ ദേഷ്യപ്പെടുകയാണ്, അല്ലെങ്കിൽ എനിക്ക് ആ സാഹചര്യങ്ങളൊന്നും ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ഞാൻ ദേഷ്യപ്പെടുകയാണ്. കാരണം എക്സ്റ്റേണൽ സർക്കംസ്റ്റാൻസസ് നമ്മെ അഫക്റ്റ് ചെയ്യുകയാണ്.
ശരിക്കും സർവൈവൽ മെക്കാനിസം എന്ന നിലയിൽ കൂടി ദേഷ്യം പ്രവർത്തിക്കുന്നില്ലേ? അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, മോഡറേറ്റ് ആയിട്ടുള്ള ദേഷ്യം നല്ലത് തന്നെയാണ്. ഇപ്പോൾ കുഞ്ഞ് അനുസരിക്കുന്നില്ല, അല്ലെങ്കിൽ കുട്ടികൾ സ്റ്റുഡൻസ് നമ്മൾ പറയുന്ന അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നില്ല, വേണമെങ്കിൽ മൈൻഡ് ചെയ്യാതെ ഇഗ്നോർ ചെയ്ത് പോവാം. പക്ഷെ അവിടെ ദേഷ്യവികാരം ഒരു കറക്റ്റീവ് മെക്കാനിസം ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ആ കുട്ടിയെ ഒരു കല്ലെടുത്തിടുകയോ അതല്ലെങ്കിൽ കർണത്തടിച്ച് പൊളിക്കുകയോ ചെയ്യുന്നത്, ദാറ്റ് ഈസ് ബിയോണ്ട് അവർ ഇമോഷണൽ കൺട്രോൾ. ഇതിനകത്ത് ഇമോഷൻസിനെ കുറിച്ച് ഈ ഫിലോസഫേഴ്സ് എല്ലാം പലരും പറയുന്നുണ്ട്, ഒരു മുള്ളിലേക്ക് ഇടിക്കുക അല്ലേ, മുള്ളിലേക്ക് ഇടിച്ച് എന്ത് പറ്റും? നമ്മുടെ കൈ തകർന്നു പോകും, നമ്മുടെ കൈ ചതഞ്ഞു പോകും. എപ്പോഴും അത് തന്നെയാണ് സംഭവിക്കുന്നത്. ദേഷ്യം വന്നു കഴിയുമ്പോൾ നമുക്ക് തന്നെയാണ് അധികം എഫക്റ്റ് ഉണ്ടാകുന്നത്. ഇപ്പോൾ നാം ഒരാൾ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ അയാൾ നന്നാവാൻ സാധ്യതയുണ്ടോ? വളരെ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ ബന്ധം തകരാനുള്ള സാധ്യതയുള്ളൂ, അയാൾ നമ്മൾ ശത്രു ആകാനുള്ള സാധ്യതയുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ അയാൾ ദേഷ്യം തിരിച്ച് ദേഷ്യപ്പെടുകയും അയാൾ നമ്മൾ മുറിവേൽപ്പിക്കുകയും ചിലപ്പോൾ ശാരീരികമായി അദ്ദേഹം നമ്മെ ഉപദ്രവിക്കുകയും ചെയ്യാനുള്ള സാധ്യതയുള്ളൂ. ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കുന്നത്? ഹൃദയത്തിൻ്റെ ആരോഗ്യം നഷ്ടപ്പെടുന്നു. ഹൃദയത്തിൻ്റെ ആരോഗ്യം മാത്രമല്ല, കാർഡിയോവാസ്കുലർ ഡിസീസ് മാത്രമല്ല, ഹൃദയത്തിന് ഏറ്റവും മേജറായി ബാധിക്കുന്നത്, പക്ഷേ ഇത് ഇമ്മ്യൂൺ സിസ്റ്റത്തെ വളരെയധികം ബാധിക്കും. ഞാൻ പറഞ്ഞ അലോസ്റ്റാറ്റിക് ലോഡ് നമ്മുടെ ശരീരത്തിൻ്റെ ഹൃദയത്തെ ഉൾപ്പെടെ പല ശരീരത്തിൻ്റെ അവയവങ്ങളെയും ഇത് ടീർ വീർ ചെയ്യിപ്പിക്കുന്നു. ഇമ്മ്യൂണിറ്റി നഷ്ടപ്പെട്ടാൽ പിന്നെ എപ്പോഴും അസുഖം വന്നുകൊണ്ടിരിക്കില്ല. എപ്പോഴും അസുഖം വന്നുകൊണ്ടിരുന്നാൽ എപ്പോഴും ഹോസ്പിറ്റലിൽ പോകണം, എപ്പോഴും ചുമ ഉണ്ടാകുന്നു, കോൾഡ് ഉണ്ടാകുന്നു, ആസ്മ ഉണ്ടാകുന്നു. ഇതെല്ലാം വളരെയധികം നമ്മുടെ സ്വാസ്ഥ്യം അല്ലെങ്കിൽ വെൽബീയിങ്ങിനെ സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ്. ഇമോഷൻസ് തീർച്ചയായും നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതിൻ്റെ 5ഓളം ട്രെയിനിങ് ടെക്നിക്സുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. മെഡിറ്റേഷൻ ഉൾപ്പെടെ, മൈൻഡ്ഫുൾനെസ് ഉൾപ്പെടെ, കോഗ്നിറ്റീവ് റീഫ്രെയിമിംഗ് ഉൾപ്പെടെയുള്ള 4-5 ടെക്നിക്കുകളിലൂടെ നമുക്ക് ദേഷ്യത്തെ ഒരു പരിധി വരെ, ദേഷ്യം പൂർണ്ണമായി ഒഴിവാക്കാൻ കഴിയുമെന്നുള്ളതല്ല, പൂർണ്ണമായി പരിഹരിക്കാൻ കഴിയും. അതിലൂടെ നല്ല ബന്ധങ്ങൾ നിലനിർത്താൻ സാധിക്കും. പലപ്പോഴും നമുക്കറിയാം എത്രയോ ബന്ധങ്ങളാണ് ദേഷ്യത്തിൽ നഷ്ടപ്പെടുന്നത്. ദേഷ്യം വന്ന് മൈൻഡ്ഫുൾനെസ് അല്ലാതെ ചില വാക്ക് ഉപയോഗിച്ചു, ചിലർ ശാരീരികമായി ആക്രമിക്കുന്നു, വളരെ മോശമായ വാക്കുകൾ പ്രയോഗിക്കുന്നു, സ്വയമായി മനുഷ്യൻ ദേഷ്യം വന്നിട്ട് പീഡിപ്പിക്കുന്നു. എനിക്ക് പലരും അറിയാം, സ്വയമായി തലയിലേക്ക് ഭിത്തി ഇടിക്കുക, അല്ലെങ്കിൽ കൈ കൊണ്ടുപോയി ഭിത്തിയിലിടിക്കുക, അല്ലെങ്കിൽ കൈ മുറിക്കുക. ഇതൊക്കെ ചില ആൾക്ക് ദേഷ്യത്തെ മാനേജ് ചെയ്യാനായിട്ട് അൺസയൻറ്റിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ശരിയാതല്ലാത്ത മാർഗ്ഗം ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെയാണ് ഈ ദേഷ്യം എന്ന് പറയുന്ന ഈ ബിഗ് ആയിട്ടുള്ള ആ വികാരത്തെ നിയന്ത്രിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്ന വഴി ഹൃദയത്തിൻ്റെ ആരോഗ്യവും ശരീരത്തിൻ്റെ ആരോഗ്യം അതുപോലെ ലോങ് ടൈം ആയിട്ടുള്ള ഒരു ഹാപ്പിനെസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. 3 ബിഗ് ഇമോഷൻസിനകത്ത് ഒന്നാമത് പറയുന്നത് ആങ്കറാണ്. ഈ 2 ഇമോഷൻസ് കൂടി അതിനകത്തുണ്ട്. അത് ഒന്ന് ആങ്സൈറ്റി, മൂന്നാമത്തെ ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് സയൻസ് ഇറസ്പെക്റ്റീവ് ഓഫ് സ്റ്റഡീസ് പ്രൂവ് ചെയ്തേക്കുന്ന കാര്യമാണ് ആങ്സൈറ്റിയും സ്ട്രെസ്സും കടുത്ത ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളത്. ഇപ്പോൾ ആങ്കറിൻ്റെ കാര്യത്തിലാണെങ്കിലും ഡിപ്രഷൻ്റെ കാര്യത്തിലാണ് ചില ഡിസൊപ്പീനിയൻസ് ഉണ്ടെങ്കിലും ഡിസഗ്രിമെൻറ്റ്സ് ഉണ്ടെങ്കിലും സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി ഇതിൻ്റെ ശാരീരിക പ്രത്യാഘാതത്തിൽ യാതൊരു വിധത്തിലുള്ള ഡിബേറ്റിങ്ങും ഇല്ലാത്ത സ്റ്റഡീസ് നമുക്ക് കാണാൻ സാധിക്കും. സ്ട്രെസ്സും ആങ്സൈറ്റിയുമുള്ള ആളുകളിൽ ശാരീരിക പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത വളരെ ഡയറക്റ്റ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനകത്ത് പുരുഷന്മാരിൽ ആങ്സൈറ്റിയും ഹോസ്റ്റിലിറ്റിയും, അപ്പോൾ ആങ്സൈറ്റി എന്ന ഉത്കണ്ഠയും ഹോസ്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ വൈരാഗ്യം, സ്ത്രീകളിൽ ഫിയറും ആങ്സൈറ്റിയും, ഇത് രണ്ടുമാണ് ഈ കോമ്പിനേഷനാണ് ഏറ്റവും അധികം ദുർവ്യാപകമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഹോസ്റ്റിലിറ്റി, മറ്റുള്ളവരോട് വൈരാഗ്യം അല്ലെങ്കിൽ വൈരം ഉണ്ടാകുക എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും കുഴപ്പമൊന്നുമില്ലാന്ന്, പക്ഷെ അതുണ്ടാക്കുന്ന ഈ അല്ലോസ്റ്റാറ്റിക് ലോഡ് അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഓരോ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെയും ടീർ വീർ ഉണ്ടാക്കുന്നത് വളരെയധികം കൂടുതലാണ്. ഒരാളോട് വൈരാഗ്യം വെച്ച് പുലർത്തുക എന്ന് പറയുന്നത് അത് നാം വിചാരിക്കുന്നതിനൊക്കെ അപ്പുറമായിട്ടുള്ള ഒരു ശാരീരിക പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ്. അതുപോലെ സ്ട്രെസ്സും ആങ്സൈറ്റിയും ഉണ്ട്. ഇപ്പോൾ സ്ട്രെസ് എന്ന് പറയുന്നത് പൊതുവെ പഴയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്തുള്ള വിഷമവും ബുദ്ധിമുട്ടൊക്കെ സ്ട്രെസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് സ്ട്രെസ്സും ആങ്സൈറ്റിയും ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഈ രണ്ടും വളരെയധികം ദോഷമാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ സ്റ്റഡീസിലൊക്കെ കാണാൻ സാധിക്കും, ഫൈനൽ ഇയർ എക്സാംസ് എഴുതുന്ന മെഡിക്കൽ സ്റ്റുഡൻസിനെ നടത്തിയ പഠനങ്ങളിൽ പരീക്ഷയെക്കുറിച്ചുള്ള സ്ട്രെസ് അവരുടെ പെർഫോമൻസ് കുറച്ചുവെന്നും അവർ ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നും നമുക്ക് പറയാൻ സാധിക്കും. ചില സമയങ്ങളിലൊക്കെ ആൾക്കാർ വന്ന് പറയാറുണ്ട്, പരീക്ഷയാകുമ്പോൾ ഹെഡ് ഏക്ക് ഉണ്ടാകുക, അല്ലെങ്കിൽ കോൾഡ് ഉണ്ടാകുക, ഫ്ലൂ ഉണ്ടാകുക, മൈഗ്രെയിൻ ഉണ്ടാകുക, സൈനിസം ഉണ്ടാകുക. അപ്പോൾ നമ്മൾ സൈനിസത്തിന് മരുന്ന് അല്ലെങ്കിൽ ഹെഡ് ഏക്കിന് മരുന്ന് കൊടുക്കും, പക്ഷേ അതല്ല യഥാർത്ഥത്തിൽ പരീക്ഷയെക്കുറിച്ചുള്ള പേടിയാണ്. അപ്പോൾ ഇതാണ് ആദ്യം പറഞ്ഞത്, മെഡിക്കൽ സയൻസ് വിത്തൗട്ട് ഇമോഷൻ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ എംപതി എന്ന് പറയും. ഈ എംപതി
എന്ന് പറയുന്നത് ഈ ആൾ എന്താണ് അണ്ടർഗോ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ ഇയാൾ യഥാർത്ഥത്തിൽ ഈ അസുഖം വരാൻ അല്ലെങ്കിൽ ഈ സിംറ്റം ഉണ്ടാകാൻ കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന മാനസിക അവസ്ഥയാണ്. ആങ്ഷൈറ്റി, സ്ട്രെസ്, ഹോസ്റ്റിലിറ്റി, ഫിയർ. ഇപ്പോൾ നമുക്കറിയാം ഈ കുറേ സ്റ്റഡീസ് കാണുന്നുണ്ട്. റീസെൻ്റ്ലി ഡിവോഴ്സ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് ഇടയിൽ ആങ്ഷൈറ്റി വളരെ കൂടുതലാണ്. അത് ഇവർക്ക് ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. മാത്രമല്ല സിംഗിൾ മദേഴ്സ്, അവർക്ക് വളരെയധികം കടുത്ത ഉത്കണ്ഠയും സ്ട്രെസ്സും ഉണ്ടാകുന്നതുകൊണ്ട് അവരിലും ധാരാളം അസുഖങ്ങൾ ഉണ്ടാകുന്നതായിട്ടുള്ള പഠനങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. മാത്രമല്ല പല കപ്പിൾസിലും അവർക്ക് ഒരേ സമയത്ത് കോൾഡ് വരുന്നു, ഫ്രീക്വൻ്റ് ആയിട്ട് കോൾഡ് വരുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള സ്റ്റഡീസ് പറയുന്നത് ഈ ഫ്രീക്വൻ്റ് ആയിട്ട് ഒരേപോലെ വരുന്നതിൻ്റെ കാരണം അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ കടുത്തതായിട്ടുള്ള ഉത്കണ്ഠയോ ആശങ്കകളോ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ സ്ട്രെസ്സും ആങ്ഷൈറ്റിയും കണക്ട് ചെയ്യുന്ന ധാരാളം അസുഖങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ അൾസേഴ്സ്, ആസ്മ, കാർഡിയോ വാസ്കുലർ ഡിസീസ്, ആർത്രൈറ്റിസ്, ബ്ലഡുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അതുപോലെ ശ്വാസവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ലങ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഇൻഫ്ലമേറ്ററി പ്രശ്നങ്ങൾ, ത്വക്കുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഇങ്ങനെ ധാരാളം. അത് പലപ്പോഴും നമുക്ക് എന്താണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. പക്ഷേ ഇത് ചികിത്സയും ആവശ്യമാണ്. റൂട്ട് കോസ് ഇതാണെങ്കിൽ തന്നെയും ഇതിന് ചികിത്സയും വേണം. ഒപ്പം തന്നെ മെഡിസിൻ വിത്ത് അല്ലെങ്കിൽ മെഡിക്കൽ സയൻസ് വിത്ത് ഇമോഷൻ ഇൻ്റലിജൻസ് വളരെ ആവശ്യമാണ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് ഈ 3 ഇമോഷൻസിലും ഏറ്റവും അധികം ദുർവ്യാപകമായി ഫലമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് സ്ട്രെസ്, ആങ്ഷൈറ്റി, ഹോസ്റ്റിലിറ്റി, ഫിയർ. വെറുതെ ഭയക്കുക, എൻ്റെ ജോലി പോകുമോ എന്ന് ഭയക്കുക, അല്ലെങ്കിൽ സംശയിക്കുക, അല്ലെങ്കിൽ എന്നെ ആരെങ്കിലും ആക്രമിക്കുമോ എന്ന് ഭയക്കുക, അല്ലെങ്കിൽ എനിക്കധികം രോഗം വരുമോ എന്ന് ഭയക്കുക. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം പുസ്തകങ്ങളൊക്കെ കാണുവാൻ സാധിക്കും. ഇപ്പോൾ മനുഷ്യൻ്റെ മനഃശാസ്ത്രത്തെക്കുറിച്ച് ധാരാളം പുസ്തകം, പവർ ഓഫ് പോസിറ്റീവ് മൈൻഡ് അല്ലെങ്കിൽ ദ മൈൻഡ് സെറ്റ്, ധാരാളം പുസ്തകങ്ങളെല്ലാം പറയുന്നത്, അല്ലെങ്കിൽ ദ മാൻ ഹു തിങ്കത്ത്, ഇതെല്ലാം പറയുന്നത് മനസ്സുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് നമ്മുടെ ഫ്യൂച്ചറും നമ്മുടെ ആരോഗ്യ വ്യവസ്ഥയും നമ്മുടെ ശരീരവും എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ആങ്ഷൈറ്റി ഉള്ള ആളാണ് നിങ്ങൾ, എന്തിനെക്കുറിച്ചും വളരെ ഉത്കണ്ഠ ഉള്ളവരായിരിക്കുക. അല്ലെങ്കിൽ സ്ട്രെസ്സിന് 2 സ്ട്രെസ് ഉണ്ട്, യൂസ്ട്രെസ് ആൻഡ് ഡിസ്ട്രെസ് ഉണ്ട്. ഇപ്പോൾ പരീക്ഷ ആയതുകൊണ്ട് പഠിക്കാൻ തോന്നുക എന്ന് പറയുന്ന സ്ട്രെസ് നല്ല സ്ട്രെസ് തന്നെ. പക്ഷേ അതേക്കുറിച്ച് ഓർത്ത് വിഷമിച്ച് സ്ട്രെസ് വെച്ച് തലവേദനയും ഒപ്പം തന്നെ പേടിയും പരീക്ഷ എഴുതാൻ കഴിയാതെയും വരുന്ന ഡിസ്ട്രെസ് ആയിട്ടുള്ള അവസ്ഥയാണ്. അതുപോലെ തന്നെ ഹോസ്റ്റിലിറ്റി ഇല്ല, വൈരാഗ്യം മനസ്സിൽ വെച്ചുകൊണ്ട് മനുഷ്യർ എത്രയോ വർഷങ്ങൾ ജീവിക്കുന്ന ആളുകളുണ്ട്. വർഷങ്ങൾ കഴിഞ്ഞിട്ട് ആൾ മരിച്ച ശേഷവും ഇപ്പോഴും വൈരാഗ്യം വെച്ച് പുലർത്തുന്ന ആളുകളുണ്ട്. ഇത് പുരുഷന്മാരധികം ഈ ഹോസ്റ്റിലിറ്റി സ്റ്റഡീസിൽ കാണുന്നത് വൈര്യം മനസ്സിൽ വയ്ക്കുക, എവല്യൂഷണറി വന്നിരിക്കുന്ന ഒരു സ്വഭാവമായിരിക്കും. അതാണ് ഈ അഗ്രസീവ്നെസ് എന്ന് പറയും. അഗ്രസീവ് ആകുക, ചില ഫിസിക്കലി അഗ്രസീവ് അല്ലെങ്കിൽ വാക്കുകൊണ്ട് അഗ്രസീവ് ആകുക. ഈ അഗ്രസീവ്നെസ്സും ഒപ്പം തന്നെ ഹോസ്റ്റിലിറ്റിയുമാണ് ആണിനെ സംബന്ധിച്ച് വളരെയധികം മെൻ്റലി സ്ട്രഗിൾ ചെയ്യിപ്പിക്കുകയും അത് രോഗമായി മാറുകയും ചെയ്യും. പെണ്ണിനെ സംബന്ധിച്ച് ആങ്ഷൈറ്റിയും സ്ട്രെസ്സും ഫിയറും, ഭയം, ഇപ്പോൾ തന്നെ ഇരിക്കാൻ ഭയം, അല്ലെങ്കിൽ രാത്രിയാകുമ്പോൾ ഭയം, തനിയെ നടക്കാനുള്ള ഭയം, അല്ലെങ്കിൽ അത് സംഭവിക്കുമോ എന്നുള്ള ഭയം, അല്ലെങ്കിൽ ആങ്ഷൈറ്റിയും സ്ട്രെസ്സും, ഇതെല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ അധികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഇപ്പോൾ ആർത്രൈറ്റിസ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വന്ന ചില ആളുകൾ നമ്മൾ സംസാരിക്കാറുണ്ട്, അല്ലെങ്കിൽ ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ വന്ന ആളുകൾ സംസാരിക്കാറുണ്ട്. ഈവൻ ഡയബറ്റിക്സ്, ഹാർട്ട് അറ്റാക്ക്, ഇവരൊക്കെ എല്ലാവരും വന്നില്ലെങ്കിലും ഒട്ടുമിക്ക ആളുകളും പറയാറുണ്ട്, എനിക്ക് സാറ് പറയുന്നത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, എനിക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, കാരണം എനിക്ക് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഞാൻ കടുത്ത മാനസിക വിഷമം അനുഭവിച്ച ആളാണ്, ഞാൻ കടുത്ത ഭയം അനുഭവിച്ച ആളാണ്, ഞാൻ കടുത്ത ഉത്കണ്ഠ അനുഭവിച്ച ആളാണ്, ഞാൻ ഒരാൾ വ്യക്തിവൈരാഗ്യം വെച്ച് പുറത്ത് കുറേ നാൾ ജീവിച്ച ആളാണ്. അപ്പോൾ ഈ സാഹചര്യങ്ങളിലൊക്കെയാണ് നാം പല തത്വചിന്തകളെയും അല്ലെങ്കിൽ ചില ആത്മീയ ആചാര്യന്മാരുടെയും അല്ലെങ്കിൽ പള്ളികൾ പോലെയുള്ള ആത്മീയ പ്രസ്ഥാനങ്ങളെയും സ്പിരിച്വാലിറ്റിയും എല്ലാം ഒരുപക്ഷെ കുറേ വൈരത്തെയും വൈരാഗ്യത്തെയും ഒക്കെ ഒക്കെ പിടിച്ചു നിർത്താൻ ഇവരെ കുറേ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത് ഇതെല്ലാം വെച്ചുകൊണ്ട് നടന്നതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് ഒരു നന്മയും ഇല്ല എന്ന് മാത്രമല്ല വലിയ ദോഷമാണ് ഉണ്ടാക്കുന്നത്. ഇതുപോലെ തന്നെ പല പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഡിപ്രഷൻ. ഞാൻ മൂന്നാമതായി പറയുന്ന ഒരു ബിഗ് ഇമോഷനാണ് ഡിപ്രഷൻ അല്ലെങ്കിൽ സാഡ്നെസ്. കുറേ കാലമായി ഏതോ വിഷയത്തിൽ സങ്കടപ്പെട്ടിരിക്കുക, ഒരു മൂഡില്ല, ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ചില ആളുകൾ വിളിച്ചിട്ട് പറയും ആഗ്രഹമുണ്ട്, ചെയ്യാൻ കഴിയുന്നില്ല, എന്തോ നിരാശ അല്ലെങ്കിൽ എന്തോ ദുഃഖം എന്നെ ഇങ്ങനെ ഒരു പുകമറ പോലെയോ അല്ലെങ്കിൽ മേഘം പോലെയോ മൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അറിയാൻ പറ്റില്ല, കാരണം അറിയുന്നത് ചിലപ്പോൾ കാരണം ഉണ്ടാകുമായിരിക്കും, പക്ഷേ ആ ഒരു പെർമനൻ്റ് ആയിട്ട് സാഡ്നെസ് ഇങ്ങനെ നിലനിൽക്കുകയാണ്. അതുകൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല, അതുകൊണ്ടൊന്നും ഒരു എനർജി കിട്ടുന്നില്ല, സമൂഹത്തിൽ പുറത്തേക്ക് പോകാൻ സാധിക്കുന്നില്ല. പ്രത്യേകിച്ച് ഡിവോഴ്സ് കഴിഞ്ഞ ആളുകൾ പലരും പറയാറുള്ളതാണ്, എനിക്ക് പുറത്ത് ആളുകളോട് സംസാരിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ബന്ധങ്ങൾ പുലർത്താൻ സാധിക്കുന്നില്ല, എനിക്ക് വിശ്വാസം വെച്ച് പുലർത്താൻ സാധിക്കുന്നില്ല, എനിക്ക് മറ്റുള്ളവരുടെ അടുത്തേക്ക് പോകാൻ സാധിക്കുന്നില്ല. സോഷ്യൽ സ്റ്റിഗ്മ എല്ലാം വന്ന് ഡിപ്രഷൻ അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. കുറേ ആളുകൾ പരീക്ഷകളിലൊക്കെ പരാജയപ്പെട്ട് ഡിപ്രഷൻ അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. കുറേ ആളുകൾ ബിസിനസ്സിൽ പരാജയപ്പെട്ട് ഡിപ്രഷൻ അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്.
ഇങ്ങനെ പല കോമൺ ആണ് പൊതുവെ ഡിവോഴ്സിന് ശേഷമുള്ള ആങ്സൈറ്റി പ്രോബ്ലം എന്ന് പറയുന്നത്. ഡിവോഴ്സിന് ശേഷം ഡിപ്രഷനിലേക്ക് പോവുക എന്ന് പറയുന്നത് മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഡിപ്രഷൻ അനുഭവിക്കാത്ത ആളുകൾ വളരെ കുറവായിരിക്കും. പക്ഷേ എസ്പെഷ്യലി ഡിവോഴ്സിന് ശേഷം മനുഷ്യൻ അനുഭവിക്കുന്നത് വളരെ കോമൺ ആയിട്ടുള്ള ഡിപ്രഷനാണ്. ഈവൻ ഡിവോഴ്സ് മാത്രമല്ല, ഡിവോഴ്സ് ചെയ്യണമെന്നില്ല, ഒരു ബന്ധത്തിലിരിക്കുമ്പോൾ ആ ബന്ധം ബ്രേക്കപ്പ് ആകുക അല്ലെങ്കിൽ ബന്ധം ഉദ്ദേശിക്കുന്നതിൽ വർക്ക് ചെയ്യാതെയോ ഇരിക്കുന്ന സാഹചര്യങ്ങളിൽ ഒരു ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ച് ജീവിച്ചു കഴിയുമ്പോൾ താൻ ഉദ്ദേശിച്ച ജീവിതമല്ല എന്ന് തോന്നുമ്പോൾ ആ ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ കുറേ നാൾ ജീവിച്ചു കഴിയുമ്പോൾ എൻ്റെ ജീവിതം ഇങ്ങനെയായല്ലോ, ഞാൻ സ്വപ്നം കണ്ട ജീവിതം ഇങ്ങനെയായല്ലോ, പക്ഷെ എനിക്ക് എൻ്റെ ജീവിതം ഇങ്ങനെയായല്ലോ, ഇനി നന്നാകാനുള്ള സാധ്യത ഇല്ലല്ലോ, ഒരു ഹോപ്പ് നഷ്ടപ്പെട്ട് നടുകപ്പെടുകയും ഇനി മുന്നോട്ടുള്ള വഴി അടയുകയും ചെയ്യുന്ന സാഹചര്യങ്ങളിൽ എല്ലാം തീർന്ന ചിന്തയോടുകൂടി മനുഷ്യൻ ഒരു പെർമനൻ്റായ സാഡ്നെസ്സിലേക്ക് കടന്നു പോകുകയാണ്. പൊതുവെ സാധാരണയായിട്ട് ഡിവോഴ്സിലേക്ക് കടന്നു കഴിഞ്ഞാൽ, ഡിവോഴ്സ് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഇതിന് ആ ഒരു സാഹചര്യത്തെ കൈകാര്യം ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ആങ്സൈറ്റിയിലേക്കൊക്കെ കടന്നു കൂടുന്ന സ്ത്രീകളായിരിക്കുമോ പുരുഷന്മാരായിരിക്കും? പഠനങ്ങൾ എടുത്തു നോക്കിയാലും എക്സ്പീരിയൻസ് എടുത്തു നോക്കിയാലും അധികം ഡിപ്രഷനിൽ കടന്നു പോകുന്നത് സ്ത്രീകളാണ്. പക്ഷേ അതിൻ്റെ ഒരു വിരോധാഭാസം എന്ന് പറയുന്നത് സ്ത്രീകൾ ഈ ഡിപ്രഷനെ മറികടക്കാനായി പല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കും. അല്ലെങ്കിൽ എനിക്ക് സങ്കടമില്ല, ഞാനിത് അതിജീവിച്ചു എന്ന് പ്രകടിപ്പിക്കാനായിട്ടുള്ള പല മെത്തേഡുകളും, ഇപ്പോൾ യാത്ര ചെയ്യുന്നതായിട്ടും സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്യുന്നതായിട്ടും ഞാൻ ഹാപ്പിയാണ്, ഇപ്പോഴാണ് ജീവിതം യഥാർത്ഥത്തിൽ ഞാൻ അനുഭവിച്ച് തുടങ്ങിയത്, ഇപ്പം എനിക്ക് സമാധാനമുണ്ട് എന്നെല്ലാം എക്സ്പ്രസ് ചെയ്യുന്നത് സ്ത്രീകളാണ്. പക്ഷേ സിംഗിൾ മദേഴ്സ് ആയിട്ടുള്ളവർ അല്ലെങ്കിൽ ഡിവോഴ്സിലായിട്ടുള്ള സ്ത്രീകൾ അവർ ലോങ് ടേം ആയിട്ടുള്ള ഡിപ്രഷനിലൂടെ കടന്നു പോകുന്നുണ്ടെന്നാണ് പഠനങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഓവർ എ പീരീഡ് ഓഫ് ടൈമിൽ എല്ലാവരും ഇതിനെ മറികടക്കും. പക്ഷേ സ്ത്രീകളാണ് കൂടുതൽ ഇൻറ്റൻസായി ഈ ഡിപ്രഷൻ അനുഭവിക്കുകയും പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് പൊതുവേ സമൂഹത്തിൽ സോഷ്യൽ സ്റ്റിഗ്മയിലൂടെ കടന്നു പോകേണ്ടവരായതുകൊണ്ട് തന്നെ അവർക്ക് സ്വാഭാവികമായിട്ടും സമൂഹം തന്നെ സ്ത്രീകളെ അധികം കുറ്റപ്പെടുത്തുന്ന ഒരു മനോഭാവമുണ്ട്. ഡിവോഴ്സ് ചെയ്യുന്ന സ്ത്രീകളെയാണ് അധികം ആളുകൾ കുറ്റപ്പെടുത്തുന്നത്. ശരിയോ തെറ്റോ എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യമാണെങ്കിൽ അതുകൊണ്ട് തന്നെ അവർക്ക് ധാരാളം ഡിപ്രഷൻസ് ഉണ്ടാകാൻ സാധ്യത. പിന്നെ പൊതുവേ സ്ത്രീകളെന്ന് പറയുന്നത് ഇമോഷണൽ ബീയിങ് ആയിട്ട് കാണപ്പെടുന്നവരും അങ്ങനെയാണ് താനും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഇമോഷൻസിനെ നിയന്ത്രിക്കാൻ കഴിയാതെ പെർമനൻ്റായ സാഡ്നെസ്സിലേക്ക് പോവുകയും അധികവും നമുക്ക് കാണാൻ വരുന്ന സംസാരിക്കുന്ന ആളുകളിൽ അധികം ഡിപ്രഷനെ ഫേസ് ചെയ്യുന്നവർ സ്ത്രീകൾ തന്നെയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബ്രേക്കപ്സ്, റിലേഷൻഷിപ്സ് ബ്രേക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ഡിപ്രഷനും ഒപ്പം തന്നെ ആങ്സൈറ്റി, സ്ട്രെസ്, ഹോസ്റ്റിലിറ്റി, ഈ ആങ്കറി 3 ഇമോഷൻസും ബിഗ് ഇമോഷൻസ് ആണെന്നും അത് നമുക്ക് ഗുരുതരമായ ശാരീരിക പ്രതിസന്ധി ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ബാക്ക് പെയിൻ വരിക, നമ്മൾ വിചാരിക്കും ബാക്ക് പെയിൻ എന്ന് പറയുന്നത് എല്ലിനുള്ള അല്ലെങ്കിൽ വേദനയായിരിക്കും, അല്ലെങ്കിൽ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ഡയബറ്റിക്സ്. ഇപ്പോൾ നമുക്ക് ചെറിയ ആൾക്കാരൊക്കെ ഡയബറ്റിക്സ് ഉണ്ടാവും, നല്ല എക്സസൈസ് ചെയ്യുന്ന ആളുകൾ, ഫാമിലി ഹിസ്റ്ററിയിൽ ആർക്കും ഡയബറ്റിക്സ് ഇല്ല, ഭക്ഷണം നന്നായി നിയന്ത്രിക്കുന്ന ആളാണ്, മധുരം കഴിക്കുന്നില്ല, നല്ല ആരോഗ്യത്തിൽ ഇരിക്കുന്നത്, പക്ഷെ പെട്ടെന്ന് നോക്കുമ്പോൾ അയാൾക്ക് ഡയബറ്റിക്സ് ആകുകയാണ്. ഇപ്പോൾ കൂടുതൽ അന്വേഷിച്ച് മനസ്സിലാക്കാൻ സാധിക്കും ഓവർ എ പീരീഡ് ഓഫ് ടൈം അദ്ദേഹം കടുത്ത സ്ട്രെസ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇത് അധികം പുരുഷന്മാരിലാണ് ഈ ഇങ്ങനെ ശാരീരികമായിട്ടുള്ള ഈ ഡയബറ്റിക്സ് പോലുള്ള പ്രശ്നങ്ങളെല്ലാം കടന്നു വരുന്നത്. പക്ഷേ ആർത്രൈറ്റിസ് പോലെ, പെയിൻ പോലെയുള്ള സ്ത്രീകളിലാണ്, മൈഗ്രെയിൻ പോലെയുള്ള സൈനസ് പോലുള്ള പല പ്രശ്നങ്ങളും അധികവും സ്ത്രീകളിലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഫൈബ്രോമയാൽജിയ, അങ്ങനത്തെ ഒത്തിരി പ്രശ്നങ്ങൾ, ഇതൊക്കെ ഈ പറയുന്ന ഫൈബ്രോമയാൽജി പോലുള്ള ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മനസ്സ് എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ ആരോഗ്യത്തെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ പറയും 3 കറൻസി എന്ന് പറയാറുണ്ടല്ലോ, ടൈം, ഹെൽത്ത്, വെൽത്ത്. എത്ര പണമുണ്ടായിട്ടും ആരോഗ്യമില്ല എങ്കിൽ കാര്യമില്ല. എത്ര സമയമുണ്ട് പക്ഷേ നമ്മുടെ കയ്യിൽ ആരോഗ്യമില്ലെങ്കിൽ നമുക്ക് സമയത്ത് വിനിയോഗിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ എപ്പോഴും ആരോഗ്യം എന്ന് പറയുമ്പോൾ ചിന്തിക്കേണ്ടത് ശാരീരിക ആരോഗ്യം മാത്രമല്ല, മാനസിക ആരോഗ്യം കൂടിയാണ്. മാനസിക ആരോഗ്യമുണ്ടെങ്കിൽ നമുക്ക് ശരീരത്തിൻ്റെ ആരോഗ്യത്തെ നമുക്ക് നന്നായിട്ട് കൊണ്ടുവരുവാൻ സാധിക്കും. അപ്പോൾ അതിന് ഏറ്റവും ആദ്യം ഫണ്ടമെൻ്റൽ ചെയ്യേണ്ട, അൺഫോർച്ചുനേറ്റ് നമ്മുടെ സ്കൂളുകളിലോ അതല്ലെങ്കിൽ കലാലയങ്ങളിലോ ഈവൻ പള്ളികളിലോ പോലും എങ്ങനെ ഇമോഷണലി ഒരു വ്യക്തിക്ക് ശക്തിയായി മാറാൻ സാധിക്കും, എങ്ങനെ പ്രശ്നങ്ങളെ മറികടക്കുവാൻ സാധിക്കും, എങ്ങനെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാം അല്ലെങ്കിൽ മൈൻഡിനെ സ്ട്രെങ്ത് ആക്കാമെന്നുള്ള പഠനങ്ങളോ രീതികളോ പ്രാക്ടീസ് ചെയ്യുന്നില്ല. എങ്ങനെ മാർക്ക് വാങ്ങാം, എങ്ങനെ ജോലി വാങ്ങാം, ഇതല്ലാതെ എങ്ങനെ നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുക. പല ആൾക്കാരും ആത്മഹത്യ ചെയ്യുകയും നിരാശയിലേക്ക് പോവുകയും ഡിപ്രഷൻ ഉണ്ടാകുകയും എല്ലാം ചെയ്യുന്നതിൻ്റെ കാരണം ഇത് തന്നെയാണ്. അപ്പോൾ സമൂഹത്തിന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ സേവനം ഒരുപക്ഷെ നാം ചെയ്യുന്നത് ഒരു മനുഷ്യൻ്റെ വികാരത്തെ നിയന്ത്രിക്കാനായിട്ട് നാം സഹായിക്കുന്നു. അതല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ വികാരങ്ങളെ നിയന്ത്രിക്കുന്നത് വഴി അല്ലെങ്കിൽ മനസ്സിന് ശക്തി കൊടുക്കുന്ന വഴി അവൻ്റെ ജീവിതത്തിൻ്റെ തുടർന്നുള്ള ഭാവിയെ തന്നെ മാറ്റുവാൻ നമുക്ക് സാധിക്കും. ഞാൻ 100% ഉറപ്പ് പറയുന്നു, ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ
ആർജിക്കേണ്ട ഏറ്റവും വലിയ കഴിവെന്ന് പറയുന്നത് മനസ്സിന് ശക്തി ഉണ്ടാകുക എന്നുള്ളതാണ്. മനഃശക്തി ഉണ്ടാകുന്ന വഴി വികാരങ്ങൾ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇമോഷൻ ഇൻ്റലിജൻസ് ആൻഡ് മെൻറ്റൽ സ്ട്രെങ്ത്, ദീസ് ആർ ദ 2 വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് സിഗ്നിഫിക്കൻറ്റ് സ്കിൽസ് എവരി വൺ ഷുഡ് അക്വയർ ഇൻ എ പോയിൻ്റ് ഓഫ് ടൈം. അതുണ്ട്, അതെന്നാണ് നേടുന്നത് അന്ന് മുതൽ അവൻ്റെ ജീവിതം വേറെ നിരയിലേക്ക് എത്തുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ 3 വികാരങ്ങളാണ് ഏറ്റവും ഫണ്ടമെൻ്റൽ ശ്രദ്ധിക്കേണ്ടത്. 1 ആങ്കർ, 2 ആങ്ഷൈറ്റി, 3 സാഡ്നസ് അല്ലെങ്കിൽ ഡിപ്രഷൻ. ഇപ്പോൾ നാം പറയുന്ന നെഗറ്റീവായിട്ടുള്ള ബിഗ് ഇമോഷൻസ് നമ്മുടെ ശരീരത്തിൽ വലിയ പ്രത്യാഘാതം ഉണ്ടാക്കാതിരിക്കാനായിട്ട് മനസ്സ് ശക്തി കൊടുക്കുന്ന പരിശീലന പരിപാടികൾ അല്ലെങ്കിൽ ഇത്തരം കോഴ്സുകളിലൂടെ പതിയെ മനസ്സ് ശക്തി കൊണ്ടുവരികയും വികാരങ്ങൾ നിയന്ത്രിക്കുക, അതുവഴി കുടുംബജീവിതം സന്തോഷകരമാക്കുവാനും സമൂഹം സുന്ദരമാക്കുവാനും കലാലയങ്ങളും സ്കൂളുകളും എല്ലാം നല്ല ഇതാക്കുവാനും ഒപ്പം ഓഫീസുകളും സുന്ദരമാക്കുവാനും എല്ലാം സാധിക്കുന്ന വഴി മനുഷ്യ ജീവിതത്തിൽ വലിയൊരു റെവല്യൂഷൻ, ടോട്ടൽ ട്രാൻസ്ഫോർമേഷൻ, ഞാൻ പൊതുവെ പറയാറുണ്ട് ടോട്ടൽ ട്രാൻസ്ഫോർമേഷൻ, 360 ചേഞ്ച് വ്യക്തി കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് ഈ പറയുന്ന 360 അപ്രോച്ചിലൂടെ നമുക്ക് മനസ്സിനെയും വികാരം നിയന്ത്രിക്കുന്ന വഴി വലിയ മാറ്റം ജീവിതത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും. ജീവിതത്തിൽ ഏത് മേഖലയിലാണെങ്കിലും ഏത് പ്രതിസന്ധി ഘട്ടത്തിലാണെങ്കിലും ഒരു ഹൈ പെർഫോമൻസിലേക്ക് ഒരാൾക്ക് എത്തിച്ചേരാനുള്ള സാധ്യത അല്ലെങ്കിൽ അയാളെ അതിലേക്ക് എത്തിക്കാനുള്ള സാധ്യത നമുക്ക് എത്രമാത്രം വർദ്ധിപ്പിക്കാൻ പറ്റും എന്ന് പറയാൻ പറ്റും? ഹൈ പെർഫോമൻസ് എന്ന് പറയുന്ന വിഷയം നമ്മൾ നന്നായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. കാരണം ഓരോ മനുഷ്യനും യുണീക്കായിട്ടുള്ള സൃഷ്ടിയാണെന്നുള്ളത് മനസ്സിലാക്കണം നമ്മൾ ആദ്യം. അവന് പെർഫോം ചെയ്യാൻ അല്ലെങ്കിൽ അവർക്ക് പെർഫോം ചെയ്യാൻ കഴിയുന്ന ഒരു മേഖല അല്ലെങ്കിൽ ഒരു സ്ഥലം ഉണ്ട് എന്നുള്ളതും വളരെ കൃത്യമാണ്. അത് കണ്ടെത്തി ആ മേഖലയിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു പെർഫോമർ ആകുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇപ്പോൾ നാം നേരത്തെ പറഞ്ഞില്ല, ആൻഡ്രൂ കാർണിഗി അല്ലെങ്കിൽ ഇവരൊക്കെ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണ്. there are 2 days which are important in our life. One, the day we born. Second, the day we realize that why we are born in this world. അപ്പോൾ ഈ എന്തിനാണ് ജനിച്ചതെന്നുള്ള ആ ഒരു ദിവസം മനസ്സിലാക്കുകയും ആ മേഖലയെ കണ്ടെത്തുകയും ആ മേഖലയിൽ ഏറ്റവും ബെസ്റ്റായി മാറുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു യഥാർത്ഥ പ്രൊഫഷണൽ. എന്തിനാണ് ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത് അല്ലേ? ആ തിരിച്ചറിവിൽ നിന്ന് ആ മേഖലയെ കണ്ടെത്തുകയും ആ മേഖലയിൽ എക്സൽ ചെയ്തുകൊണ്ട് സെൽഫ് ആക്ച്വലൈസ് ചെയ്തുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് ആകുകയും ചെയ്യുക എന്നുള്ളതാണ്. എല്ലാ ആളുകൾക്കും ഹൈ പെർഫോമർ ആകാൻ സാധിക്കും. ആരും വിചാരിക്കരുത് എനിക്ക് പറ്റിയ മേഖലയല്ല അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ സാധിക്കുകയില്ല, ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ് അല്ലെങ്കിൽ എനിക്ക് ഇവരെ പോലെ ആകാൻ സാധിക്കുകയില്ല എന്ന് ഒരാളും ചിന്തിക്കാൻ പാടില്ല. എല്ലാവർക്കും പെർഫോം ചെയ്യാൻ കഴിയുന്ന യുണീക്കായിട്ടുള്ള ഏതോ മേഖലയുണ്ട് എന്നുള്ളത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. പിന്നെ അത് ലോകത്തെ മാറ്റിമറിച്ച ഒരു ടോക്കുണ്ട്. അത് ഏൾ നൈറ്റിംഗൽ എന്ന് പറയുന്ന ഒരാൾ, അത് ഫാദർ ഓഫ് സെൽഫ് ഡെവലപ്മെൻറ്റ്. അദ്ദേഹം ഇതിനെക്കുറിച്ച് വളരെ ആധികാരികമായി ഒപ്പം തന്നെ ഒരു പോഡ്കാസ്റ്റ് എല്ലാം ഉണ്ട്. പോഡ്കാസ്റ്റിൽ ഒരു ഓഡിയോ ഉണ്ട്. ആ ഓഡിയോ 24 ദിവസമൊക്കെ തുടർച്ചയായി കേട്ട് കഴിഞ്ഞാൽ ജീവിതത്തിൽ വലിയ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുമെന്നുള്ളത് പലരും പറഞ്ഞു ഒപ്പം അനുഭവിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതിനകത്ത് ഒന്നാമതായി ഇദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. ഈ ഹൈപ്പർഫോമർ ആകുക എന്ന് പറയുന്നത് ഒന്ന് നാം ആദ്യം മനസ്സിലാക്കണം. ഇത് ഏൾ നൈറ്റിംഗിൽ മാത്രമല്ല, ഹൈ പെർഫോമൻസിനെ കുറിച്ച് നിർവചിച്ചിട്ട് പല ആളുകളുമുണ്ട്. ഹൈ പെർഫോമൻസിൻ്റെ പലരും വിചാരിക്കും ഏറ്റവും നന്നായി ജോലി ചെയ്യുക, ഏറ്റവും നല്ല സ്കില്ലുണ്ടാക്കുക, അല്ലെങ്കിൽ കുറേ പണം സമ്പാദിക്കുക. പിന്നെ കുറിച്ച് റിച്ചാർഡ് അതിൻ്റെ ഒരു പുസ്തകമുണ്ട്, ബ്ലച്ചാറിൻ്റെ പുസ്തകമുണ്ട്, ഹൈ പെർഫോമൻസ് ഹാബിറ്റ്സ്, ഹൈ പെർഫോമർ ആകാനുള്ള ഹാബിറ്റ് എന്താണെന്നുള്ളത്. അപ്പോൾ അതിനകത്ത് ഹൈ പെർഫോമർ നിർവചിച്ചിട്ടുണ്ട്. ഹൈ പെർഫോമൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പണം ഉണ്ടാക്കുക എന്ന് മാത്രമല്ല, അതല്ലെങ്കിൽ ഫേമസ് ആകുക എന്നുള്ളതല്ല, അതല്ലെങ്കിൽ ഒരു മേഖലയിൽ ശക്തനാകുക എന്നുള്ളതല്ല. ഇതിനകത്ത് ഇദ്ദേഹം പറയുന്നത് ഹൈ പെർഫോമൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഹാപ്പിനെസ്. ഞാൻ ചെയ്യുന്ന മേഖല എനിക്ക് സന്തോഷത്തോടെ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ, ഞാൻ ചെയ്യുന്ന ജോലിയോ ഞാൻ ചെയ്യുന്ന മേഖലയോ ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളിലോ എനിക്ക് ഏറ്റവും സന്തോഷിക്കാൻ സാധിക്കുന്നുണ്ടോ. 2, സെൻസ് ഓഫ് പർപ്പസ്, ഇത് ചെയ്യുന്നതോടെ എനിക്കൊരു മീനിങ് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യന് ഏറ്റവും എൻജോയബിൾ ആകാൻ സാധിക്കുന്നതെന്ന് പറയുന്നത് തൻ്റെ പർപ്പസ് കണ്ടെത്തി അത് ചെയ്യുമ്പോഴാണ്. അതിൽ പരം സന്തോഷം നൽകുന്ന വേറൊരു കാര്യമില്ല, അതിൽ പരം സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന വേറൊരു കാര്യമില്ല. ഇഷ്ടമില്ലാത്ത ജോലിയോ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളോ ചെയ്യുമ്പോഴോ മനുഷ്യൻ നിരാശനാകുകയും തളർന്നു പോവുകയും ഫ്രസ്ട്രേറ്റഡ് ആകുകയും ചെയ്യുന്നു. പക്ഷേ ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ അതാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഭാഗ്യകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അതാണ് സെൻസ് ഓഫ് പർപ്പസ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വെൽത്ത് തന്നെയാണ്, പണം ഉണ്ടാക്കുക. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹെൽത്താണ്. ഇങ്ങനെ 4-5 കാര്യങ്ങൾ അദ്ദേഹം ഹൈ പെർഫോമൻസ് എന്ന് പറയുന്നത്. അഞ്ചാമത്തെ കാര്യം സ്കില്ലുണ്ടാക്കുക, അല്ലെങ്കിൽ തൻ്റെ മേഖലയിൽ ഏറ്റവും സ്കിൽഡായി മാറുക. ഈ 5 കാര്യങ്ങളെയാണ് ഹൈ പെർഫോമൻസ് എന്ന് പറയുന്ന ബ്ലച്ചാർഡ് നിർവചിച്ചിട്ടുള്ളത്. അപ്പോൾ നാം ഒരിക്കലും വിചാരിച്ചേക്കല്
ഒരു മേഖലയിൽ മാത്രം പെർഫോം ചെയ്യുകയും ഒപ്പം തന്നെ കുറേ പണം ഫെയിമും ഉണ്ടാക്കുന്നതാണ് ഹൈ പെർഫോമൻസ് എന്ന് പറയുന്നത്. ഞാൻ നന്നായൊരു കാര്യത്തിൽ പെർഫോം ചെയ്യുന്നു, പക്ഷെ എനിക്ക് സന്തോഷമില്ലെങ്കിലോ, എനിക്ക് അതുകൊണ്ടൊരു ജീവിതത്തിൽ കോൺട്രിബ്യൂഷൻ നടത്താൻ സാധിച്ചില്ലെങ്കിലും, പല ആൾക്കാരുമുണ്ട് കുറേ പ്രായമെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പറയും എൻ്റെ ജീവിതത്തെ ഉദ്ദേശിച്ച ഐ കുഡിൻ ലീവ് അപ് ടു മൈ എക്സ്പെക്റ്റേഷൻ, അല്ലെങ്കിൽ ഞാൻ എന്താണ് ആഗ്രഹിച്ചത് അതെനിക്ക് ജീവിക്കാൻ സാധിച്ചത്, വേറെ ആർക്കും വേണ്ടി ഞാൻ നൃത്തമാടുകയും അല്ലെങ്കിൽ ആട്ടം ചെയ്യുകയും ചെയ്തൊരു വ്യക്തിയായി ഞാൻ ജീവിച്ചു എന്നൊക്കെ പറയുന്ന ആൾക്കാരാണ്. ഇതെല്ലാം ടോപ്പ് റിഗ്രറ്റ്സ് ആയിട്ട് മനുഷ്യർ പറയുന്ന കാര്യമാണ്. അപ്പോൾ ഹൈ പെർഫോമൻസ് എന്ന് പറയുന്നത് ഇത് 3 അല്ലെങ്കിൽ 5 കാര്യങ്ങളുടെ കോമ്പിനേഷൻ ആണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. നമുക്ക് ആദ്യം പറഞ്ഞ കാര്യത്തിലേക്ക് വരാം. ഈ ഏൾ നൈറ്റിംഗേൽ പറഞ്ഞ കാര്യം അദ്ദേഹം ദൃഷ്ടാന്തങ്ങളെല്ലാം പറയുന്നുണ്ട്. ദൃഷ്ടാന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ കടലിൽ ഒരു കപ്പൽ പോവുകയാണ്. അപ്പോൾ വിചാരിക്കുക 2 ഉദാഹരണമായിട്ട് അതിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു കപ്പലിൽ കപ്പിത്താനില്ല, എല്ലാ സജ്ജീകരണവും ഉണ്ട്, കപ്പലുണ്ട്, കപ്പലിൻ്റെ എല്ലാ സജ്ജീകരണവും ഉണ്ട്, യാത്രക്കാരെല്ലാം ഉണ്ട്, പക്ഷെ കപ്പിത്താനില്ല. അപ്പോൾ ആ കപ്പിത്താൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ കപ്പൽ ആടി ഉലഞ്ഞ് കടലിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ആ കപ്പലിന് എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്നുള്ള ലക്ഷ്യം തന്നെ ഇല്ല, ലക്ഷ്യവുമില്ല, ക്യാപ്റ്റനുമില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ടും ആ കപ്പൽ ആ തിരമാലയിൽ ആടി ഉലഞ്ഞ് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി അവസാനം ഏതെങ്കിലും പാറക്കെട്ടിൽ ഇടിച്ചോ അതല്ലെങ്കിൽ വെള്ളത്തിൽ മുങ്ങിയോ ആ കപ്പൽ തീരും. അതെ. പക്ഷെ ആ സമയത്ത് അതിലൊരു കപ്പിത്താനുമുണ്ട്. ആ കപ്പിത്താൻ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയുകയും ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? അത് ആ ലക്ഷ്യസ്ഥാനത്ത് എത്താനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. വേറെ ഉദാഹരണം അദ്ദേഹം പറയുന്നുണ്ട്. ഒരു വലിയ ഹ്യൂജ് ആയിട്ടുള്ള വാഹനം കണ്ടാൽ പേടി തോന്നുന്നു, വളരെ നീളത്തിലും വലിയ ഉയരത്തിലുമുള്ള ഒരു വാഹനം ഓടിച്ചുകൊണ്ട് ഒരാൾ പോവുകയാണ്. ആ വാഹനം വളരെ ഹ്യൂജ് ആയിട്ടുള്ള വാഹനമാണ്. ആ വാഹനത്തിൻ്റെ ഒരു ചെറിയ പിറ്റിലിരുന്നുകൊണ്ടാണ് ഇദ്ദേഹം വണ്ടി ഓടിക്കുന്നത്. അത്രയും വലിയ വാഹനത്തെ ഓടിക്കാൻ ഈ ചെറിയ മനുഷ്യന് സാധിക്കുന്നു. അപ്പം ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് നമുക്ക് എപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ട്. ഇവിടെയാണ് ഹൈ പെർഫോമൻസ് ആരംഭിക്കുന്നതെന്ന് പറയുന്നത്. ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടത്, ഏത് മേഖലയാണ് ഹൈ പെർഫോമർ ആകാൻ ഇടയാക്കാറുള്ളത്. അപ്പോൾ ഞാൻ ഏറ്റവും അധികം എനിക്ക് ക്ലയൻസ് ഉള്ളതും കൺസൾട്ടേഷൻ ചെയ്യുന്ന മേഖലയാണ് എങ്ങനെ എനിക്ക് ഹൈ പെർഫോമർ ആകാൻ സാധിക്കും. അപ്പോൾ ഞാൻ പലരോടും ചോദിക്കുകയാണ്, നിങ്ങൾ എങ്ങനെയാണ് ഹൈ പെർഫോമർ ആകാൻ പോകുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലൊരു ചിന്തയുണ്ടോ? 10 വർഷം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഞാൻ എന്തായിരിക്കും, ഞാൻ ചെയ്യുന്ന തൊഴിൽ മേഖല ഏതായിരിക്കും, എൻ്റെ ഹെൽത്ത് പരമായിട്ടുള്ള ഗോൾ എന്തായിരിക്കും, എൻ്റെ പേഴ്സണലായിട്ടുള്ള ഗോൾ എന്തായിരിക്കും, എൻ്റെ റിലേഷൻഷിപ്പ് ബന്ധപ്പെട്ട ഗോൾ എന്തായിരിക്കും, ഇതെന്തെങ്കിലും നിങ്ങൾക്ക് ധാരണയുണ്ടോ? അപ്പോൾ അവർക്ക് അതിനെക്കുറിച്ചൊന്നും പ്രത്യേകിച്ച് ചിന്തിക്കാൻ പോലും തയ്യാറായിട്ടില്ല. എനിക്ക് നന്നാവുന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ നമ്മൾ 10x ഗ്രോത്ത് എന്ന് പറയുന്ന അല്ലെങ്കിൽ പവർ ഓഫ് കോമ്പൗണ്ടിങ് എന്ന് പറയുന്ന ട്രെയിനിങ്ങെല്ലാം ചെയ്യാറുണ്ട്. അപ്പോൾ ന്യൂട്ടനൊക്കെ 8th വണ്ടർ ഇൻ ദ വേൾഡ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബേസിലാണ് നമ്മൾ ഈ ട്രെയിനിങ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ഈ ചോദിക്കുന്ന ആളുകളിൽ ഒരു 99.9% ആളുകൾക്കും അറിയില്ല. പലരും പറയും ആ ജീവിതം മന്ന വഴിക്ക് പോട്ടെ, നമ്മൾ എന്ത് തീരുമാനിച്ചാലും നമുക്ക് നടക്കണമെന്നൊന്നുമില്ല, മാൻ പ്രപ്പോസസ് ഗോഡ് ഡിസ്പോസസ് എന്നൊക്കെ പറയും. പക്ഷെ അങ്ങനെയൊന്നും അല്ല സത്യത്തിൽ. ശരിക്കും നാം ഹൈ പെർഫോമർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ലാത്തവരോട് പറയുന്നിട്ട് കാര്യമില്ല. ഹൈ പെർഫോമർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ ഏത് മേഖലയിലാണ് ഹൈ പെർഫോമർ ആകേണ്ടത്, എത്രമാത്രം ഹൈ പെർഫോമർ ആകണമെന്നുള്ളത് നാം ആദ്യം ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഹൈ പെർഫോമൻസ് സ്റ്റാർട്ട് വിത്ത് സെറ്റിംഗ് എ റിയൽ ഗോൾ. കോൺക്രീറ്റ് ആയിട്ടുള്ള, അത് സ്പെസിഫിക് ആയിരിക്കണം, മെഷർ ചെയ്യാൻ പറ്റണം, അത് ടാർഗറ്റ് ടൈം ബൗണ്ട് ആയിരിക്കണം. എന്ന് വെച്ചാൽ പൊതുവെ സ്മാർട്ട് ഗോൾ എന്ന് പറയുന്നത് അത്രയും പോകുന്നുണ്ടെങ്കിലും വളരെ സ്പെസിഫിക് ആയിട്ട്, ഇപ്പോൾ ഞാൻ ഇന്ന പരീക്ഷയ്ക്ക് പാസ്സായി ഇന്ന ജോലിയിൽ എത്തുന്നു, അല്ലെങ്കിൽ ബിസിനസ് ആണെങ്കിൽ ഇത്ര റവന്യൂ ഞാൻ ഇന്ന മേഖല ഉണ്ടാക്കുന്നു. ഇത് വളരെ ക്ലിയറായി സ്പെസിഫിക് ആയി നമുക്ക് ഉണ്ടാക്കേണ്ട ആവശ്യമാണ്. ഇത് മെഷർ ചെയ്യാൻ സാധിക്കണം. എങ്ങനെയാണ് ഹൈ പെർഫോമറായിട്ട് മെഷർ ചെയ്യാൻ സാധിക്കുന്നത്? ഒരു മെഷർമെൻറ്റ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കണം. ഞാൻ ഇന്ന പരീക്ഷ പാസ്സാകുന്നതാണ് ഹൈ പെർഫോമർ ആകുന്നത്, അല്ലെങ്കിൽ ഇന്ന പുസ്തകം എഴുതുമ്പോഴാണ് ഹൈ പെർഫോമർ ആകുന്നത്, അല്ലെങ്കിൽ എൻ്റെ സാലറി ഇത്ര ആകുമ്പോഴാണ് ഹൈ പെർഫോമർ ആകുന്നത്, ഡെസിഗ്നേഷൻ ഇത്ര ആകുന്ന ഹൈ പെർഫോമർ ആകുന്നത്. ഇനി ടൈം ബൗണ്ട്, ജീവിതകാലത്ത് മൊത്തം കൂടി ഞാൻ ആകാമെന്നുള്ളതല്ല, ഇത്ര വർഷത്തിനുള്ള ഇത്ര മാസത്തിനുള്ള ഞാൻ ഈ പെർഫോമൻസ് അച്ചീവ് ചെയ്യും. ഇങ്ങനെ വളരെ ക്ലിയറായി നമ്മൾ സെറ്റ് ചെയ്യേണ്ട ആവശ്യമാണ്. അപ്പോൾ ഒന്നും ആലോചിക്കുക, ഹൈ പെർഫോമർ ആകണമോ? ഏറ്റവും ആദ്യം ചിന്തിക്കേണ്ടത് എവിടെയാണ്, ഏത് മേഖലയാണ്, ഏത് ലക്ഷ്യത്തിലാണ്. ഇപ്പോൾ നമുക്ക് ധാരാളം ആളുകളെ കാണാൻ സാധിക്കും. ഇപ്പോൾ സച്ചിൻ തെണ്ടുൽക്കർ, അതേ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹമാണ്, അല്ലെങ്കിൽ മെസ്സി ഫുട്ബോളാണ്, യേശുദാസ് സംഗീതമാണ്. നിങ്ങൾ ഒരു മേഖലയിൽ പോപ്പുലർ ആകണമെങ്കിൽ നിങ്ങൾ ആ മേഖലയിൽ ഏറ്റവും മികച്ച ആളായി മാറേണ്ടത് ആവശ്യം. അതിൻ്റെ തുടക്കമാണ് ഞാൻ എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്നുള്ള ചിന്ത. രണ്ടാമത് ഈ പുസ്തകങ്ങളിലും പറയുന്ന കാര്യമാണ് ഫോക്കസ്. വളരെ വളരെ പ്രശസ്തരായിട്ടുള്ള ചിന്തകളെല്ലാം പറയുന്നത് ഫോക്കസ് ഈസ് ദ മോസ്റ്റ് വാല്യുബിൾ അസറ്റ്. ഇപ്പോൾ ഈ ഫോക്കസിന് ധാരാളം പുസ്തകങ്ങൾ നമുക്ക് വായിക്കാൻ സാധിക്കും. ഇപ്പോൾ കാൾ ന്യൂപോർട്ടിൻ്റെ പുസ്തകമാണ് ഡീപ്പ് വർക്ക്. അതിനകത്ത് പറയുന്നുണ്ട് ഒരു മേഖലയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത്
ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുക. നമുക്ക് വളരെ പ്രശസ്തമായിട്ടുള്ള പുസ്തകമാണ് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്. നെപ്പോളിയൻ ഹിൽ എഴുതിയതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു മെൻറ്ററായിട്ടാണ് ആൻഡ്രൂ കാർനെഗി. ലോകത്തിലെ അറിയപ്പെടുന്ന ഏറ്റവും വലിയ, ലോകം കണ്ടുവച്ച ഏറ്റവും സമർത്ഥനായ പ്രസിദ്ധനായ ധനികനായ വ്യക്തിയാണ് ആൻഡ്രൂ കാർനെഗി. അപ്പോൾ അദ്ദേഹത്തിനെ ഒരിക്കൽ US ഫെഡറൽ ബ്യൂറോ അവർ അദ്ദേഹത്തെ പിടിക്കാനായിട്ട് ചെയ്തു. പിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റെയ്ഡ് നടത്താൻ ചെന്നു. ഇദ്ദേഹം ധാരാളം പണം ഉണ്ടാക്കുകയാണ്. പണം കുമിഞ്ഞു കൂടുകയാണ് അദ്ദേഹത്തിന്. ഇവർക്ക് സംശയം, എങ്ങനെ ഇദ്ദേഹം ഇത്രയും പണം സമ്പാദിച്ചു? അപ്പോൾ അദ്ദേഹം വന്ന് ഇവരെല്ലാം അന്വേഷിച്ചു നോക്കിക്കഴിഞ്ഞപ്പോൾ പ്രത്യേകിച്ച് കള്ളത്തരം ഒന്നും കാണാൻ സാധിച്ചില്ല. ഇദ്ദേഹം ഉണ്ടാക്കിയ പണമെല്ലാം കൃത്യമായിട്ടുള്ള പണം തന്നെയാണ്. ഇവർ ചോദിച്ചു, എങ്ങനെ നിങ്ങൾ ഇത്രമാത്രം പണം സമ്പാദിച്ചു? അപ്പോൾ അദ്ദേഹം അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഒരു കാര്യത്തിൽ ഒരു 3 മിനിറ്റ് ഫോക്കസ് ചെയ്ത് ചെയ്യാൻ സാധിക്കും. ദാറ്റ് ഈസ് മൈ സീക്രട്ട്. ഞാൻ ആഗ്രഹിക്കുന്ന മേഖലയിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് എനിക്ക് ജോലി ചെയ്യാൻ അല്ലെങ്കിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. ഫോക്കസ് എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ ഇല്ലാത്തൊരു കാര്യമാണ്. ഇപ്പോൾ ഡിജിറ്റൽ ഡീടോക്സിഫിക്കേഷൻ എല്ലാം പറയുന്ന ഡിസ്ട്രാക്ഷൻ അല്ലെങ്കിൽ ഡിസെപ്ഷൻ എന്നൊക്കെ പറയുന്ന ധാരാളം കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വായിക്കാൻ സാധിക്കും. ഇപ്പോൾ ധാരാളം പുസ്തകങ്ങളൊക്കെ ഉണ്ട്. ഡെയിൽ കാർണിഗിയുടെയും അല്ലെങ്കിൽ സ്റ്റീഫൻ കവിയുടെ ഒക്കെ ഫസ്റ്റ് കം ഫസ്റ്റ് ടോപ്പ് പ്രയോറിറ്റി പുസ്തകങ്ങളൊക്കെ ഉണ്ട്. അതിനകത്തെല്ലാം പറയുന്ന കാര്യമാണ് ഡിസ്ട്രാക്ഷൻ കൊണ്ട് മനുഷ്യന് ഒന്നിനും ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഒരാൾ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഹൈ പെർഫോമറുടെ പ്രധാനപ്പെട്ടൊരു കാര്യം. ഇനി മൂന്നാമതൊരു കാര്യം കൂടി നാം ചിന്തിക്കേണ്ടത് കൺസിസ്റ്റൻസി. ലക്ഷ്യമുണ്ട്, പക്ഷേ ഫോക്കസും ഉണ്ട്. പക്ഷേ ഒരു ദിവസം ഫോക്കസ് ചെയ്തു, രണ്ടാമത്തെ ദിവസം ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലോ, മൂന്നാമത്തെ ദിവസം ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും. ഇപ്പോൾ ഗ്രിറ്റ് എന്ന പുസ്തകമുണ്ട്, വളരെ പ്രശസ്തമായ പുസ്തകമാണ് ഗ്രിറ്റ്. ഗ്രിറ്റ് എന്ന് പറഞ്ഞാൽ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് പെർസിസ്റ്റൻ്റായി ആ ഗോളിനെ അച്ചീവ് ചെയ്യാൻ. ആഞ്ചലിയുടെ പുസ്തകമാണ്, വളരെ നല്ല പുസ്തകമാണ് ഗ്രിറ്റ്. ഗ്രിറ്റ് വേണം, പെർസിവറൻസ് വേണം. അത് ലക്ഷ്യം നേടുന്നതുവരെ ക്ഷമയോടെ മുന്നേറുവാനായിട്ട്. ഇപ്പോൾ ആൽക്കമിസ്റ്റ് പുസ്തകം, പൗലോ കോയിലയുടെ പുസ്തകം പലപ്പോഴും പരാമർശിക്കാനുള്ള പുസ്തകമാണ്. ഒരു ലക്ഷ്യം, സ്വപ്നം കണ്ടു, നിധി കിട്ടുമെന്ന് വിചാരിച്ചു, അദ്ദേഹം യാത്ര ചെയ്യുകയാണ്. പോണ വഴിക്ക് എന്തൊക്കെ നഷ്ടപ്പെടുന്നത്? ആട് നഷ്ടപ്പെടുന്നു, പണം നഷ്ടപ്പെടുന്നു, സ്നേഹിച്ച പെണ്ണ് നഷ്ടപ്പെടുന്നു, ആൾ ഉപദ്രവിക്കുന്നു, കൊടുങ്കാറ്റുണ്ടാകുന്നു, മരുഭൂമിയിൽ ആക്രമിക്കപ്പെടുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഈജിപ്തിൽ പിരമിഡിലെത്തി. അവിടെ നിധി ഉണ്ടെന്നാണ് വിചാരിച്ചത്. പക്ഷെ നിധി കിട്ടിയോ? ഇല്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലായി, തിരിച്ചു പോയിട്ട് എവിടെയാണ് തുടങ്ങിയത് അവിടെ പോയിട്ട് കുഴിച്ചു നോക്കിയാൽ അവിടെ സ്വർണ്ണമുണ്ടെന്ന്, നിധി ഉണ്ടെന്ന് മനസ്സിലാക്കി. സോ ആ യാത്ര മുഴുവൻ ചെയ്യാനായിട്ട് സാന്റിയാഗോ തയ്യാറാക്കുകയാണ്. അവിടെയാണ് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളത്. എനിക്കത് നേടിയേ തീരും, നേടുന്നത് വരെ ഞാൻ മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ള ആ ഒരു വിശ്വാസം. ഇത് നമുക്കറിയാം. പല ലോകത്തെ പ്രശസ്ത ആളുകൾ എടുത്തു നോക്കി, നമ്മൾ അറിയപ്പെടുന്ന ലോകത്തെ പ്രശസ്ത ആളുകൾക്ക് എത്രയോ പ്രാവശ്യം പരാജയപ്പെട്ടിട്ടുണ്ട്. എബ്രഹാം ലിങ്കൺ ആയിക്കോട്ടെ, മഹാത്മാഗാന്ധി ആയിക്കോട്ടെ, അല്ലെങ്കിൽ വിൻസ്റ്റൺ ചർച്ചിലായിക്കോട്ടെ, അല്ലെങ്കിൽ തോമസ് ആൽവ എഡിസൺ ആയിക്കൊള്ളട്ടെ. ഇവരൊക്കെ പരാജയങ്ങൾ തന്നെ അനുഭവിച്ചു. അല്ലാതെ എബ്രഹാം ലിങ്കൺ തീരുമാനിച്ചു ഞാൻ മത്സരിക്കുന്നില്ല, അല്ലെങ്കിൽ വിൻസ്റ്റൺ ചർച്ചിൽ തീരുമാനിച്ചത് ഞാൻ യുദ്ധം ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഞാൻ പ്രസംഗിക്കുന്നില്ല, അല്ലെങ്കിൽ എഡിസൺ തീരുമാനിച്ചത് ഞാൻ ഒരു കണ്ടുപിടുത്തവും നടത്താൻ ഉദ്ദേശിക്കുന്നത് തീരുമാനിച്ചില്ല. They were keep on consistently watching on that focus. ഇനി മറ്റു പ്രധാനപ്പെട്ട കാര്യമാണ്, ഇപ്പോൾ അതെനിക്ക് തോന്നുന്നു ഈ കാലഘട്ടത്തിൽ സംസാരിക്കുന്ന വിഷയമാണ്. ക്രിയേറ്റ് എനർജി എന്ന് പറയുന്ന കോൺസെപ്റ്റാണ് ഈ ഹൈ പെർഫോമൻസ് ഹാബിറ്റ്സിൽ വളരെ പ്രധാനപ്പെട്ടായിട്ട് പറയും. എനർജി, നമുക്ക് എത്രമാത്രം എനർജി ഉണ്ട്, അത് ശാരീരികമായും മാനസികമായും. ഇപ്പോൾ നാം ഒരു ടീമിലേക്ക് കടന്നു ചെല്ലുകയാണ്, ആ ടീമിനെ നമ്മുടെ എനർജിയാണ് അങ്ങോട്ടേക്ക് വൈബ്രേറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ വൈബ് ചെയ്യപ്പെടേണ്ടത്. നമുക്ക് ആരോഗ്യമില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊന്നും ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ആൾക്കാർ പറയും എനിക്ക് ക്ഷീണമാണ്, എനിക്ക് വയ്യ, നാളെ ചെയ്യാം, പിന്നെ ചെയ്യാം, ഇപ്പോൾ മനസ്സ് ഒരു വൈബില്ല, അല്ലെങ്കിൽ നല്ല സ്പിരിറ്റിലല്ല. ഇതെല്ലാം നമുക്ക് മനസ്സിനും ശരീരത്തിനും ആരോഗ്യമില്ലാത്തതുകൊണ്ടാണ്. ഇപ്പോൾ നാം പറയുന്ന ഒരു കോൺസെപ്റ്റിൽ പ്രധാനപ്പെട്ടതാണ് എനർജി എനിക്ക് എത്രമാത്രമുണ്ട്. ഹൈ പെർഫോമർ ആകണമോ എനർജി വേണം. നമുക്ക് പല പ്രശസ്തരായ ഹൈ പെർഫോമർ ആളുകൾ നമ്മൾ മെയിൻ സ്റ്റേജുകളിലൊക്കെ കാണാറുണ്ട്. ഹൈ പെർഫോമൻസ്, ഹൈ എനർജിയാണ് അവർ. അപ്പോൾ എനർജി എന്ന് പറയുന്നത് മനസ്സിൻ്റെ എനർജിയുമുണ്ട്, ശരീരത്തിൻ്റെ എനർജിയുമുണ്ട്. ഇതെനിക്ക് വന്നിട്ട് ഒരു ദിവസം സംസാരിക്കുന്ന വിഷയമാണ് എനർജിയെക്കുറിച്ച്. എങ്ങനെ ശാരീരികമായ ആരോഗ്യം സൃഷ്ടിക്കാം. ഇപ്പോൾ ശരീരത്തിന് ആരോഗ്യം വേണമെങ്കിൽ തീർച്ചയായും എക്സസൈസ് ചെയ്യണം, അല്ലേ? അതെ. നല്ല ഭക്ഷണം കഴിക്കണം, ചീത്ത ഭക്ഷണം ഒഴിവാക്കണം. പക്ഷേ എക്സസൈസ് മാറ്റണം. ഇരിപ്പോൾ ഇങ്ങനെ കുറേ നേരം ഇരിക്കുന്നത് ശരിയല്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എലോൺ മസ്ക് പറയുന്ന ടെക്നിക്കാണ് പോമഡോറോ ടെക്നിക്ക്. നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം, നമ്മളെല്ലാവരും വിചാരിക്കുന്നത് കള്ളു കുടിക്കുന്നതും കഞ്ചാവ് വലിക്കുന്നതും ദേഷ്യപ്പെടുന്നതും ആളെ കുത്തിക്കൊല്ലുന്നതും എല്ലാമാണ് വലിയ പ്രശ്നമെന്ന്. പക്ഷേ അതല്ലാതെ തന്നെ ധാരാളം പ്രശ്നങ്ങളുണ്ട്. നാം ഇപ്പോൾ ചുമ്മാ ഇരിക്കുന്നത് തന്നെ, കുറേ നേരം ഇരിക്കുന്നത് തന്നെ മോർ ദാൻ ഡേഞ്ചറസ് ദാൻ സ്മോക്കിംഗ്. അല്ലെങ്കിൽ നാം കുറേ ദേഷ്യപ്പെടുന്നത് ഡേഞ്ചറസ് ദാൻ ഒരാളെ കുത്തിക്കൊല്ലുന്നതിനേക്കാൾ ഡേഞ്ചറായിട്ടുള്ള കാര്യമാണത്. അപ്പോൾ നാം പലരും വിചാരിക്കുമ്പോൾ അതൊക്കെയാണ് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ, അതൊക്കെയാണ് പ്രധാനപ്പെട്ട ലോകത്തെ കൊല്ലുന്ന പ്രശ്നങ്ങൾ വിചാരിച്ചാലും അതിനേക്കാൾ അതുപോലെ തന്നെ എഫക്റ്റ് ഉണ്ടാക്കുന്ന കാര്യമാണ് ഇരിക്കുന്നതും ദേഷ്യപ്പെടുന്നതുമെല്ലാം.
അപ്പോൾ ആരോഗ്യം ശ്രദ്ധിക്കാൻ, ഇപ്പോൾ പോമറോ ടെക്നിക്ക് എന്ന് പറയുന്നത് 25 മിനിറ്റ് ജോലി ചെയ്യുക, 5 മിനിറ്റ് എഴുന്നേൽക്കുക, ആ സൈക്കിൾ 4 പ്രാവശ്യം ചെയ്യുക, അതിന് 30 മിനിറ്റ് റെസ്റ്റ് എടുക്കുക. അങ്ങനെ പോമറോ ടെക്നിക്ക് ഇലോൺ മസ്ക് എല്ലാം വളരെ, ഇലോൺ മസ്ക് മാത്രമല്ല ലോകത്തിൽ ഹൈ പെർഫോമർ ആളുകളെല്ലാം ഫോളോ ചെയ്യുന്ന ഒരു ഹാബിറ്റാണ്. അപ്പോൾ ഫിസിക്കൽ ഹെൽത്ത്, എത്ര എക്സസൈസ് ചെയ്യുന്നുണ്ട്? ചെറുപ്പത്തിലൊക്കെ പിള്ളേർ ഓടി നടക്കും, ജോലി കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൂട്ടുകാരെല്ലാം കഴിഞ്ഞാൽ പിന്നെ എക്സസൈസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ കുറച്ച് ആളുകൾ ചെയ്യുന്നുണ്ട്. ഹൈ പെർഫോമർ ആളുകൾ എപ്പോഴും ശ്രദ്ധിക്കും, എൻ്റെ ആരോഗ്യം എനിക്ക് ഇനി ഒരു ജീവിതം കൂടി ജീവിക്കാൻ സാധിച്ചെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് 1000 വർഷം ജീവിക്കാൻ സാധിച്ച അത്രയും വർഷം ആരോഗ്യത്തോടെ ജീവിക്കണമെന്ന് വളരെ കോൺഷ്യസ് ആളുകളാണ് ഹൈ പെർഫോമേഴ്സ്. ഇനി നമ്മളിപ്പോഴും സംസാരിച്ച വിഷയമാണ് മെൻ്റൽ പവർ, ഇമോഷൻ ഇൻ്റലിജൻസ്, മൈൻഡ് പവർ. ഇവരൊക്കെ എന്തുകൊണ്ടാണ് ഓരോ പ്രശ്നം കൊണ്ടായിട്ട് പരാജയപ്പെടാത്തത്, നിർത്തിപ്പോകാത്തത്? എന്തുകൊണ്ടാണ് കൺസിസ്റ്റൻ്റ് ആയിട്ട് അവർ മുന്നോട്ട് പോകുന്നത്? ഇലോൺ മസ്ക് പരാജയപ്പെട്ടിട്ടില്ലേ? അദ്ദേഹം ആദ്യത്തെ കമ്പനി പരാജയപ്പെട്ട് ബാങ്ക്രപ്റ്റായി, അദ്ദേഹം ഓഫീസിൽ നിലത്ത് കിടന്നയാളാണ്. ഇത് ഇലോൺ മസ്ക് മാത്രമല്ല, ഈ കാലഘട്ടത്തിന് എക്സാമ്പിളായിട്ട് യുവാക്കൾക്ക് കിട്ടുന്ന ഒരാളായതുകൊണ്ടേ പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. ഇവർക്ക് ഈ മനസ്സിന് അത്രമാത്രം ഗ്രിറ്റുണ്ടായിരുന്നു, മനസ്സ് ശക്തിയുള്ളതായിരുന്നു. ഏത് പരാജയത്തെ നേടുവാൻ അവർ തയ്യാറായിരുന്നു. അതുകൊണ്ടോ അതിന് അതിസാമാന്യമായ മനഃശക്തി ആവശ്യമാണ്, വികാരം നിയന്ത്രിക്കാനുള്ള ശക്തി ആവശ്യമാണ്. അവിടെയാണ് മൈൻഡ് പവർ. അപ്പോൾ അതിനാണ് നമ്മുടെ കോഴ്സുകളിലെല്ലാം നമ്മൾ മൈൻഡ് പവർ കൂട്ടാനായിട്ടുള്ള ഏതോ പ്രശ്നം കടന്നു വരുന്ന ആളുകളൊക്കെയും സഹായിക്കാൻ സാധിക്കുന്ന മൈൻഡ് പവർ കോഴ്സുകൾ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ. മനസ്സ് ശക്തി കൂട്ടുക, വികാരങ്ങൾ എങ്ങനെ നിയന്ത്രിക്കാൻ സാധിക്കും, ഇപ്പോൾ ദേഷ്യം, ആങ്സൈറ്റി, ഡിസ്ട്രസ്, ഹോസ്റ്റിലിറ്റി ഇതൊക്കെ മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ഹാബിറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ആരോഗ്യം നിയന്ത്രിക്കുന്ന എനർജി, എത്രമാത്രം എനർജി എനിക്കുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി വേറെ പ്രധാനപ്പെട്ട കാര്യം ഇതിനകത്ത് ഹൈ പെർഫോമർക്കുള്ളത് തീർച്ചയായിട്ടും പണം ഉണ്ടാക്കുന്നതിനാണ് അവർ. പക്ഷേ ഈ പണം ഉണ്ടാക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അവരുടെ സ്കില്ലാണ്. ചില ആളുകൾ കൺസൾട്ടേഷന് നമുക്ക് വളരെ സങ്കടം തോന്നാറുണ്ട്. കാരണം അവർക്ക് ഹൈ പെർഫോമർ ആകാൻ ആഗ്രഹമുണ്ടെന്ന് പറയും, അവർക്ക് പണം വേണമെന്ന് പറയും, അവർക്ക് കുറച്ച് ജീവിതം മെച്ചപ്പെടുത്തണമെന്ന് പറയും. പക്ഷേ കുറേ അധികം കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ടാവും. ചിലപ്പോൾ 50 വയസ്സൊക്കെ ആയിട്ടുണ്ടാവും, 45-40 വയസ്സൊക്കെ ആയിട്ടുണ്ടാവും. അവരെ സഹായിക്കാൻ സാധിക്കും, അവർക്ക് സാധിക്കും. പക്ഷേ ഇറ്റ്സ് വെരി വെരി ഡിഫിക്കൾട്ട്. അവർക്ക് ഇനിയും ജീവൻ രക്ഷപ്പെടുത്തുക എന്ന് പറയുന്നത് ഒരു 100, 200, 1000 ഇരട്ടി എഫേർട്ട് ഇട്ടാൽ മാത്രമേ പറ്റുകയുള്ളൂ. അവിടെയാണ് ഹാബിറ്റുകളുടെ ഏറ്റവും ശക്തമായ സ്വാധീനം കടന്നു വരുന്നത്. ഒരു വ്യക്തി എത്രയോ നേരത്തെയോ തൻ്റെ ജീവിതത്തിൻ്റെ ജേർണി തീരുമാനിക്കുന്നു, ഫോക്കസ് നിശ്ചയിക്കുന്നു, ഗോൾ നിശ്ചയിക്കുന്നു, അത് സിസ്റ്റമാറ്റിക്കായി ഡെയിലി അദ്ദേഹം അത് പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോകുന്നുവെങ്കിൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം വളരെ വളരെ വലുതാണ്. അതുകൊണ്ട് എനിക്കധികം കൺസൾട്ടേഷൻ ഞാൻ കൊടുക്കുന്നത് മുതിർന്ന പ്രൊഫഷണൽസിനാണ്, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കാണ്. പക്ഷെ ശരിക്കും കുട്ടികൾക്കാണ് വളരെ നേരത്തെ ഇത്തരം ട്രെയിനിങ്ങൾ കൊടുക്കേണ്ടത്. പല കുട്ടികൾക്കും അറിയില്ല എങ്ങോട്ടേക്കാണ് പോകേണ്ടത്, ഏതെല്ലാം ഹാബിറ്റുകളാണ് നാം ചെയ്യേണ്ടത്. പിന്നെ പല പ്രശ്നങ്ങളിലേക്ക് അവർ പോവുകയും ഡിപ്രഷൻ ആകുകയെല്ലാം ചെയ്യാറുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് കൂടി ഹൈ പെർഫോമർ ആകാനുള്ള കാര്യങ്ങൾ വളരെ നേരത്തെ നാം പഠിപ്പിക്കുകയാണെങ്കിൽ, വിവേകാനന്ദനൊക്കെ പറഞ്ഞ പോലെ 4 എനിക്കെതിരെ ലോകത്തെ മാറ്റിമറിക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായും സാധിക്കുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ സ്കില്ലെന്നാണ് ആസ്പെക്റ്റ് ഞാൻ പറഞ്ഞു വരുന്നത്. എൻ്റെ മേഖലയിൽ, എൻ്റെ സെക്ടറിൽ, എൻ്റെ ഗോളിന് വേണ്ടി എനിക്ക് ഏറ്റവും അധികം സ്കില്ല് സമ്പാദിക്കാൻ, സ്കില്ലെന്ന് പറയുന്നത് എൻ്റെ മസിൽ, എൻ്റെ ശക്തി എന്ന് പറയുന്നത് സ്കില്ലാണ്. കാരണം നല്ല സ്കില്ലുള്ള ആൾക്ക് ഒന്നിനെയും പേടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ജോലി പോകുന്നത് എന്തുകൊണ്ടാണ് പേടിക്കുന്നത്? അല്ലെങ്കിൽ കുറേ ആൾക്കാർ ഗവൺമെൻറ് ജോലി വേണമെന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ്? പെർമനൻറ്റ് സെക്യൂരിറ്റി കിട്ടും, അതുകൊണ്ട് എനിക്ക് ജോലി പോകില്ല. സത്യത്തിൽ അതിൻ്റെ ആവശ്യമുണ്ടോ? ശരിക്കും നല്ല സ്കില്ലുള്ള ആൾക്ക് നന്നായി സമ്പാദിക്കാൻ സാധിക്കും. അവനെ ഏത് സ്ഥലത്തു നിന്ന് പറഞ്ഞു വിട്ടാലും അവനറിയാം എങ്ങനെയാണ് നിലനിൽക്കേണ്ടതെന്നുള്ളത്. അത് അവൻ്റെ മനഃശക്തിയെ സഹായിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ സ്കില്ലെന്ന് പറയുന്നത് ഹൈ പെർഫോമറിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സ്കില്ലെന്ന് പറയുന്നത്. ഒരു പക്ഷി എടുത്തു നോക്കുക. പക്ഷി ഒരിക്കലും മരത്തിൻ്റെ കൊമ്പിലിരിക്കുമ്പോൾ പേടിക്കാറില്ല, ആ മരം ഒഴിഞ്ഞു ചാടുമോ അല്ലെങ്കിൽ ആ കൊമ്പ് തകർന്നു പോകുമോ, അത് വിചാരിക്കാറില്ല. അതുപോലെ തന്നെയാണ് മനുഷ്യൻ. എൻ്റെ ജോലി പോകുമോ, എന്നെ പറഞ്ഞു വിടുമോ, വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇഫ് ഐ ആം സ്കിൽഡ് ഐ ക്യാൻ സസ്റ്റെയിൻ, ഐ ക്യാൻ ഫ്ലൈ, ഐ ക്യാൻ സോർ ഈവൻ ദ ബെസ്റ്റ് പോസിബിൾ ഹൈറ്റ്സ്. ഈ സ്കില്ലെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ഒരു 5ഓളം ഹൈ പെർഫോമൻസ് ഹാബിറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുമ്പോഴാണ് ഒരാൾ ഹൈ പെർഫോമർ ആകാൻ സാധിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഹൈ പെർഫോമർ എന്ന് പറയുന്നത് പണം ഉണ്ടാക്കുന്നതല്ല, ഒരു മേഖലയിൽ മാത്രം ശക്തനാകുന്നതല്ല. ഹാപ്പിനെസ് ഉണ്ടാകണം, സെൻസ് ഓഫ് പർപ്പസ് ഉണ്ടാകണം, ഒപ്പം തന്നെ ഹെൽത്ത് ഉണ്ടാകണം, വെൽത്ത് ഉണ്ടാകണം, എനർജി ഉണ്ടാകണം. അപ്പോൾ ഹെൽത്ത് എന്ന് പറയുമ്പോൾ നാം ഇപ്പോൾ സെൻസ് ഓഫ് പർപ്പസ് എന്ന കാര്യം പറഞ്ഞു. ഇപ്പോൾ ലോകത്തിൽ ഏറ്റവും അധികം സന്തോഷമുള്ള പ്രൊഡക്റ്റീവ് ആളുകൾ ജീവിച്ചിരിക്കുന്നത് ബ്ലൂ സോൺസ് എന്ന് പറയുന്ന സ്ഥലങ്ങളിലൊക്കെയാണ്. എന്നുവെച്ചാൽ ബ്ലൂ സോൺസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം ആയുസ്സുള്ള ആളുകൾ ജീവിച്ചിരിക്കുന്ന സെഞ്ചുറിയൻസ്, സൂപ്പർ സെഞ്ചുറിയൻസ് ആയ ആളുകൾ ജീവിച്ചിരിക്കുന്ന സ്ഥലമാണ് ഈ ബ്ലൂ സോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ എക്സാമ്പിൾ ഇപ്പോൾ ജപ്പാനിലെ സദൻ ഐലൻഡുകളിലൊക്കെ ഉണ്ട്, അതുപോലെ ഒക്കിനാവോ, ഒഗീമി,
മവോയി എന്ന സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഇവൻ 100 വയസ്സ് കഴിഞ്ഞ ആളുകളും ആരോഗ്യത്തോടെ ജീവിക്കുകയാണ്. അവർ ബെഡ് റിഡറായി കിടക്കുകയില്ല, അവർ എഴുന്നേറ്റ് നടക്കുകയും എക്സസൈസ് ചെയ്യുകയും ജിമ്മിൽ പോവുകയും ജോഗ് ചെയ്യുകയും കമ്മ്യൂണിറ്റിയായി ജീവിക്കുകയും എല്ലാം ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഇത്രയും സന്തോഷമുണ്ടാകാൻ കാരണമെന്നുള്ള പഠനങ്ങൾ കണ്ടെത്തിയത് ഇക്കിഗ എന്ന കോൺസെപ്റ്റ് തന്നെയാണ്. ഇക്കിഗ എന്ന് വെച്ചാൽ ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കാനായിട്ട് എന്താണ് കാരണം, ദ റീസൺ വൈ ഐ എം വേക്ക് അപ്പ് എവരി മോർണിംഗ്, അത് അവിടെ കൃത്യമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സെൻസ് ഓഫ് പർപ്പസ്, ഞാൻ പറഞ്ഞത് ഏറ്റവും കൂടുതൽ ഹൈപ്പർ ആകാൻ നമ്മെ സഹായിക്കുന്ന കാര്യം, ഏറ്റവും വലിയ സന്തോഷം ഉണ്ടാക്കാൻ നമ്മെ സഹായിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ പർപ്പസ് കണ്ടെത്തുന്നതാണ്. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ അല്ലെങ്കിൽ ഈ ഒരു പോഡ്കാസ്റ്റ് ചെയ്യുമ്പോൾ ഇതാണ് എൻ്റെ ഏറ്റവും രസകരമായിട്ടുള്ള, അല്ലെങ്കിൽ ഞാൻ പുസ്തകം വായിക്കുന്നത് അതാണ്, അല്ലെങ്കിൽ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്, അതല്ലെങ്കിൽ ഒരു പുസ്തകം എഴുതുന്നത്, അതിൽ പ്രത്യേക ക്രാഫ്റ്റോ ആർട്ടോ ടെക്നോളജിയോ വെബ് ഡെവലപ്മെൻറ്റോ എന്തെങ്കിലും ആകട്ടെ, എൻ്റെ പാഷനേറ്റ് ആയിട്ടുള്ള ഏരിയ കണ്ടെത്തുന്ന ആ നിമിഷം എൻ്റെ ജീവിതത്തിൻ്റെ ബാക്കിയെല്ലാം എന്നെ അലട്ടാത്തതായി മാറും. പലരും വിചാരിക്കും മദ്യം സുഖം തരും, സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ സുഖം തരും, ലൈംഗികത സുഖം തരും, കഞ്ചാവ് സുഖം തരും, ഇതെല്ലാം ശ്രദ്ധിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൻ്റെ പർപ്പസ് കണ്ടെത്തി ആ മേഖലയിൽ റിസൾട്ട് ഉണ്ടാക്കി മുന്നേറുന്നതിനേക്കാൾ അധികം സന്തോഷം നൽകുന്ന, സമാധാനം നൽകുന്ന, സ്വസ്ഥത നൽകുന്ന, ആശ്വാസം നൽകുന്ന, ആനന്ദം നൽകുന്ന വേറൊരു കാര്യമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് എല്ലാവരും ഹൈപ്പർഫോമറാകാൻ സാധിക്കുക. എത്രയും നേരത്തെ തന്നെ ഞാൻ ഹൈപ്പർഫോമറാകുന്ന മേഖല ഏതാണെന്ന് കണ്ടെത്തുകയും അതിലൂടെ പതിയെ പതിയെ വർക്ക് ചെയ്യുകയും അങ്ങനെ മുകളിലേക്ക് കടന്നു വന്നുകൊണ്ട് ഈ കൺസിസ്റ്റൻസിയിലൂടെ, ഫോക്കസിലൂടെ, ഗോളിലൂടെ, സെൻസ് ഓഫ് പർപ്പസിലൂടെ ജീവിതത്തിൽ തീർച്ചയായും എല്ലാവർക്കും 10 ഇരട്ടി മാറ്റമുണ്ടാക്കുവാനും ജീവിതത്തിൽ ഹൈപ്പർഫോമറാകുവാനും സാധിക്കും. ധാരാളം ആളുകൾ അങ്ങനെ ജീവിതത്തിൽ 360 ഡിഗ്രി ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ടോട്ടൽ ടേൺ അറൗണ്ട് ഞാനും കണ്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. തീർച്ചയായും സാധിക്കും. നടക്കാത്ത ഒന്നുമില്ല എന്ന വിശ്വാസത്തോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാം. മനുഷ്യൻ്റെ ജീവിതത്തിൽ തൽക്ഷണ സംതൃപ്തി അല്ലെങ്കിൽ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ പ്ലഷർ, ഇതിനൊക്കെ പിന്നാലെ പുതിയ കാലത്ത് ആളുകൾ ഓടാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇതിന് പകരമായിട്ട് ജീവിതത്തിൻ്റെ ഒരു അർത്ഥം യഥാർത്ഥത്തിൽ എന്താണ് എന്ന് അന്വേഷിക്കുമ്പോൾ ഹാപ്പിനെസ്സിന് വളരെയധികം പങ്കുണ്ടെന്ന് മനസ്സിലാവും. അത് നീണ്ടു നിൽക്കുന്ന ഒന്നാണ്. ഒരുപക്ഷെ ജീവിതത്തിലുടനീളം മനുഷ്യൻ അനുഭവിച്ച് പോരേണ്ടുന്ന ഒരവസ്ഥയാണല്ലോ ശരിക്കും സന്തോഷം എന്ന് പറയുന്നത്. അത് നേടിയെടുക്കാൻ നമുക്ക് എന്താണ് യഥാർത്ഥത്തിലുള്ള എഫക്റ്റീവായിട്ടുള്ള വഴികൾ? ചോദ്യത്തിൽ നിന്ന് തന്നെ ആരംഭിക്കാം. മനുഷ്യൻ സന്തോഷം അല്ലെങ്കിൽ പ്ലഷറെല്ലാം തേടുന്നവരാണെന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റിലൂടെയാണ് ആരംഭിച്ചത്. പലരും പല രീതിയിൽ പറയാറുണ്ട് ജീവിതത്തിൽ ഏറ്റവും ആവശ്യമായ കാര്യം സമാധാനമാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ചിലർ പറയും സന്തോഷത്തോടെ ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. എപ്പിക്യൂരിയം പോലെയുള്ള ആളുകൾ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, ജീവിതം ആനന്ദിക്കുക എന്നുള്ളതാണെന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതം എന്ന് പറയുന്നത് ആനന്ദിക്കുക എന്നുള്ളത് തന്നെയാണ്. ഒരു ചെറിയ ജീവിതം മാത്രമേ മനുഷ്യനുള്ളൂ. കൂടി വന്നാൽ 80-90 വയസ്സ് വരെ ജീവിച്ചിരിക്കും. എത്രമാത്രം ആനന്ദിക്കാൻ സാധിക്കും അത്രമാത്രം ആനന്ദിക്കുക എന്നുള്ളത് തന്നെയാണ്, അല്ലെങ്കിൽ സൂഹിക്കുക എന്നുള്ളത് തന്നെയാണ് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത്. പലരും പറയും എനിക്ക് സമാധാനമാണ് വേണ്ടത്. പല ആൾക്കാരും പറയാൻ ഇപ്പം എനിക്ക് സമാധാനമുണ്ട്. സമാധാനമല്ല ജീവിതത്തിൽ. യഥാർത്ഥത്തിൽ സമാധാനം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ സ്റ്റാർട്ടിങ് മാത്രമാണ്. സമാധാനത്തിന് ശേഷമാണ് നമുക്ക് യഥാർത്ഥത്തിൽ സന്തോഷം കിട്ടുന്നത്. സന്തോഷത്തിന് ശേഷമാണ് നമുക്ക് പ്ലഷർ അല്ലെങ്കിൽ ആനന്ദം അനുഭവിക്കാൻ സാധിക്കും. അപ്പോൾ ഒരു മനുഷ്യൻ ജീവിതത്തിൽ എപ്പോഴും ചിന്തിക്കേണ്ടത് എങ്ങനെ ആനന്ദം കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ ആനന്ദം എന്ന് പറയുന്നത്, പ്ലഷർ എന്ന് പറയുന്നത് ഇപ്പോൾ സെക്ഷൽ ആയിട്ടുള്ള പ്ലഷറുണ്ട്, അല്ലെങ്കിൽ മദ്യപിച്ച പ്ലഷർ, അതല്ല. അതൊക്കെ എല്ലാം താത്കാലികമായിട്ടുള്ള പ്ലഷറാണ്. ഞാൻ പറയുന്നത് നീണ്ടു നിൽക്കുന്ന ഒരു ഹാപ്പിനെസ്. അപ്പോൾ അതിനൊക്കെ ബുദ്ധ ഫിലോസഫിയും എല്ലാം പല നിർവ്വാണം അല്ലെങ്കിൽ പല രീതിയിലെല്ലാം അതിനെക്കുറിച്ച് മോക്ഷം എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ നീണ്ടു നിൽക്കുന്ന ഹാപ്പിനെസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് മനുഷ്യരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പർപ്പസ് എന്ന് പറയുന്നത്. സമാധാനമല്ല എന്നുള്ള കാര്യം ഒന്നുകൂടി നാം മനസ്സിലാക്കിയിരിക്കുക. സമാധാനം ഉണ്ടായതുകൊണ്ട് പ്രത്യേകിച്ച് നല്ലതായിരിക്കും, പക്ഷേ സമാധാനം ഉണ്ടായതുകൊണ്ട് മീനിങ് ഉണ്ടാകണമെന്നില്ല. പലരും പറയുന്നത് കേൾക്കാറുണ്ട് എനിക്കിപ്പോൾ സമാധാനമുണ്ട്. അതൊരു ഒളിച്ചോട്ടമാണ് സത്യത്തിൽ ആ ഒരു പ്രയോഗം തന്നെ. പക്ഷേ സന്തോഷവും ആനന്ദവുമാണ് ജീവിതത്തിൽ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ സാധിക്കും? ഇതിനകത്ത് ഹാപ്പിനെസ് പ്രൊജക്റ്റ് എന്ന് പറയുന്ന ഒരു ഗട്ടൻ വെച്ചതിൻ്റെ ഒക്കെ പുസ്തകമുണ്ട്. അതിനകത്ത് ഇതിനെക്കുറിച്ച് ധാരാളം പറയുന്നുണ്ട്. ഹാപ്പിനെസ്സിനെ കുറിച്ച് ധാരാളം പുസ്തകങ്ങൾ, ഹാപ്പി മണി, അങ്ങനെ ധാരാളം പുസ്തകം കാണാൻ സാധിക്കും. അതിനകത്ത് സോജ്ന ലിംബോവ്സ്കി എന്ന് പറയുന്ന ഒരു വ്യക്തി എഴുതിയ പുസ്തകമാണ് ഹാപ്പിനെസ് അഡ്വാൻറ്റേജ്. അതിൽ പല പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിനകത്ത് പറയുന്ന ഒരു കാര്യം, ഹാപ്പിനെസ് എന്ന് പറയുന്നത് പല കാരണങ്ങൾ കൊണ്ട് മനുഷ്യനുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനകത്ത് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ 50% ഹാപ്പിനെസ്സിൻ്റെ കാരണം എന്ന് പറയുന്നത് ജെനറ്റിക്സ് ആണ്. ചില ആളുകൾ പാരമ്പര്യമായും സന്തോഷമുള്ളവരായിരിക്കും. അവരെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസും വരെ സന്തോഷമുള്ള ആളുകളായിരിക്കും. ഇവർക്ക് സ്വാഭാവികമായിട്ട് പ്രത്യേകിച്ച് എക്സ്റ്റേണൽ ഒന്നും ഇല്ലാതെ തന്നെ
സന്തോഷിക്കാൻ സാധിക്കും. ഇനി 10% നമ്മുടെ സന്തോഷത്തിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ സാഹചര്യങ്ങളാണ്. നമ്മളായിരിക്കുന്ന ജോലി സ്ഥലങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി, നമ്മുടെ കുടുംബ ബന്ധങ്ങൾ, നമ്മുടെ സുഹൃത്തുക്കൾ, ഇതെല്ലാം. തീർച്ചയായിട്ടും. ഇനി ഒരു 40% എന്ന് പറയുന്നത് ഇൻറ്റൻഷണൽ ആയിട്ടുള്ള, ഡെലിബറേറ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റി ആണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഒരു വ്യക്തി സന്തോഷം കണ്ടെത്തേണ്ടത് സ്വന്തമായി തന്നെയാണെന്നാണ് മനസ്സിലാക്കേണ്ടത്, ആരെങ്കിലും കൊണ്ട് കൊടുക്കുന്നതല്ല. അല്ല. അതുകൊണ്ടാണ് പറയുന്നത് ഹാപ്പിനെസ് ഈസ് നോട്ട് എ ഡെസ്റ്റിനേഷൻ ബട്ട് എ ജേർണി. ഹാപ്പിനെസ് ഈസ് എ ചോയ്സ്. വേറെ ആരും കൊണ്ടുപോയി തരുന്ന കാര്യം സ്വന്തമായി കണ്ടെത്താനായിട്ട് ഇൻറ്റൻഷണലായി, ഡെലിബറേറ്റായി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും. ഒരേ ഒരു ജീവിതമുള്ള സന്തോഷത്തോടെ ജീവിക്കണം. ഒരിക്കലും നിരാശയിലും ദുഃഖത്തിലും നാം ജീവിക്കരുത്. ഉള്ളത് സന്തോഷിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കുമെന്നുള്ള അവസ്ഥയുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഹാപ്പിനെസ്സിനെ കുറിച്ച് പറഞ്ഞാൽ പൊതുവെ പറയുന്ന ഹാപ്പിനെസ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, ഹാപ്പിനെസ് ഹോർമോൺസ്, ഇതെല്ലാം നമുക്ക് കേൾക്കാറുണ്ട്. സത്യത്തിൽ അത് മാത്രം പ്രയോഗത്തിൽ വരുത്തി. ഇപ്പോൾ ഹാപ്പിനെസ് പ്രൊജക്റ്റിലെല്ലാം ഈ 4 ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് വഴി എങ്ങനെ ഹാപ്പിനെസ് കണ്ടെത്താമെന്നുള്ള ചിന്തകൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ 360 ഡേയ്സ് ഹാപ്പിനെസ് എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ് ഉണ്ട്. 360 ഡേയ്സ് ഹാപ്പിനെസ് പ്രൊജക്റ്റ് എന്ന് പറയുന്ന ഹാപ്പിനെസ് ഐഡിയോളജി എല്ലാം ഉണ്ട്. വർഷത്തിൽ എല്ലാ ദിവസവും അങ്ങനെ സന്തോഷത്തോടെ ജീവിക്കാം, അല്ലെങ്കിൽ ആഴ്ചയിൽ എല്ലാ ദിവസവും അങ്ങനെ സന്തോഷത്തോടെ ജീവിക്കാം. അതിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള പല ആക്ടിവിറ്റീസ് നമുക്ക് അവർ തരുന്ന ഒരു പ്രൊജക്റ്റാണ് ഹാപ്പിനെസ് പ്രൊജക്റ്റ്. നമ്മളും ഹാപ്പിനെസ് ക്യാമ്പസ്, അല്ലെങ്കിൽ ഹാപ്പിനെസ് കോച്ചിങ് എന്ന് പറയുന്ന കോഴ്സുകൾ നമ്മളും ചെയ്യുന്നുണ്ട്. എങ്ങനെ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താം. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഡോപ്പമിൻ എന്ന് പറയുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ, കുറച്ച് ഉദാഹരണം പറയാൻ വേണ്ടിയാണ്. ഇപ്പോൾ അതിന് പറയുന്ന റിവാർഡ്സ്. നമുക്ക് അവാർഡുകൾ, റെക്കഗ്നിഷൻ കിട്ടുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടാകും, അല്ലെങ്കിൽ പുതിയതായൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടാകും. അപ്പോൾ നാം എപ്പോഴും ശ്രമിക്കേണ്ടത് ഇന്ന് എനിക്ക് പുതിയതായി എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ. 2, എനിക്ക് ഏതെങ്കിലും ചെറിയ ഗോളുകൾ അച്ചീവ് ചെയ്ത് റെക്കഗ്നിഷൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. വേറെ ആൾ റെക്കഗ്നിഷൻ ചെയ്യാൻ നിർബന്ധമില്ല, ഒരു ചെറിയ ഗോൾ അയക്കുന്ന വെച്ചേക്കുന്നത്. അതുകൊണ്ടാണ് സ്മോൾ ഗോൾസ്, ടൈനി ഗോൾസ്, ആറ്റോമിക് ഹാബിറ്റ്സ്, ടൈനി ഹാബിറ്റ്സ് എന്നാണ് പറയുന്നത്. ചെറിയ ഗോളുകൾ വെച്ചുകൊണ്ട് അതിനെ ഓവർകം ചെയ്തുകൊണ്ട് അതിനെ സെലിബ്രേറ്റ് ചെയ്യാനുള്ള മനസ്സുണ്ടോ. അപ്പോൾ റെക്കഗ്നിഷൻ അല്ലെങ്കിൽ അപ്രീസിയേഷൻ, അതല്ലെങ്കിൽ പുതിയതായി ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് സന്തോഷം നൽകും. പലരും പക്ഷേ ചീപ്പ് ഡോപ്പമിൻസ് എല്ലാം ഉപയോഗിച്ച് സന്തോഷം കണ്ടെത്താറുണ്ട്. ഇപ്പോൾ ചീപ്പ് ഡൊമൈൻ എന്ന് പറയുന്നത് മാസ്റ്റർബേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സെക്സ്, അഡൾട്ടറി പോലെയുള്ള സെക്ഷൽ ആയിട്ടുള്ള പ്രശ്നം കണ്ടെത്തുക, മദ്യപിക്കുക, മയക്കുമരുന്ന് ഉപയോഗിക്കുക, ഫോൺ കാണുക, ഓവർ ഈറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സ്ക്രോള് ചെയ്യുക. ഇതെല്ലാം ഒരു താത്കാലികമായിട്ടുള്ള എഫീമറലായിട്ട് സന്തോഷം. സ്ക്രോളിംഗ് ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ് ഇപ്പോൾ, അല്ലേ? പക്ഷേ സ്ക്രോളിംഗ് ഈസ് ആക്ച്വലി കൗണ്ടർ പ്രൊഡക്റ്റീവ്. മനുഷ്യനെ ഡിപ്രഷനിലേക്ക് നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ് സ്ക്രോളിംഗ് എന്ന് പറയുന്നത്. പല ആളുകൾക്കും ഡിപ്രഷൻ ഉണ്ടാകാനോ അല്ലെങ്കിൽ ഡിപ്രഷനിലേക്ക് തള്ളിവിടുന്ന ഒരു ഏജൻ്റാണ് സ്ക്രോളിംഗ്, മൈൻഡ്ലെസ് സ്ക്രോളിംഗ്. ഫോമോ എന്ന് പറയുന്ന മൈൻഡ്ലെസ് സ്ക്രോളിംഗ്, കുറേ നേരം ഇരുന്ന് നോക്കി. രണ്ടാമത്തെ കാര്യം, ഈ സ്ക്രോളിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിന് പറ്റിയ ആക്ടിവിറ്റി അല്ല. പിന്നെ ഒരു ചെറിയ സമയം കൊണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള പല രീതി ഇൻഫോർമേഷനെ പ്രോസസ്സ് ചെയ്യാനായിട്ട് മൈൻഡിനെ, അല്ലെങ്കിൽ ബ്രെയിൻ മാത്രമല്ല, ഒരുപാട് വിഷ്വൽസ്, അല്ലേ, പല നിറങ്ങൾ, ഇതെല്ലാം ഒരേ സമയം, ഇതെല്ലാം നമ്മുടെ ബ്രെയിനിൻ്റെ ഫോക്കസ് നഷ്ടപ്പെടുത്തുകയും കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുത്തുകയും എല്ലാം ചെയ്യുന്ന കാര്യം. ഒരു കാര്യത്തിലും കോൺസെൻട്രേറ്റ് ചെയ്ത് നമുക്ക് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നാം ഉദ്ദേശിക്കുന്ന മേഖലയിൽ നമുക്ക് പെർഫോം ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് ഈ ഫോക്കസ് നഷ്ടപ്പെടുത്തുന്ന ഒന്നാണ് ഈ സ്ക്രോളിംഗ് എന്ന് പറയുന്നത്. ഇതെല്ലാം താത്കാലികമായിട്ടുള്ള ഒരു സന്തോഷം നൽകുന്ന ചീപ്പ് ഡൊമൈൻസാണ്. ഇപ്പോൾ പോൺ അഡിക്ഷൻ, ബ്ലൂ ഫിലിംസ് കാണുക, ഇതെല്ലാം ചീപ്പായിട്ടുള്ള ഡോപ്പമിനാണ്. ഒരിക്കലും ഹൈ പ്രൊഡക്റ്റീവായിട്ടുള്ള, ഹൈ പെർഫോമർ ആയിട്ടുള്ള ആൾ ഇത്തരം ചീപ്പായ ഡൊമൈനെ തേടി പോവുകയില്ല. താത്കാലിക ശാരീരിക സുഖം ലഭിപ്പാൻ, അല്ലെങ്കിൽ മനസ്സുകൾ ലഭിപ്പാൻ ആരും ഇങ്ങനെ ചീത്തയ കാര്യങ്ങൾ കാണുകയോ ചീത്ത കാര്യങ്ങൾ അനുഭവിക്കുകയോ ചെയ്യാനായിട്ട് പോവുകയില്ല എന്ന് സത്യമായിട്ടുള്ള അവസ്ഥ. അപ്പോൾ ഡോപ്പമിൻ പോലെ തന്നെ മറ്റൊന്നാണ് ഓക്സിറ്റോസിൻ, സ്നേഹ ഹോർമോൺ എന്ന് പറയുന്നത്, ലവ് ഹോർമോൺ എന്ന് വേണമെങ്കിൽ പറയാം. അത് ഫിസിക്കലായിട്ടുള്ള ടച്ചിലൂടെ, നല്ല ബന്ധങ്ങളിലൂടെ, നല്ല ഹഗ്ഗിലൂടെ, നല്ല ഷേക്ക് ഹാൻഡിലൂടെ, അല്ലെങ്കിൽ നല്ല പെറ്റ്സിനെ വളർത്തുന്നതിലൂടെ എല്ലാം നമുക്ക്, നല്ല കമ്മ്യൂണിറ്റി ലൈഫിലൂടെ എല്ലാം നമുക്ക് ലഭിക്കുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ നല്ല സൗഹൃദങ്ങൾ അങ്ങനെ വളർത്താം. അത് മനുഷ്യർ തന്നെ ആണെന്നില്ല, ഈവൻ പെറ്റ്സ് ആണെങ്കിൽ കൂടി വളരെ സന്തോഷം നമുക്ക് നൽകുന്ന കാര്യമാണ്. അപ്പോൾ അതുപോലെ നമുക്ക് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരെ താലോലിക്കുക, ഭാര്യയും ഭർത്താവും ഉണ്ടെങ്കിൽ കഡിൽ ടൈപ്പ് എന്നുപോലെ അവർക്ക് പരസ്പരം ഹഗ് ചെയ്യാം, കിസ് ചെയ്യാം. അങ്ങനെ ടച്ചിലൂടെ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റുഡൻസിനെയോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനെയോ അപ്രീഷിയേറ്റ് ചെയ്യാം, പുറത്ത് തട്ടിക്കൊണ്ട് ചെയ്യാം. ഇതെല്ലാം ടച്ച് പോലെയുള്ള ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഹോർമോൺ നമ്മെ, അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റർ വളരെ സന്തോഷം നൽകാൻ സഹായിക്കുന്നതാണ്. അപ്പം നമ്മൾ ചെയ്യേണ്ടത്
നാം ഒന്ന് നോക്കുക, എനിക്ക് ഈ പറയുന്ന ഇൻറ്റൻഷനലായി എങ്ങനെ ഹാപ്പിനെസ് കൊണ്ടുവരുവാൻ സാധിക്കും, എനിക്ക് പുതിയൊരു കാര്യം ചെയ്യാൻ സാധിക്കും, എനിക്ക് ചെറിയൊരു ഗോൾ വെച്ചിട്ട് അതിനെ എനിക്ക് നേടിയെടുക്കാൻ സാധിക്കുമോ, അതല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽ എൻ്റെ മക്കൾ അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ് ഇവരുമായി ചേർന്ന് കഡിൽ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പെറ്റ്സുമായി സമയം ചെലവഴിച്ചൊരു സന്തോഷം കണ്ടെത്താൻ സാധിക്കും. ആരും ഒരിക്കലും സന്തോഷം നമുക്ക് സൗജന്യമായി കൊണ്ടു തരികയില്ല. നമ്മുടെ ഭാഗത്തുനിന്ന് തീർച്ചയായും എഫോർട്ട് വേണ്ടതാണ്. ഈ ഡോപ്പമിൻ പോലെ ഓക്സിറ്റോസിൻ പോലെ സെറാട്ടോണിൻ, ഈ സെറാട്ടോണിൻ എന്ന് പറഞ്ഞാൽ കുറേ ഡൈവേഴ്സ് ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കാര്യമാണ്. ഇപ്പോൾ മെഡിറ്റേഷൻ ചെയ്താൽ നമുക്ക് തിരിച്ച് സന്തോഷം ഉണ്ടാകും. അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ്. പക്ഷെ പലപ്പോഴും ആളുകൾ നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മുടെ ജീവിതം എത്രയോ മനോഹരമായ നിമിഷങ്ങൾ ഓരോ ദിവസം കടന്നു പോകുന്നത്. നല്ല സുഹൃത്തുക്കളെ കാണുന്നുണ്ടാകാം, നാം ആഹാരം കഴിക്കുന്നുണ്ടാകാം, നാം ഇന്ന് ജോലി ചെയ്തിട്ടുണ്ടാകാം, നല്ല വായു നമുക്ക് ലഭിച്ചിട്ടുണ്ടാകാം, വെള്ളം കിട്ടിയിട്ടുണ്ടാകാം, നമുക്ക് വാഹനമുണ്ടാകാം, ഡ്രസ്സുണ്ടാകാം, എന്തൊക്കെയോ നന്മകളാണ് നമുക്ക് ജീവിതത്തിൽ. ഓരോ ദിവസവും വൈകിട്ട് ഒന്ന് പോയി, അതിനാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായൊരു നാച്ചുറൽ മെഡിസിൻ അല്ലെങ്കിൽ ടോണിക്കായിട്ട് എല്ലാം അറിയപ്പെടുന്നത്. അപ്പോൾ മെഡിറ്റേഷൻ അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ്, മറ്റുള്ളവരെ സഹായിക്കുക, മെഡിറ്റേറ്റ് ചെയ്യുക, ഇതെല്ലാം സെറട്ടോണിൻ പോലെയുള്ള ന്യൂറോ ട്രാൻസ്മിറ്റർ നമ്മെ സഹായിക്കുന്ന കാര്യമാണ്. ഇനി മറ്റൊന്നാണ് എൻഡോർഫിൻ. അത് നാച്ചുറൽ പെയിൻ കില്ലറാണെന്ന് വേണമെങ്കിൽ പറയാൻ സാധ്യതയുണ്ട്. അത് വളരെ എഫക്റ്റുള്ളൊരു ഹാപ്പിനെസ് നൽകുന്ന ഹോർമോണാണ്. ഇപ്പോൾ നമുക്ക് വിഷമിച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ പുറത്തേക്കൊന്ന് നടക്കുക, നേച്ചറിലൂടെ നടക്കുക, അല്ലെങ്കിൽ ഫിസിക്കലി ഡിഫിക്കൽട്ടായിട്ടുള്ള ചിലപ്പോൾ ജോഗ് ചെയ്യുന്നതാകാം, ട്രക്ക് ചെയ്യുന്നതാകാം, അഡ്വഞ്ചറായിട്ടുള്ള ആക്ടിവിറ്റി ചെയ്യുന്നതാകാം. അപ്പോൾ ഫിസിക്കലി പെയിൻ കൊണ്ടുവരുന്ന കാര്യങ്ങൾ അത് നമുക്ക് സന്തോഷം കൊണ്ടുവരാൻ സാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഹാപ്പിനെസ് എന്ന് പറയുന്നത് ചോയ്സാണ്. ഹാപ്പിനെസ് ഉണ്ടെങ്കിൽ മാത്രമേ സുഖം അല്ലെങ്കിൽ ആനന്ദം കണ്ടെത്തുവാൻ സാധിക്കൂ. സമാധാനത്തിൻ്റെ ശേഷം ഹാപ്പിനെസ്സിലേക്കും ഹാപ്പിനെസ്സിന് ശേഷം ആനന്ദത്തിലേക്കും നമുക്ക് പോകാൻ സാധിക്കണം. അതിനെ നമുക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കണം. ഹാപ്പിനെസ് ഇല്ലാതെ ജീവിതം നയിച്ചുകൊണ്ട് ഇറ്റ്സ് എ വേസ്റ്റഡ് ലൈഫ്. ഒരു ജീവിതമുള്ളൂ. അപ്പോൾ നാം എപ്പോഴും ചിന്തിക്കേണ്ടത് ഉള്ളതിൽ എങ്ങനെ സന്തോഷം കണ്ടെത്താം. ഇപ്പോൾ നാം പറയും പ്രസൻറ്റ്, ലീവ് ദ മൊമെൻ്റ് എന്നെല്ലാം പറയാറുണ്ട്. ഇന്നലത്തെ കഷ്ടതകളെക്കുറിച്ച് ഓർത്ത് വ്യാധിപ്പെട്ടിട്ട് കാര്യമില്ല. നാളത്തെ ദുഃഖങ്ങളെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിട്ട് കാര്യമില്ല. അത് വരും, ഇത് വരും, അങ്ങനെ വരും, ഇങ്ങനെ വരും. വരുന്നത് വരട്ടെ എന്നുള്ള ചിന്തയോടുകൂടി നാം ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഈ മൊമെൻറ്റിൽ ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് ഹാപ്പിനെസ് എന്ന് പറയുന്നത്. അതിന് ശക്തമായ മൈൻഡ്ഫുൾനെസ് ആവശ്യമാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഹൈ പെർഫോമൻസിന് ആവശ്യമാണ്. ഹൈ പെർഫോമർ ആകണമെങ്കിൽ ഹാപ്പിനെസ് ഉണ്ടാകണം. ഹൈ പെർഫോമർ ആകുമ്പോൾ ഹാപ്പിനെസ് ഉണ്ടാകും. ഹാപ്പിനെസ് ഉണ്ടെങ്കിൽ ഹൈ പെർഫോമർ ആകാൻ സാധിക്കും. അപ്പം അതിന് ഈ കാര്യങ്ങൾ, ഇപ്പോൾ ഞാൻ ചില ക്യാമ്പസുകളിലൊക്കെ ഹാപ്പിനെസ് ക്യാമ്പസ് പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ പല ക്ലയൻറ്റിനും ഹാപ്പിനെസ് പ്രൊജക്റ്റിൽ ഞാൻ കോഴ്സ് കൊടുക്കാറുണ്ട്. അപ്പോൾ അവർക്ക് ഡെയിലി കൊടുക്കും, നിങ്ങൾ ജീവിതത്തിൽ ഹാപ്പിനെസ് ഉണ്ടാകാനായിട്ട് ഇന്ന ടാസ്കുകൾ ചെയ്യുക. വളരെ ട്രാൻസ്ഫോർമേഷണലായിട്ടുള്ള ജീവിതത്തിൽ മാറ്റം വരും. നമ്മൾ ആദ്യം പറഞ്ഞ പോലെയുള്ള ശാരീരിക പ്രശ്നങ്ങളെല്ലാം, ആസ്മ പോലെയുള്ള, ഡയബറ്റിക്സ് പോലെയുള്ള പല കാര്യങ്ങളും ഇതിലൂടെ മാറ്റാൻ സാധിക്കും. ഞാൻ പറഞ്ഞപ്പോൾ സ്ട്രെസ്സ് അല്ലെങ്കിൽ ആങ്സൈറ്റി, ഡിപ്രഷൻ, അല്ലെങ്കിൽ ഹെയ്റ്റ്, ഹോസ്റ്റിറ്റ്, ഇതെല്ലാം കോർട്ടിസോൾ പോലെയുള്ള, അഡ്രിനാലിൻ പോലെയുള്ള പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഞാൻ പറയും, ഇപ്പോൾ അഡ്രിനാലിൻ, കോർട്ടിസോൾ, പിറ്റ്യൂട്ടറി, ഇതെല്ലാം ആക്സിസ് എന്ന് പറയും. ഇത് ഈ കണക്ഷൻസ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ വീക്കാക്കുകയും അല്ലെങ്കിൽ സിസ്റ്റത്തെ വീക്കാക്കുകയും അതാണ് നമുക്ക് രോഗങ്ങൾ ഉണ്ടാക്കുന്നത്. പക്ഷേ ഈ ഹാപ്പിനെസ് ഹോർമോൺസ് ഇതിൻ്റെ ഒരു നാച്ചുറൽ മെഡിസിനാണ്, നാച്ചുറൽ ടോണിക്കാണ്. ഹാപ്പിനെസ് ഉണ്ടാകുമ്പോൾ നമുക്ക് ഇമ്മ്യൂൺ സിസ്റ്റം ബൂസ്റ്റ് ആകുന്നു, ഏജിനിങ് കുറയ്ക്കുന്നു, അല്ലെങ്കിൽ രോഗപ്രതിരോധശേഷി കൂടുതലാക്കുന്നു, മനസ്സിനും ശരീരത്തിനും സുഖം നൽകുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത് ഈ പറയുന്ന സ്ട്രെസ്സിൻ്റെയും ആങ്സൈറ്റിയുടെയും ഡിപ്രഷൻ്റെയും ഹോസ്റ്റിലിറ്റിയുടെയും എല്ലാം ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആക്ഷൻ ഉണ്ടാക്കുന്നത്. അത് സന്തോഷം നൽകുകയും ഹൈ പെർഫോമൻസ് നൽകുകയും ഹെൽത്ത് നൽകുകയും വെൽബീയിങ് നൽകുകയും എല്ലാം ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ഈ പറയുന്ന 3 ബിഗ് എന്ന് പറയുന്ന നെഗറ്റീവ് ഇമോഷൻസിനെ മാറ്റി വെച്ചുകൊണ്ട് ഹാപ്പിനെസ്സിലേക്ക് നാം ഇൻറ്റൻഷണലായി എഫോർട്ട് ഇട്ടുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ സിസ്റ്റമാറ്റിക്കായി ചെയ്ത് കഴിഞ്ഞാൽ പല രോഗങ്ങളും മാറ്റാൻ സാധിക്കും, ഡിപ്രഷൻ മാറ്റാൻ സാധിക്കും, സന്തോഷം കണ്ടെത്താൻ സാധിക്കും, ആനന്ദം കണ്ടെത്താൻ സാധിക്കും. അതിലൊരു ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കുന്ന ഒരു കാര്യമാണ്. ഒരാൾ റിച്ചാകാൻ ആഗ്രഹിക്കുകയും അതേസമയം തന്നെ അതിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് വളരെ എഫക്റ്റീവായി നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ കഴിയുന്ന ഹാബിറ്റുകൾ ഡെവലപ്പ് ചെയ്തെടുക്കാനും കഴിയുന്നതിലൂടെ നമുക്ക് അതിലേക്ക് എത്തിച്ചേരാൻ കഴിയും. സയൻറ്റിഫിക് ആയിട്ടുള്ള, എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള അത്തരത്തിലുള്ള സ്ട്രാറ്റജികൾ നിങ്ങൾ പൊതുവെ ഉപയോഗിക്കാറുണ്ടല്ലോ. അപ്പോൾ അതിനെപ്പറ്റി നമുക്കൊന്ന് വിശദീകരിക്കാം. ഇതൊന്ന് റിച്ച് മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന ആശയത്തെക്കുറിച്ചായിരിക്കും പറയുന്നത്. ഈ റിച്ച് മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന ആശയം വളരെ പണ്ട് കാലഘട്ടം മുതൽ ഉള്ളൊരു കാര്യമാണ്.
പണ്ട് കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരാണങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും, ഉപനിഷത്തുകളിൽ കാണാൻ സാധിക്കും, ഖുറാൻ അല്ലെങ്കിൽ ബൈബിളിലെല്ലാം നമുക്ക് കാണാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ പണം ഉണ്ടാകുക എന്ന് പറയുന്നത് ഒരു മൈൻഡ് സെറ്റാണ്. പണം ഉണ്ടാകാൻ റിച്ച് മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞ കാര്യമുണ്ട്, ഉള്ളവന് ഇനിയും കിട്ടും, ഇല്ലാത്തവന് ഉള്ളതുകൂടി നഷ്ടപ്പെടും. പലരും വിചാരിക്കും വേറെ ഏതോ ഇന്നിക്വാലിറ്റി ബന്ധപ്പെട്ട തീമാണെന്ന് വിചാരിക്കും. നമ്മളിപ്പോൾ തന്നെ ലോകത്തിലെടുത്ത് നോക്കിയാൽ നമുക്കറിയാൻ സാധിക്കും 80% വെൽത്ത് വിരിക്കുന്ന 20% ആളുകളുടെ കയ്യിലാണ്. ഇപ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ അംബാനി കോടീശ്വരനായി, അല്ലെങ്കിൽ ടാറ്റ കോടീശ്വരനായി, അല്ലെങ്കിൽ അദാനി കോടീശ്വരനായി. സത്യം പറഞ്ഞാൽ അതിനകത്തെല്ലാം ഒരു മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ മനഃശാസ്ത്രം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഇതിന് ഏറ്റവും കൂടുതൽ എഫക്റ്റീവായി എനിക്ക് തോന്നിയത് കെൻ ഹോണ്ട എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹം ജപ്പാനീസിലെ ഒരാളാണ്. മൈൻഡ് വാലി പ്രൊജക്റ്റ് പോലെയുള്ള പ്രൊജക്റ്റുകൾ ചെയ്യുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നൊരു വളരെ മനോഹരമായ കോൺസെപ്റ്റ് എന്നെ ഹഠാത് ആകർഷിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് മേക്കിംഗ് പീസ് വിത്ത് മണി. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദരിദ്രരായിട്ടുള്ള ആളാണെന്ന് വിചാരിക്കും. നമ്മൾ ദരിദ്രരെയും പണക്കാരെയും വേദനിക്കുന്നതല്ല, പക്ഷേ പൊതുവെ പണമില്ലാത്തവർക്ക് പണത്തെക്കുറിച്ചുള്ള ചിന്ത എന്തായിരിക്കും? പണത്തെക്കുറിച്ച് പറയുമ്പോൾ അവരെന്തായിരിക്കും ചിന്തിക്കുന്നത്? പണം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, പണമില്ലാത്തതുകൊണ്ട് എനിക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത്, പണം എൻ്റെ ജീവിതത്തിലേക്ക് വരുന്ന ഒന്നല്ല, പണം എനിക്ക് കിട്ടാൻ സാധ്യതയില്ല, എൻ്റെ കയ്യിൽ റിസോഴ്സസ് ഇല്ല, ഞാൻ അംബാനിയായിട്ടോ അദാനിയായിട്ടോ ടാറ്റയായിട്ടോ ഒന്നും ജനിച്ചിട്ടില്ല. അപ്പോൾ ഒരു പണമെന്ന് കേൾക്കുമ്പോൾ ഒരു ഫ്രസ്ട്രേഷനാണ് മനുഷ്യർക്ക് പലർക്കും ഉണ്ടാകുന്നത്. ദാരിദ്ര്യം, പോവർട്ടി, പണമില്ലല്ലോ. അപ്പം അങ്ങനെ ചിന്തിക്കുന്നവർക്ക് ഒരിക്കലും പണം ഉണ്ടാകിയില്ല എന്നുള്ളതാണ് കെൻ ഹോണ്ട പറയുന്നത്. ഇപ്പോൾ കെൻ ഹോണ്ടയും തൻ്റെ ജീവിതത്തിൻ്റെ കുറേ കാലഘട്ടം, അതിൻ്റെ പിതാവ് ഒരു സാധാരണക്കാരനായിരുന്നു. പണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പിതാവ് തൻ്റെ ജീവിതം ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടൊരവസ്ഥയുണ്ടായി. ഇപ്പോൾ കെൻ ഹോണ്ട പണത്തിൻ്റെ മൂലമുള്ള ഈ ഡിഫിക്കൽട്ടീസ് എല്ലാം അനുഭവിച്ചു വന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ച ശേഷം അദ്ദേഹം മൈൻഡ് വാല്യൂ പ്രൊജക്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് മേക്കിംഗ് പീസ് വിത്ത് മണി. അതേപോലെ വളരെ മനോഹരമായ ആശയമുണ്ട്, ജപ്പാനീസിൽ വളരെ പ്രചാരമുള്ള ആശയമുണ്ട്, അരിഗാത്തോ എന്ന് പറയുന്നത് പണം കിട്ടുമ്പോഴും പണം കൊടുക്കുമ്പോഴും നന്ദി പറയുക. ഇപ്പോൾ നാം ചായ കുടിക്കാൻ പോകുന്നു, കടയിൽ പൈസ കൊടുക്കുന്നു, ജസ്റ്റ് സേ അരിഗാത്തോ. കാരണം നമ്മുടെ കയ്യിൽ പണം ഉണ്ടായതുകൊണ്ടാണ് നാം പണം കൊടുക്കുന്നത്, ചായ കുടിക്കുന്നതും പണം കൊടുക്കുകയും ചെയ്യുന്നത്. നമുക്കൊരാൾ 10 രൂപ തന്നു, അല്ലെങ്കിൽ നമുക്ക് എല്ലാ മാസവും സാലറി കിട്ടി, അരിഗാത്തോ എന്ന് വെച്ചാൽ താങ്ക് യു പറയുക. ഇപ്പോൾ സ്റ്റാർട്ട്. അപ്പോൾ ഈ പണത്തിന് തന്നെ നമ്മോട് താല്പര്യം തോന്നുകയാണ്, കാരണം താങ്ക് യു പറയുന്നു, പണത്തെ വിലയുള്ള ഒന്നായി കാണുന്നു. അപ്പോൾ ഹീലിംഗ് ദ വൂൺസ് ഓഫ് മണി എന്ന് പറയുന്ന ഒരു ആശയം അദ്ദേഹം പറയുന്നുണ്ട്. നമ്മുടെ ചെറുപ്പകാലങ്ങളിൽ ചിലപ്പോൾ, അല്ലെങ്കിൽ പഴയ കാലങ്ങളിൽ പണവുമായി ബന്ധപ്പെട്ട് നമുക്ക് നഷ്ടമുണ്ടായതായിരിക്കാം, അല്ലെങ്കിൽ പണമില്ലാത്തതുകൊണ്ട് ദാരിദ്ര്യം അനുഭവിച്ച അവസ്ഥയായിരിക്കാം, പണമില്ലാത്തതുകൊണ്ട് മികച്ച വിദ്യാഭ്യാസം ലഭിക്കാത്തതായിരിക്കാം, അല്ലെങ്കിൽ പണമില്ലാത്തതുകൊണ്ട് മറ്റുള്ളവരുടെ ഇടയിൽ നമുക്ക് വേണ്ട ബഹുമാനമോ പദവിയോ പരിഗണന ലഭിക്കാത്തതായിരിക്കാം. അതുകൊണ്ട് എനിക്ക് പണമില്ലല്ലോ എന്നുള്ള സ്കാർസിറ്റി മൈൻഡ് സെറ്റ് മനുഷ്യർ ധാരാളം ഉണ്ടാകാറുണ്ട്. അതാണ് ഹീലിംഗ് ദ വൂൺസ് വിത്ത് റെസ്പെക്ട് ടു മണി. പണവുമായി ബന്ധപ്പെട്ട നെഗറ്റീവായിട്ടുള്ള, വിഷമകരമായിട്ടുള്ള, വേദനിപ്പിക്കുന്നതായിട്ടുള്ള വികാരങ്ങളെ മാറ്റുകയും സേ ഗ്രാറ്റിറ്റ്യൂഡ്, താങ്ക് യു, അരിഗാത്തോ ഓൾവേസ്. എനിക്ക് പണമുള്ളതുകൊണ്ട്, എനിക്ക് പണം കൊടുക്കാൻ കഴിയുന്നുണ്ട്, എനിക്ക് പണം വാങ്ങാൻ കഴിയുന്നുണ്ട്, സേ താങ്ക് യു. ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് പൈസ കൊടുക്കുമ്പോൾ എൻ്റെ പണം മൊത്തം തീർന്നല്ലോ എന്ന് ഓർത്തല്ല കൊടുക്കേണ്ടത്, എന്നെ ഈ ഡോക്ടർ ചികിത്സിച്ച് ഭേദമാക്കിയോ, അല്ലെങ്കിൽ പണം കൊടുക്കാൻ സാധിച്ചല്ലോ. ഓരോ ജോലിക്കാരന് നാം പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ സേ അരിഗാത്തോ. എല്ലാ മാസവും സാലറി കിട്ടുമ്പോൾ അരിഗാത്തോ. ചായ കുടിക്കാനായിട്ട് പൈസ കൊടുക്കുമ്പോൾ അരിഗാത്തോ. ഓട്ടോറിക്ഷക്കാരന് ഓട്ടോറിക്ഷയുടെ പൈസ കൊടുക്കുമ്പോൾ പ്രാജി കൊടുക്കാതെ ചിലപ്പോൾ അധികം പൈസ കൊടുത്തായിരിക്കും, പക്ഷേ സേ വിത്ത് അരിഗാത്തോ. വാട്ട് എവർ വി ഡു, റിസീവ് ആൻഡ് ഗിവ് മണി വിത്ത് അരിഗാത്തോ. ഇതാണ് മേക്കിംഗ് പീസ് വിത്ത് മണി എന്ന് പറയുന്ന ഏറ്റവും വലിയ ആശയം. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വേറെ ആശയമാണ് റോബർട്ട് കിയോസാക്കി. വളരെ പ്രശസ്തനായിട്ടുള്ള റിച്ച് ഡാഡ് പുവർ ഡാഡ്. ഒരാളുടെ പിതാവ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്നു, മറ്റേയാളുടെ പിതാവ് ബിസിനസ്സുകാരനായിരുന്നു. ഗവൺമെൻറ് ഉദ്യോഗസ്ഥന് എല്ലാ മാസവും അവസാനമാകുമ്പോൾ ദാരിദ്ര്യമാണ്, പൈസ ഒന്നും ബാക്കിയില്ല. മറ്റേ സാധാരണ മനുഷ്യൻ ബിസിനസ്സുകാരനായ ആൾക്ക് ഇഷ്ടം പോലെ പൈസ ബാക്കിയുണ്ട്. അപ്പോൾ അതിനകത്ത് പണത്തോടുള്ള മൈൻഡ് സെറ്റാണ്. ഒരാൾ ചിന്തിക്കുന്നു എൻ്റെ കയ്യിൽ പണമില്ലല്ലോ, പക്ഷെ മറ്റേയാൾ ചിന്തിക്കുന്നത് എനിക്ക് എങ്ങനെ പണം ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഒരാൾ വിചാരിക്കുന്നത് എനിക്ക് ലക്ഷൂറിയസ് ആയിട്ടുള്ള കാർ വാങ്ങണം. അപ്പോൾ ഒരാൾ പൂറായിട്ടുള്ള ആൾ ചിന്തിക്കും എൻ്റെ കയ്യിൽ പണമില്ലല്ലോ, ഇതെല്ലാം പണക്കാർക്കുള്ളതാണല്ലോ. അസയം ധനികനാകാൻ ആഗ്രഹമുള്ള റിച്ച് മൈൻഡ് സെറ്റ് ആൾ ചിന്തിക്കും എനിക്ക് എങ്ങനെയാണ് ലംബോർഗിനി വാങ്ങാം, എനിക്ക് എങ്ങനെയാണ് മെർസിഡസ് ബെൻസ് വാങ്ങാം, ഹൗ ഐ ക്യാൻ അഫോർഡ് ഇറ്റ്, ഐ കനോട്ട് അഫോർഡ് എന്നുള്ളതല്ല, ഹൗ ഐ ക്യാൻ അഫോർഡ് ദാറ്റ് എന്നുള്ള ചിന്താഗതിയാണ് റിച്ച് മൈൻഡ് സെറ്റ് ആളുകൾ. ഇതാണ്
റോബർട്ട് കിയോസാക്കിയുടെ മെയിനായിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ സിദ്ധാന്തം എന്ന് പറയുന്നത് എനിക്ക് എങ്ങനെ നേടാം എന്ന് ചിന്തിക്കുക. എനിക്കില്ലല്ലോ എന്ന് പറയുന്നതിനേക്കാൾ എനിക്കിത് എങ്ങനെ നേടാൻ സാധിക്കും. ആ ഒരു ആറ്റിറ്റ്യൂഡാണ് നാം പണത്തോട് വേണ്ടത്. ഇനി നെപ്പോളിയൻ ഹിൽ ഞാൻ ആദ്യം പറഞ്ഞു, ലോകത്തിലെ ഏറ്റവും ധനികനായിട്ടുള്ള, ലോകം കണ്ട ഏറ്റവും വലിയ ധനികനായിട്ടുള്ള ആൻഡ്രൂ കാർണിഗിയുടെ എല്ലാം കീഴെ പ്രവർത്തിച്ച, ഒപ്പം തന്നെ ലോകത്തിലെ ഏറ്റവും ധനികരായ 500ഓളം ആളുകളെ പഠിച്ചതാണ് നെപ്പോളിയൻ ഹിൽ. അതിൻ്റെയാണ് ഈ നെപ്പോളിയൻ ഹില്ലിൻ്റെ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന പുസ്തകത്തിൽ പറയുന്നത്. അപ്പോൾ അതിനകത്ത് പണം ഇല്ലല്ലോ ചിന്തിക്കുന്ന ആൾക്ക് ഒരിക്കലും പണം ഉണ്ടാക്കാൻ സാധിക്കില്ല. ഞാൻ പണക്കാരനാകുമെന്നുള്ള വിഷ്വലൈസ് ചെയ്യാൻ സാധിക്കുന്ന, അങ്ങനെ ചിന്തിക്കാൻ സാധിക്കുന്ന ആൾക്ക് പണക്കാരനാകാൻ സാധിക്കും. അതിന് പലപ്പോഴും പറയാറുണ്ട്, നാം വലിയ പണമുള്ള സ്ഥലങ്ങളിലൊക്കെ പോവുക, ലക്ഷറിയസ് ആയിട്ടുള്ള ബ്രാൻഡ് ഷോപ്പുകളിൽ പോവുക, അല്ലെങ്കിൽ ലക്ഷറിയസ് ആയിട്ടുള്ള കടകളിലോ റിസോർട്ടുകളിലോ പോകാൻ കഴിയുമെങ്കിൽ പോവുക. അങ്ങനെ അവിടെ ആയിരിക്കുമ്പോഴാണ് നമുക്ക് അത്ര മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നത്. ഈ സ്കേഴ്സിറ്റി, ഇല്ലാത്ത ദാരിദ്ര്യം അല്ലെങ്കിൽ ഇല്ല നഷ്ടം, ഇങ്ങനെയുള്ള എൻവയോൺമെൻറ്റുകളിൽ എപ്പോഴും പോയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഗ്രോ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ എങ്ങനെ നമുക്ക് ഏറ്റവും ലക്ഷറിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ റിച്ച് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ, എൻവയോൺമെൻറ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുമോ, അത്രയും എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ള ഒരു ആശയം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇതുകൂടാതെ ധാരാളം കാര്യങ്ങളുണ്ട്. കാരണം പണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു കാമുകിയായ അല്ലെങ്കിൽ കാമുകനായി സങ്കല്പിക്കുക. അപ്പോൾ നിങ്ങളുടെ കാമുകനാണ് പണമെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ കാമുകിയുടെ പണമെന്ന് വിചാരിക്കുക. പണത്തെ പ്രണയിക്കാൻ സാധിക്കണം. അപ്പോൾ പ്രണയിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും കാമുകിയോട് നിങ്ങളുടെ ഇല്ലായ്മയെ കാണിക്കാൻ സാധ്യതയില്ല. പണത്തെ ആഗ്രഹിക്കുകയല്ല, പ്രണയിക്കുകയാണല്ലേ. പണത്തെ പ്രണയിക്കാൻ സാധിക്കണം. അപ്പോൾ പണത്തിന് തോന്നുകയാണ് ഈ മനുഷ്യൻ അല്ലെങ്കിൽ ഈ വ്യക്തി എന്നെ അത്രമാത്രം വാല്യൂ ചെയ്യുന്നു, എന്നെ അത്രമാത്രം കെയർ ചെയ്യുന്നു, എന്നെ അത്രമാത്രം കൺസിഡർ ചെയ്യുന്നു, റെസ്പെക്റ്റ് ചെയ്യുന്നത് പണത്തിന് തോന്നണം. എന്നാൽ മാത്രമേ പണം അട്രാക്റ്റ് ചെയ്യും. ഇതാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന പ്രിൻസിപ്പിളിലൂടെ എല്ലാം നമുക്ക് പണം ഉണ്ടാക്കാൻ സാധിക്കും. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. പണത്തിന് നമ്മോടുള്ള സമീപനം നമുക്ക് പണത്തോടുള്ള സമീപനം പോലെ തന്നെയാണ്. എങ്ങനെയാണ് ഒരു പ്രണയിനിയെ അല്ലെങ്കിൽ കാമുകിയെ നാം ട്രീറ്റ് ചെയ്യുന്നത്? എത്ര റെസ്പെക്റ്റോടും എത്ര സ്നേഹത്തോടും എത്ര കരുതലോടുമാണ് നാം സ്നേഹിക്കുന്നത്. ഒരു കാമുകിയുടെ മുമ്പിൽ നാം മോശം വസ്ത്രം ധരിച്ചു പോകുമോ? ഒരിക്കലും നാം ചതഞ്ഞുകൂടി ക്ഷീണിച്ചിരിക്കുമോ? നാം കോൺഫിഡൻസ് പ്രകടിപ്പിക്കും അല്ലേ? നമുക്ക് ഏറ്റവും ബെസ്റ്റ് കോൺഫിഡൻസ് പ്രകടിപ്പിക്കും. പണം എപ്പോഴും വരുന്ന ആത്മവിശ്വാസമുള്ള ആളുകളിലേക്കാണ്, അല്ലാതെ ധൈര്യമില്ലാത്ത, ശക്തിയില്ലാത്ത, ക്ഷീണിച്ചിരിക്കുന്ന, ആത്മവിശ്വാസമില്ലാത്ത ആളുകളിലേക്ക് പണം ഒരിക്കലും പോവുകയില്ല. സോ തിങ്ക് അബൌട്ട് ഹൗ മച്ച് കോൺഫിഡൻ്റ് ഐ ആം. എൻ്റെ കഴിവിലും എൻ്റെ ചിന്തയിലും എൻ്റെ ഫ്രണ്ട്ഷിപ്പിലും എല്ലാം എത്രമാത്രം ഞാൻ കോൺഫിഡൻ്റ് ആണ്. മൂന്നാമത്തെ കാര്യം, പണം ഓൾവേസ് അട്രാക്ട്സ് വിത്ത് സ്കിൽസ്. വെറുതെ ഇരുന്ന പണം കിട്ടില്ല. പണം ഉണ്ടാകാൻ നല്ല സ്കില്ലുകൾ വേണ്ടത് ആവശ്യമാണ്. അപ്പം അങ്ങനെ എത്രമാത്രം സ്കില്ല് എനിക്കുണ്ട്. പണം നോക്കുന്നത് ഈ ആളുടെ കയ്യിൽ പണം കിട്ടിയാൽ ഈ ആൾക്ക് ഈ പണത്തെ ഉപയോഗിച്ച് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? ഇതെല്ലാം സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവാണ്. ഇപ്പോൾ അതുകൊണ്ടാണ് ഈ പല ആളുകൾ ലോട്ടറി അടിച്ചിട്ട് ദരിദ്രരായി പോകുന്നത്. കുറേ പണം കിട്ടി, പക്ഷേ ദരിദ്രരായി പോയി. കാലത്തിനുള്ളിൽ പണം ഉപയോഗിക്കാനുള്ള സ്കില്ലുണ്ടായില്ല, മണി മാനേജ് ചെയ്യാനുള്ള ഐഡിയ ഉണ്ടായില്ല. ഒന്ന് എപ്പോഴും ചിന്തിക്കേണ്ടത്, ഒന്ന് സ്കില്ല് വളരെ പ്രധാനപ്പെട്ട, സ്കില്ലുള്ളിടത്തേക്കാണ് പണം പലപ്പോഴും എല്ലായ്പ്പോഴും തന്നെ വന്നു ചേരുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം, നാം ഒരാളെ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുക. നാം എന്ത് ചെയ്യും? നാം അവരെ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കും, കൂടുതൽ അറിയാൻ ശ്രമിക്കും, കൂടുതൽ സമയം ചെലവഴിക്കാൻ ശ്രമിക്കും. അതുപോലെ തന്നെ പണത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക. പണം എങ്ങനെ പ്രവർത്തിക്കുന്നു, പണം എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം, പണം എങ്ങനെ കോമ്പൗണ്ട് ചെയ്യാം, പണം എങ്ങനെ വലുതാക്കാം. ഈ പണവുമായി ബന്ധപ്പെട്ട് നമുക്ക് ധാരാളം ഇത്തരം തോട്ടുകൾ അല്ലെങ്കിൽ ഇത്തരം ഇൻട്രസ്റ്റ് നമുക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അപ്പോൾ പണം എന്ന് പറയുന്നത് തീർച്ചയായും ഒരു മൈൻഡ് സെറ്റ് തന്നെയാണ്. പണം എപ്പോഴും കോൺഫിഡൻസിനെ സ്നേഹിക്കുന്നു, അട്രാക്റ്റ് ചെയ്യുന്നു, സ്കില്ലിനെ അട്രാക്റ്റ് ചെയ്യുന്നു, പണത്തെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ആളുകളെ അട്രാക്റ്റ് ചെയ്യുന്നു, പണത്തോടെ ഗ്രാറ്റിറ്റ്യൂഡുള്ള ആളുകളെ അട്രാക്റ്റ് ചെയ്യുന്നു. അപ്പോൾ എപ്പോഴും നാം ചിന്തിക്കേണ്ട കാര്യം, പണവുമായി ബന്ധപ്പെട്ട എൻ്റെ ചിന്ത എന്താണ്, എൻ്റെ പെർസെപ്ഷൻ എന്താണ്, എൻ്റെ പെർസ്പെക്റ്റീവ് എന്താണ്, എൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണ്. അത് പോസിറ്റീവാണെങ്കിൽ തീർച്ചയായും പണം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പണത്തെ വെറുക്കുകയും പണത്തെ കുറ്റം പറയുകയും, പല ആൾക്കാരും പറയും പണം എന്ന് പറയുന്നത് എനിക്കൊന്നും വേണ്ട കാര്യം. ചില ആൾക്കാർ പറയാറുണ്ട്, പണം ഉണ്ടായിട്ട് തന്നെ കാര്യം. അതെ, പണം ഉണ്ടായ സന്തോഷം ഉണ്ടാവില്ല. നമുക്ക് ഒത്തിരി ആൾക്കാരെ കാണുന്നുണ്ട്, പണം ഉണ്ടായിട്ട് ആത്മഹത്യ ചെയ്ത ആൾക്കാരെ കാണുന്നുണ്ട്. അതെ, അങ്ങനെ പറയുന്ന ആൾക്ക് ഒരിക്കലും പണക്കാരനാകരുത്. ശരിക്കും അയാൾ പറയുന്നതിന് കാരണം അദ്ദേഹത്തിന് നിസ്സഹായാവസ്ഥയാണ്. അദ്ദേഹം ദാരിദ്ര്യം പിടിച്ചെടുക്കുന്നത് അദ്ദേഹം പറയുകയാണ്, പണം കൊണ്ട് യാതൊരു നിരാശയിൽ നിന്നാണ് അല്ലേ. അപ്പം അങ്ങനെയുള്ള ഒരിക്കലും ധനികരാകിയില്ല. ഒരിക്കലും ആ ഒരു വാക്ക് നാം വിശ്വസിക്കുകയോ അത് കേൾക്കുകയോ അത് വകവയ്ക്കുകയോ ചെയ്യല്ല. ഈ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്, ഇപ്പോൾ അംബാനി പറയുകയാണ്,
അല്ലെങ്കിൽ ലോകത്തിലെ കോടീശ്വരൻ പറയുകയാണ് പണം കൊണ്ടൊരു കാര്യമില്ല എന്ന് പറഞ്ഞ് നമുക്ക് കേൾക്കാം. കാരണം അവൻ പണം കണ്ടിട്ട് വന്ന് പറഞ്ഞ ആളാണ്. പണമില്ലാതെ ദരിദ്രത്തിൽ കഴിയുന്ന ഒരാൾ പറയുകയാണ് പണം കൊണ്ട് അത് എക്സ്ക്യൂസ് മാത്രമാണ്, ഒളിച്ചോട്ടം മാത്രമാണ്. അദ്ദേഹം പണത്തെ വാല്യൂ ചെയ്യുന്നില്ല, പണത്തെ സ്നേഹിക്കുന്നില്ല, റെസ്പെക്റ്റ് ചെയ്യുന്നില്ല. ഒരിക്കലും പണം അങ്ങോട്ടേക്ക് വരികയില്ല. സോ ഓൾവേസ് സ്റ്റാർട്ട് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. പണത്തിനെ അങ്ങനെ സമീപിക്കുമ്പോഴാണ് നമുക്ക് തീർച്ചയായും പണം ഉണ്ടാകുന്നത്. തീർച്ചയായും പണം ഉണ്ടാകാൻ എല്ലാവർക്കും സാധിക്കും. ഇനിയും നമുക്ക് കാലഘട്ടം വളരും തോറും ഈ 80-20 എന്നുള്ള ആശയത്തിൽ നിന്ന് മാറി കുറേയധികം ആളുകളിലേക്ക് കുറേയധികം പണം വന്നു ചേരാൻ നമുക്ക് സാധിക്കുന്ന അവസ്ഥയിലേക്ക് ഈ മൈൻഡ് സെറ്റിലൂടെ നമുക്ക് മാറ്റുവാൻ സാധിക്കും. എവറിത്തിങ് കണക്ട്സ് വിത്ത് മൈൻഡ്. ഇതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ വിഷയവും മൈൻഡ് പവറിനെ കുറിച്ച് പറഞ്ഞ വിഷയങ്ങളും, പണത്തെക്കുറിച്ച് പറഞ്ഞ വിഷയങ്ങളും, സ്കില്ലിനെക്കുറിച്ച് പറഞ്ഞ വിഷയങ്ങളും, പെർഫോമൻസിനെ കുറിച്ച് പറഞ്ഞ വിഷയങ്ങളും, രോഗങ്ങളെക്കുറിച്ച് പറഞ്ഞ വിഷയങ്ങളും എല്ലാം കണക്ട് ചെയ്തിരിക്കുന്നത് മൈൻഡ് സെറ്റാണ്. തീർച്ചയായും എല്ലാവർക്കും ധനികരാകാൻ സാധിക്കും. ഇനി ധാരാളം പുസ്തകങ്ങളുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. മില്യണറി മൈൻഡ് സെറ്റ്, റിച്ച് ഡാഡ് പുവർ ഡാഡ്, റിച്ചസ്റ്റ് മാൻ ഇൻ ബാബിലോൺ, അല്ലെങ്കിൽ സൈക്കോളജി ഓഫ് മണി. ഇതിനകത്ത് എക്സെപ്ഷണൽ ആയിട്ടുള്ള പുസ്തകമാണ് സൈക്കോളജി ഓഫ് മണി, മോർഗൻ ഹസൽ. അപ്പോൾ ആ പുസ്തകത്തിനകത്ത് അതിൽ മോർഗൻ ഹസലിൻ്റെയും ഒപ്പം തന്നെ ജോർജ് കാസറിൻ്റെ ഒക്കെ പുസ്തകങ്ങളുണ്ട്. ഈ രണ്ട് പുസ്തകങ്ങളിൽ മാത്രം പറയുന്നത് സാധാരണക്കാരും ധനികനാകാൻ സാധിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ മോർഗൻ ഹസൽ പറയുന്നതും റിച്ച് ഡാഡ് പൂർ ഡാഡ് പറയുന്നതും തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് പറയുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ മോർഗൻ ഹസൽ പറയുന്നത് സാധാരണക്കാരന് പണക്കാരനാകാം. ഫോർ എക്സാമ്പിൾ വാരൻ ബഫറ്റ്, റൊണാൾഡ് റീഗൻ, ഇവരൊക്കെ പറയുന്നുണ്ട്. ഇവരൊക്കെ വളരെ ചെറുപ്പത്തിൽ തന്നെ വളരെ ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ പണക്കാരാക്കാനാണ്. അപ്പോൾ അതുകൊണ്ട് ഏത് സാധാരണക്കാരനും പണക്കാരനാകാൻ സാധിക്കും. ഇപ്പോൾ ദ മില്യണറി മൈൻഡ് സെറ്റിൻ്റെ പുസ്തകവും ഒപ്പം തന്നെ മോർഗൻ ഹസലിൻ്റെ പുസ്തകവും പറയുന്നത് ചെറിയ ഫ്രൂഗലായി തന്നെ ഉള്ള പണം കുറഞ്ഞ് ചിലവഴിച്ചുകൊണ്ട് ഒപ്പം കൂടുതൽ സേവ് ചെയ്തതിന് അങ്ങനെ പണക്കാരാകാമെന്നുള്ളതാണ് അവർ പറയുന്നത്. ആശയം റോബർട്ട് കിയോസാക്കിയും ഒപ്പം തന്നെ നെപ്പോളിയൻ ഹില്ലാണ് പറയുന്നത് കൂടുതൽ എങ്ങനെ സമ്പാദിക്കാം, കൂടുതൽ സമ്പാദിച്ചുകൊണ്ട് കൂടുതൽ ലക്ഷൂറിയസ് എങ്ങനെ ജീവിക്കാം. മറ്റൊരു പറയുന്നത് കുറഞ്ഞ് ചിലവാക്കിക്കൊണ്ട് കൂടുതൽ സേവ് ചെയ്ത് ജീവിക്കുക. മറ്റ് ഫിലോസഫി പറയുന്നത് കൂടുതൽ സമ്പാദിച്ച് എങ്ങനെ അധികം പണം ഉണ്ടാക്കിക്കൊണ്ട് അധികം സ്പെൻഡ് ചെയ്യുക. വേറെ പ്രധാനപ്പെട്ട കാര്യം കൂടി നാം മനസ്സിലാക്കേണ്ട കാര്യം, പണം എപ്പോഴും കൂടുതൽ വരുന്നത് ആർക്കാണെന്നറിയാമോ? ചില ആൾക്കാരുടെ പണം കിട്ടുന്നതെല്ലാം കൂട്ടി വയ്ക്കും. പണം എന്ന് പറയുന്നത് കയ്യിലിരിക്കേണ്ട ഒന്നല്ല, പണം സർക്കുലേറ്റ് ചെയ്യപ്പെടേണ്ട കാര്യമാണ്. ഇപ്പോൾ ഞാൻ ഒരു കാര്യം മേടിച്ച് എൻ്റെ കൈവശം വെക്കുകയാണെങ്കിൽ പണത്തിന് സത്യം പറഞ്ഞാൽ പണത്തിനത് ഇഷ്ടമല്ല. പണം എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ എന്നെ ജോലിക്ക് എടുത്തു സ്ഥലത്ത്, ഞാൻ നാളെ തൊട്ട് പറയുകയാണ് നിങ്ങൾ അവിടെ ഇരുന്നോ, ഒരു ജോലി തന്നില്ലെങ്കിൽ ഇഷ്ടപ്പെടുമോ? ഇല്ല, നിങ്ങൾ നാളെ അവിടെ നിന്ന് ഇറങ്ങിപ്പോരും. സെയിം തന്നെയാണ് പണത്തിൻ്റെയും അവസ്ഥ. കുറേ പണം നിങ്ങൾക്ക് കിട്ടി, ചിലപ്പോൾ ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ കുറേ പണം കിട്ടി. നിങ്ങളത് ബാങ്കിൽ പോയി FD ഇട്ട് വെച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും പണക്കാനാകാൻ സാധിക്കില്ല. ആ സമയം പണത്തെ എങ്ങനെ ക്രിയേറ്റീവായി സ്പെൻഡ് ചെയ്തുകൊണ്ട് കുറേ ആൾക്കൊക്കെ ജോലി കൊടുക്കുന്ന വഴിയോ അല്ലെങ്കിൽ ഈ പണം സർക്കുലർ എക്കോണമിയിലേക്ക് പോയി സർക്കുലേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് കൂടി വളരെ ആവശ്യമാണ്. അപ്പോൾ നാം ആലോചിക്കും നമുക്ക് ചെറിയ കോർപ്പസ് ആയിരിക്കും ഉണ്ടാകാം, അല്ലെങ്കിൽ ക്യാപിറ്റലായിരിക്കും ഉണ്ടാകാം, മൂലധനഭാഗം ഉണ്ടാകാം. അതിനെ എങ്ങനെ വിദഗ്ധമായി പ്ലാൻ ചെയ്തുകൊണ്ട് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ആ പണത്തെ ഉപയോഗിക്കാൻ സാധിക്കും. അത് ഞാൻ പറഞ്ഞത്, പണം എന്ന് പറയുന്നത്, പണത്തെ സ്നേഹിക്കുന്ന ആൾ പണത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കും, പണം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കും. അവിടെയാണ് റോബർട്ട് കിയോസാക്കിയൊക്കെ പറയുന്നത് പണത്തെ നിങ്ങൾക്ക് അടിമയാക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പണത്തിൻ്റെ അടിമയാകാം. പണം കൊണ്ട് പണം ഉണ്ടാക്കാൻ കഴിയുന്ന ആളാണ് യഥാർത്ഥത്തിൽ ധനികൻ എന്ന് പറയുന്നത്. പക്ഷേ മനുഷ്യരെല്ലാവരും ജീവിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? പണം ഉണ്ടാക്കാൻ വേണ്ടി മനുഷ്യൻ ജീവിക്കുകയാണ്. പക്ഷേ പണത്തെ കൊണ്ട് ജീവിക്കാൻ സാധിക്കണം. പണത്തെ കൊണ്ട് പണിയെടുപ്പിച്ചുകൊണ്ട്, അതാണ് ഇൻവെസ്റ്റേഴ്സ് എല്ലാം ചെയ്യുന്നത്, ബിസിനസ് ആളുകൾ ചെയ്യുന്നത്. പണം ഇൻവെസ്റ്റ് ചെയ്യുന്നു, അവർ ആ പണത്തെ കൊണ്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ അതിനകത്ത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ചിന്തയാണ്, ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു മേക്ക് മണി വൈൽ യു ആർ സ്ലീപ്പിംഗ് യു വിൽ വർക്ക് ടിൽ യു ഡൈ എന്ന് പറയും. നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങൾക്ക് പണം ഉണ്ടാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ മരിക്കുന്നവരെ പണിയെടുക്കേണ്ടി വരും. അപ്പോൾ നാം ഉറങ്ങുമ്പോഴും എൻ്റെ പണം പ്രവർത്തിച്ചുകൊണ്ട് പണം ഉണ്ടാകുന്നുണ്ടോ? ഇപ്പോൾ പല ബിസിനസ്സിലും അങ്ങനെയാണല്ലോ. പ്രൊഡക്റ്റ് ഉണ്ടാക്കി ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് പോയി അത് പണമായി മാറുകയാണ്. ഈ ഓണർ ഉറങ്ങുമ്പോഴും ആ പണം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നു, അതല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് മേടിക്കുന്നു, അത് സർക്കുലേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് പറയാണ്, ഇപ്പോൾ എനിക്ക് ബിൽ ഗേറ്റ്സോ ആരോ പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു പ്രയോഗമാണ്, ഇഫ് യു ബോൺ ആസ് പുവർ ദാറ്റ് ഈസ് നോട്ട് യുവർ പ്രോബ്ലം, ബട്ട് ഇഫ് യു ഡൈ ആസ് പുവർ ദാറ്റ് ഈസ് യുവർ പ്രോബ്ലം. പല ആൾക്കാരും പറഞ്ഞു, ഞാൻ ജനിച്ചത് പാവപ്പെട്ടവനായിട്ടാണ്, എൻ്റെ വീട്ടിൽ ഒന്നും ഉണ്ടായില്ല, എനിക്ക് വേണ്ട വിദ്യാഭ്യാസം കിട്ടിയില്ല, മാതാക്ക് പണമില്ല. ദാറ്റ് ഈസ് നോട്ട് എൻ എക്സ്ക്യൂസ്. അത് എല്ലാവർക്കും ഉള്ള കാര്യം തന്നെയായിരിക്കും. പക്ഷെ നിങ്ങൾ ദരിദ്രനായി മരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ഈ മൈൻഡ് സെറ്റിലേക്ക് കടന്നു വരിക, പണക്കാരനാകാൻ തീർച്ചയായും സാധിക്കും. അത് ഒരു മൈൻഡ് സെറ്റാണ്, ഒരു ഹാബിറ്റ് കൂടിയാണ്.